It's a great morning to all of you. And ഇന്ന് കമ്പനിയിലൂടെ നമ്മുടെ ദിസ് വിൽ ബി ദ ലാസ്റ്റ് റിവിഷൻ ഫോർ കമ്പനിയിലോ. നാളെ മറ്റന്നാളും നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. വന്നാൽ നമ്മൾ എഫ് എമ്മും സി എം കോർപ്പറേറ്റ് അക്കൗണ്ട്സും അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞുതരും. നമ്മൾ വിൽ ഡിസ്കസ് ഫോർ 2 days or 1 day. We will complete, if possible we'll complete tomorrow itself. ഓക്കെ, ഈ വെനസ്ഡേ കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഇല്ല, പിന്നെ നമ്മൾ പരീക്ഷയ്ക്കേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ അയച്ചു തരുന്ന ടോപ്പിക്സ്. എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് തോന്നുന്ന അപ്പം ഞാൻ അയച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വിൽ ബി ഡെഫിനറ്റ്ലി. ഞാൻ ഇന്നലെ പകൽ മുഴുവനും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇതായി ചാർട്ട് അയച്ചു തന്നത്. അപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് വെരി മച്ച് ഭയങ്കര ടയർഡാക്കുന്നൊരു സാധനമായിരുന്നു. ഇന്ന് രാവിലെ എണീക്കാൻ വൈകിപ്പോയി, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, ആ ചാർട്ട് ഓരോ ചാപ്റ്ററായിട്ട് ഓടിച്ച് നോക്കുക. നിങ്ങൾ പഠിച്ച എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അമെൻമെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. ആൾറെഡി ഇൻഫോം ചെയ്യാൻ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യും. ഒരു പേടിയും പഠിക്കാണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഫ് എമ്മും കമ്പനി കോർപ്പറേറ്റ് അക്കൗണ്ട്സും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള ആൻസർ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാതെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നല്ലവണ്ണം വായിക്കണം. 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യം വായിച്ചേക്കണം. അതല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. മനസ്സിലാവും ഞാൻ പറയണത്? അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുള്ള റിക്വസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ യു റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ഓർ ത്രൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 2 or 3 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യങ്ങൾ കേട്ടോ. പിന്നെ പേടിയോടുകൂടി പരീക്ഷയെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ചാലും പരീക്ഷ മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. പരീക്ഷ മാറുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരീക്ഷ വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു അറ്റംപ്റ്റ്, ലെറ്റ് us attempt. പിന്നെ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത ഇത് അങ്ങനെയാണ്, ഇത് ടഫാണ്, സംശയമൊന്നും വേണ്ട. നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ പേടിച്ചിട്ട് ഈ ലാസ്റ്റ് മിനിറ്റ് പേടിച്ച് നമ്മളുള്ള കോൺഫിഡൻസ് കൂടി കുറച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കോൺഫിഡൻസ് പോയതാണ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉള്ള കോൺഫിഡൻസ് കളയാതിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അയ്യോ എനിക്കത് അറിയില്ലല്ലോ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഇതെന്താണെന്ന് ആലോചിക്കും. അറിയില്ല എന്ന് മനസ്സിനോട് പറയാതിരിക്കും. ഡോണ്ട് സേ നെഗറ്റീവ് തിങ്സ് ടു യുവർ മൈൻഡ്. സേ പോസിറ്റീവ് തിങ്സ്. ഓർ ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്കൊന്ന് ആലോചിക്കാനെങ്കിലും ശ്രമിക്കുമോ. എനിക്കിതറിയില്ല, ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടില്ല, ഞാനിതൊന്നും നോക്കുന്നില്ല, ഈ ടോപ്പിക്ക് എനിക്കറിയില്ല. ഇങ്ങനെ പറയണ്ട. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് തന്നെ തോന്നുന്നു ഒന്നും അറിയില്ല എന്ന്. ഈ ടോപ്പിക്ക് ഒന്നും കൂടി ഞാൻ നോക്കട്ടെ, ഈ ടോപ്പിക്ക് ഒന്നുകൂടി ഉറപ്പിക്കണം. അപ്പോൾ എന്താണ്, അവിടെ നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല, നമ്മൾ വി ആർ ടോക്കിംഗ് പോസിറ്റീവ്. So I request all of you to be positive on your life. Like this is one of the challenge what we are going to face. I faced it. People like me have faced it, and you people have to face it. No other way. We will definitely face it. Understand? So ഒരു പേടിയും പേടിക്കണ്ട. Nothing is going to happen. ഈവൻ നിങ്ങളുടെ പാരൻസിനോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അഥവാ ഞാൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ, അല്ലേ? അപ്പോൾ എവരിബഡി നോ ദാറ്റ് ആക്ച്വലി. ആ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോ നത്തിങ് ടു വറി. Let us crack it. ഇതാണ് കിട്ടിയല്ലോ അക്ഷാത്മിക. അപ്പോഴല്ലേ നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുന്നത്. പക്ഷെ എല്ലാവരും സൂപ്പർ സ്റ്റാറില്ല. നമുക്ക് ആകെ 3 സൂപ്പർ സ്റ്റാറല്ലേ ഉള്ളൂ. മെയിൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി, മോഹൻലാലും, മമ്മൂട്ടി. ബാക്കിയുള്ളവരൊക്കെ സ്റ്റാറുകളല്ലേ. സ്റ്റാറുകളുടെ ആദ്യത്തെ പടങ്ങളൊന്നും സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല. പിന്നീട് അവരെന്തായി? മെല്ലെ ദിലീപൊക്കെ എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ ആയത്? എങ്ങനെ ജയസൂര്യ സൂപ്പർ സ്റ്റാർ ആയത്? എങ്ങനെ പൃഥ്വിരാജ് സുകുമാരൻ സൂപ്പർ സ്റ്റാർ ആയത്? ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് സം ഫെയിലിയേഴ്സ്. ദേ ഹാവ് ഫേസ്ഡ് ഇറ്റ് and they have shown the courage to overcome all those failures. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ഞാൻ പറയുന്നത്. നെഗറ്റീവ് ധാരാളം നമ്മുടെ മനസ്സിൽ വരും. അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫേസ് ഇറ്റ് കേട്ടോ അശ്വിനെ. ഒരു പേടിമടിക്കണ്ട. പരീക്ഷ കിട്ടിയാൽ മതി, എഴുതിയാൽ വെച്ചിരിക്കണം. മനസ്സിലാവുണ്ടോ? ദെൻ ഒരു 50% നോളജൊക്കെ നമുക്കില്ലേ? 50% ഉണ്ടോ നമുക്ക്? അത് മതി. നമുക്ക് 40% മാർക്കേ വേണ്ടു പരീക്ഷയ്ക്ക് പാസ്സാവും. ഇപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരല്ലേ. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പറഞ്ഞത് എന്താ? 69,000 പേര് ഈ ഫുൾ A+ വാങ്ങി പുറത്തു പോയപ്പോൾ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഹി വാസ് വറീഡ് എന്നാണ്. അതിൽ 50% ആൾക്കാർക്ക് പോലും ഫുൾ A+ യോഗ്യതയില്ലെന്നാണ്. ആരാ പറഞ്ഞത്? ഞാനല്ല പറയണേ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേധാവി. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്. നമുക്ക് കഴിവില്ലാത്ത നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിക്കണം. എങ്ങനെയെങ്കിലും ലക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ നിങ്ങളെ പാസ്സാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനി സെക്രട്ടറി ആവില്ല.
നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡിയാണ്. 99% കുട്ടികൾ പാസ്സാകും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നാറുണ്ടോ പലപ്പോഴും? 99% കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് എല്ലാവരും പാസ്സാകുമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതൊരു അപ്രതീക്ഷിതമാണ്. അത് വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഹാപ്പൻസ്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദർ ഇസ് എ പ്രോബ്ലം. ഒന്നുകിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് അവർക്ക് അറിയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുന്നു, അത് മാത്രം എഴുതിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സൂപ്പറായിരിക്കണം. അപ്പോൾ നമ്മൾ IIM എത്ര അഡ്മിഷൻ കിട്ടുന്നു, എത്ര കമ്പനി സെക്രട്ടറീസ് ആവുന്നു, എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവുന്നു, എത്ര MBBS ഫസ്റ്റ് റാങ്കുകൾ വരുന്നു. നമ്മളാരും വരുന്നില്ല. നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, നമ്മൾ പലരോടും പറയാറുണ്ട് ഈ സിസ്റ്റം ശരിയല്ല. പക്ഷെ നമ്മളെയൊക്കെ എല്ലാവരും കളിയാക്കും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഇനി ഇത് രണ്ടാളോടും പറഞ്ഞാൽ ഞാൻ BJP കാരനാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കേരള ഗവൺമെൻറ്റിന് ലിഡ ജേക്കബ് ആരെന്നറിയാമല്ലോ. ലിഡ ജേക്കബ് ഒരു കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു. ആ DPP വന്ന സമയത്ത് അതിന് ശേഷം ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരാളാണ്. അവർ പറയുന്നു ആ ലേറ്റസ്റ്റ് ആളെ ഇപ്പം ജസ്റ്റ് റിട്ടയർ ആകാൻ പോകുന്ന ആൾ പറയുന്നു. സോ ദർ ഇസ് എ പ്രോബ്ലം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. യു ആർ ഡൂയിങ് യുവർ ലെവൽ ബെസ്റ്റ്. ഇത്രയും നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. യു ഹാവ് പുട്ട് ലോട്ട് ഓഫ് എഫേർട്സ്. ഇതിൽ ഓരോരുത്തരും ഇവിടെ പഠിച്ച ഓരോരുത്തരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പാണ്. പലരും ഇതൊന്നും നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്ത ടോപ്പിക്സ് ആയിരുന്നു പല ടോപ്പിക്സും. എന്നിട്ട് നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ഇത്രയും എഫേർട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ എടുത്തിട്ടില്ല. അപ്പോൾ യു ഡിഡ് യുവർ പാർട്ട്. ഞാൻ പാതി, ദൈവം പാതി. എൻ്റെ പാതി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ദെൻ ദ ഗോഡ് വിൽ ഹെൽപ്പ് യു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫെയ്ത്ത് ഈസ് കോൾഡ്. കറക്റ്റ്. So nothing to worry. We'll start with meeting of board of its committees. And you know that it is around 12 marks to 14 marks you are going to score from this chapter. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ചാപ്റ്റേഴ്സാണ് നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്തത് അല്ലേ? അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റീസ് ആണ്. എത്ര ബോർഡ് മീറ്റിംഗ് എങ്ങനെയാണ് വിളിക്കുക? നമുക്കറിയാം സെക്ഷൻ 173 ആണ് ബോർഡ് മീറ്റിങ്ങിൻ്റെ സെക്ഷനായിട്ട് വരുന്നത് അല്ലേ? SS1 ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നമുക്ക് കമ്മിറ്റികളുണ്ട്. സെക്ഷൻ 177 178 ധാരാളം കമ്മിറ്റികളുണ്ട്. 3 കമ്മിറ്റികൾ മാൻഡേറ്ററി കമ്മിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടായി. ഏതൊക്കെ? ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരൊറ്റ കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയിലാണ്? പുറത്തുള്ള ആൾക്കാരൊക്കെ മെമ്പേഴ്സ് ആകാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ച ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്കത് ഇതൊരു ഫ്രഷ് ടോപ്പിക് ഒന്നുമല്ല. പക്ഷെ നമുക്കിത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ എ കമ്പനി ഹാവ് ദെയർ ബോർഡ് മീറ്റിംഗ് അറ്റ് എനി പ്ലേസ്? അറ്റ് എനി പ്ലേസ്, എവിടെ വേണമെങ്കിൽ നടത്താൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഇത് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് എവിടെ വേണമെങ്കിൽ നടത്താൻ പറ്റും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ബോർഡ് മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി ടു ബി ഹെൽഡ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഡ്യൂറിംഗ് ദ വർക്കിംഗ് അവേഴ്സ് ഓൺ എ ഡേ ദാറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഹോളിഡേ. കമൻറ്റ്. ജനറൽ മീറ്റിംഗാണ് പറയണേ. ചോദിക്കുന്നത് ബോർഡ് മീറ്റിംഗ് ആണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാനാണ്. ഒരിക്കലും കൺഫ്യൂസ് ചെയ്യപ്പെടരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു മെയ്സ് ആണ്. മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ മെയ്സ് എന്നുള്ളത്? ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനത്തിനാണ് മെയ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് മെയ്സ് ഉള്ളത് ലക്നൌവിലാണ്. പുറത്തു വരാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടഫ്. യു വിൽ ബി ലോസ്റ്റ്. അപ്പോൾ അതുപോലത്തെ മെയ്സ് ആണിത്. അപ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി ആസ്ക് യു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ. ദിസ് എ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 96, AGM can be held at during business hours, that is between 9 AM 6 AM. But no such provision is for a board meeting. Hence, the board meeting may be held at any place convenient to directors, even outside the business hours and even on a national holiday, unless the articles of association otherwise provide. So, this is the only thing what you need to write. The articles of association have the authority to restrict all these freedoms. So, if the article says differently, that has to be followed. Otherwise, you can hold it any day, on any day, at any time, in any place. ഒരു പ്രശ്നവുമില്ല. ബോർഡ് മീറ്റിങ്ങിന് വെർച്വലി നടത്താം നമുക്ക് കേട്ടോ. The board of directors of a company met thrice in the year 2022. Thrice. Then the fourth meeting was not held for want of quorum. നാലാമത്തെ മീറ്റിംഗ് കോറം ഇല്ലാത്തതാൽ നടന്നില്ല. As a company secretary, examine the provisions of Companies Act and decide with reasons whether the company has complied with the requirements of meetings to be held in a year. അതായത് ഒരു കമ്പനിക്ക് ഒരു വർഷം എത്ര മീറ്റിംഗ് ആണ്? 4 ബോർഡ് മീറ്റിംഗ്. 2 ബോർഡ് മീറ്റിംഗുകൾ ഗ്യാപ്പ് എത്രയാണ്? 120 ദിവസത്തിൽ കൂടാൻ പാടില്ല. കറക്റ്റ്. ഇപ്പൊ ഈ കമ്പനി 3 ബോർഡ് മീറ്റിംഗ് നടത്തി. 4ാമത്തെ ബോർഡ് മീറ്റിംഗ് കോറം ഉണ്ടായിരുന്നില്ല, മാറ്റി വെക്കപ്പെട്ടു. ഈ മീറ്റിങ്ങിനെ ഒരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇതൊരു വാലിഡ് മീറ്റിംഗ് ആണോ എന്നാണ് ചോദ്യം.
അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ ബി ലിമിറ്റഡ് മെറ്റ് ത്രൈസ് ഇൻ 2021 ആൻഡ് ഫോർത്ത് മീറ്റിംഗ് through though called but not held for want of quorum. Examined with reference to relevant provisions of Companies Act 2013 whether this company has complied with the provisions for board meeting. This is a question. Clear ആണല്ലോ question? എന്താണ് question മനസ്സിലായല്ലോ? നാലാമത്തെ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അത് കോറം ഇല്ലാത്തതാൾ നടന്നിട്ടില്ല, അതുകൊണ്ട് ആ നാലാമത്തെ ബോർഡ് മീറ്റിംഗ് നടന്നതായി കണക്കാക്കി ഒരു വയലേഷനും ഇല്ല എന്ന് കണക്കാക്കുമോ എന്നതാണ് ചോദ്യം. Section 173. Every company should conduct their first board meeting within 30 days of date of incorporation. Every company shall hold minimum 4 meetings of the board of directors every year. The gap between 2 board meetings should not be more than 120 days. If the gap between first and second and third is not more than 120 days and there is no default in 173. In case of fourth meeting, it is stated in the problem that meeting was not held at all due to want of quorum and there is a default. അപ്പോൾ അഡ്ജേൺഡ് മീറ്റിംഗ് ഒരു മീറ്റിംഗ് അല്ല. അഡ്ജേൺഡ് മീറ്റിംഗ് ഈസ് നോട്ട് എ കൺക്ലൂഡഡ് മീറ്റിംഗ്. മീറ്റിംഗ് ഹാസ് ടു ബി കൺക്ലൂഡഡ്. മീറ്റിംഗ് വിളിച്ചാൽ പോരാ, മീറ്റിംഗ് നടത്താൻ തുടങ്ങിയാൽ പോരാ, മീറ്റിംഗ് അവസാനിക്കണം. ദ മീറ്റിംഗ് ഈസ് നോട്ട് കൺക്ലൂഡഡ്. ഓൺലി വെൻ ഇറ്റ് ഈസ് കൺക്ലൂഡഡ് വി കോൾ ദാറ്റ് ദ മീറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ്. കേട്ടോ? സോ ദിസ് ഈസ് എ വയലേഷൻ. ദിസ് ഈസ് എ വയലേഷൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണല്ലോ? കോറം കൊണ്ട് മാറ്റിവെക്കപ്പെട്ട മീറ്റിംഗ് നടന്നതായിട്ട് കണക്കാക്കില്ല. The board of directors of Vedic Limited, desirous of transacting certain matters through video conferencing, seek your advice on the matters which cannot be dealt through video conferencing. സെക്ഷൻ 173 പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് വീഡിയോ കോൺഫറൻസിങ് വഴി ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. പക്ഷേ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ COVID-19 മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാം. സോ സെക്ഷൻ റൂൾ 4 ഓഫ് കമ്പനീസ് മീറ്റിംഗ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് റൂൾ 2014 റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് നോട്ട് ടു ബി ഡെൽറ്റ് വിത്തിൻ ദ മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ അതർ ഓഡിയോ വിഷ്വൽ മീൻസ് is deleted. Thus, board of directors of Vedic Limited can transact any matters through video conferencing. I am making my point very clear. COVID-19 വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ പ്രൊവിഷൻ റൂൾ 4 ഓഫ് കമ്പനീസ് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് റൂൾസ് 2014 അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോ കോൺഫറൻസിങ് വഴി നടത്താൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരുന്നു. അത് ഡിലീറ്റ് ചെയ്തു. ഐ റിപ്പീറ്റ്, ഡിലീറ്റ് ചെയ്തു 2022. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാര്യവും ഇന്ന് എന്ത് വഴി ചെയ്യാം? ബോർഡിൻ്റെ എല്ലാ പവറും നിങ്ങൾക്ക് എന്ത് വഴി ചെയ്യാം? വീഡിയോ കോൺഫറൻസിങ് വഴി ചെയ്യാം. ഐ മേഡ് മൈ പോയിന്റ് വെരി ക്ലിയർ. സെക്ഷൻസ് 173 റൂൾ 4 ഓഫ് കമ്പനീസ് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് റൂൾ 2014 റിലവൻറ്റ് റൂൾസ് എഴുതാണ്ട് മതി. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? Board of Directors of Ash Limited, having its registered office at New Delhi, decides to hold its next meeting in New York, USA, since all the directors of the company are going to attend a sales exhibition to be held at New York. Examine according to the provisions of Companies Act 2013 whether this company can have their board meeting in New York. പറ്റുമോ? അതായത് എല്ലാ ഡയറക്ടേഴ്സും കൂടി ന്യൂയോർക്കിലേക്ക് ഒരു ടൂർ പോവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെയല്ലേ, അപ്പോൾ നമുക്ക് അടുത്ത ബോർഡ് മീറ്റിംഗ് ന്യൂയോർക്കിൽ വിളിക്കാം. അത് പേരുവാണല്ലോ, നമ്മുടെ ബോർഡ് മീറ്റിംഗ് എവിടെ നടത്തിയത്? ന്യൂയോർക്കിലാണ് നടത്തിയെന്ന് പറയുകയും ചെയ്യാം. സോ ക്യാൻ ദ കമ്പനി കണ്ടക്ട് എ ബോർഡ് മീറ്റിംഗ് അറ്റ് ന്യൂയോർക്ക്? സെക്ഷൻ 96 മാത്രമേ പറയുന്നുള്ളൂ. ഏതാ സെക്ഷൻ 96? ഐ റിപ്പീറ്റിംഗ് ഇറ്റ് മെനി ടൈംസ്. സെക്ഷൻ 96 എന്താണ്? AGM അല്ലേ? സെക്ഷൻ 96 മാത്രമേ മീറ്റിംഗ് എന്ന് നടത്തണം, ഏത് സ്ഥലത്ത് നടത്തണം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. സെക്ഷൻ 173 അങ്ങനെ ഒരു പ്രൊവിഷനും ഇല്ല. സോ ദേ ക്യാൻ കണ്ടക്ട് ദ മീറ്റിംഗ് വെർ എവർ ദേ വാണ്ട്. ആസ് പെർ സെക്ഷൻ 173 the board meeting can be conducted either virtual mode or physical mode in India or outside India, wherever the directors like to meet. ഓക്കെ, സോ ബോർഡ് മീറ്റിങ്ങിന് യാതൊരു പ്രശ്നവുമില്ല. സെക്ഷൻ 173 അറിയാം. അപ്പോൾ നിങ്ങൾക്ക് റൂൾ 4 അറിയാം. എന്താ റൂൾ 4 പറഞ്ഞ് ബോർഡിന് എന്തെല്ലാം കാര്യങ്ങളാണോ വെർച്വൽ മീറ്റിങ്ങിൽ നടത്താൻ പറ്റാത്തത് എന്ന് പറഞ്ഞതായിരുന്നു റൂൾ 4. അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ സെക്ഷൻ 96 ആണ് ജനറൽ മീറ്റിംഗ്. കേട്ടോ, മറക്കരുത്. XYZ have 6 directors in its board. XYZ എന്ന് പറയുന്ന കമ്പനിക്ക് 6 ഡയറക്ടേഴ്സ് അവരുടെ ബോർഡിലുണ്ട്. ഔട്ട് ഓഫ് 6 ഡയറക്ടേഴ്സ് 5 പേര് ഫോറിനേഴ്സ് ആണ് ആൻഡ് ദേ റിസൈഡ് ഇൻ അമേരിക്ക. അവർ അമേരിക്കയിലാണ്. ദ കമ്പനി വാണ്ട്സ് ടു കണ്ടക്ട് ദിസ് ബോർഡ് മീറ്റിംഗ് ഇൻ മുംബൈ ബട്ട് ഓൾ ദ 5 ഡയറക്ടേഴ്സ് ആർ പ്രീ ഓക്യുപ്പൈഡ് ആൻഡ് ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ട്രാവൽ ടു ഇന്ത്യ. അഡ്വൈസ് ദ കമ്പനി റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് സച്ച് ബോർഡ് മീറ്റിംഗ്. പറയൂ, കേൾക്കട്ടെ. എന്ത് ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റുക?
വീഡിയോ കോൺഫറൻസിൽ ബോർഡ് മീറ്റിംഗ് നടത്താം. എന്താ പ്രശ്നം എന്താ അല്ലേ? 6 പേരുണ്ട്, 5 പേര് അമേരിക്കയിലാണ്, ഒരാൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ 5 പേർക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ, നമുക്ക് ബോംബെയിലാണ് നടത്തേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കണ്ടക്ട് ദ ബോർഡ് മീറ്റിംഗ് ഓഡിയോ വിഷ്വൽ മീൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഐ റിപ്പീറ്റ്, റൂൾ 4 ആൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ദാറ്റ് പോയിന്റ് ഈസ് ക്ലിയർ. മീറ്റിംഗ് അവിടെ നടത്താനുള്ള പോയിന്റ് ക്ലിയർ ആണോ? ബോർഡ് മീറ്റിംഗ് നോട്ട്സ് സംശയമില്ലല്ലോ. ഓക്കെ. Articles of Reality Limited provide that directors participating through audiovisual means in each board meeting shall always be counted for quorum. Examine the validity. ഓഡിയോ വീഡിയോ മെത്തേഡിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കോറത്തിന് എന്താണ് കൺസിഡർ ചെയ്യും. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? ഒരിക്കലും തെറ്റല്ലല്ലോ അല്ലേ? നമ്മൾ എന്താ മനസ്സിലാക്കിയ? 5 പേര് അമേരിക്കയിൽ നിന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുമെന്ന് പറയുമെങ്കിൽ അവരെ കോറത്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ സംശയം വന്നാൽ നിങ്ങൾ അടുത്ത ഏതെങ്കിലും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണത്. എന്താ റിവേഴ്സ് എഞ്ചിനീയറിംഗ്? ഇതിന് വേറൊരു ഏതെങ്കിലും ഒരു ആൻസറുമായി ടൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ ഒരു ക്വസ്റ്റിനെ പഠിച്ച് 6 പേര് അമേരിക്കക്കാർ, 5 പേര് അമേരിക്കയിൽ, ഒരാൾ ഇന്ത്യയിൽ മീറ്റിംഗ് നടത്താൻ പറ്റും, ഓഡിയോ വിഷ്വൽ മെത്തേഡ് നടത്താൻ പറ്റും എന്നാ പറഞ്ഞത്. അപ്പോൾ അവരെ കോറത്തിന് കാൽക്കുലേറ്റ് ഉണ്ടല്ലേ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു സംശയം വേണ്ട, മീറ്റിംഗ് നടത്തും. ഏതാ സെക്ഷൻ 173 SS1. നിങ്ങൾക്ക് എവിടെയൊക്കെ ബോർഡ് മീറ്റിംഗ് പറയുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 1, സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 1 എഴുതി വെച്ചേക്കണം. അത് ചോദിച്ചിട്ടുണ്ടോ, അത് എഴുതേണ്ട ആവശ്യം ഒന്നും ആലോചിക്കല്ലേ. എവിടെ ബോർഡ് മീറ്റിംഗ് പറയുകയാണെങ്കിലും ഇറ്റ്സ് ആൾസോ എന്താണ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഇൻ സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 1 വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ICSI, അപ്രൂവ്ഡ് ബൈ മെയ്ഡ് മാൻഡേറ്ററി ബൈ സെൻട്രൽ ഗവൺമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എഴുതണം കേട്ടോ. SS1 ഇലക്ട്രോണിക് മോഡിൽ വരുന്ന ആൾക്കാരെ കോറത്തിൽ കൺസിഡർ ചെയ്യും. A board meeting of a listed public company was called at shorter notice to transact an urgent business. ഒരു കമ്പനി അവരുടെ ഒരു മീറ്റിംഗ് ഷോർട്ടർ നോട്ടീസ് ആണ്. അവരെന്ത് ചെയ്തു? ഒരു അർജന്റ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ടർ നോട്ടീസിൽ അവർ മീറ്റിംഗ് വിളിച്ചു. Then none of the independent directors could attend the meeting. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. Examine the validity of the resolution passed in such meeting. അതായത് ഒരു മീറ്റിംഗ് വിളിച്ചു, ഷോർട്ടർ നോട്ടീസ് ആണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഷോർട്ടർ നോട്ടീസ് വിളിക്കാൻ എന്തേ വേണ്ടുള്ളൂ? നമുക്ക് 95% ആൾക്കാർ സമ്മതിച്ചിരിക്കണം. അതല്ലേ വേണ്ടുള്ളൂ. അതിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ അപ്രൂവൽ വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഷോർട്ടർ നോട്ടീസിൽ മീറ്റിംഗ്. അപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു, അതിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു. അവർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിന് റെസൊല്യൂഷൻ ആർക്ക് അയച്ചു കൊടുക്കും? നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ലെറ്റ്സ് സീ. സെക്ഷൻ 173 ബോർഡ് എന്താണ് 7 days നോട്ടീസിനാണ് ഈ മീറ്റിംഗ് വിളിക്കേണ്ടത്. എല്ലാവർക്കും എന്ത് കൊടുക്കണം? അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. അവർ തന്ന അഡ്രസ്സിലാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഇന്ന രീതിയിൽ എനിക്ക് നോട്ടീസ് തരണം എന്ന് പറഞ്ഞു. ഇതിവിടെ പറയാത്ത കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ പറയാത്ത പറഞ്ഞാൽ ചോദ്യം ചോദിക്കാത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് ചോദിച്ചാലോ വിചാരിച്ചിട്ടാണ്. അതായത് ഒരു ഡയറക്ടർ ഇന്ന രീതിയിൽ എനിക്ക് നോട്ടീസ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നോട്ടീസ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹം തന്നിട്ടില്ല എങ്കിൽ പിന്നിലുള്ള അഡ്രസ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് കറസ്പോണ്ടൻസ് അഡ്രസ്സോ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് ഇന്ത്യക്ക് ഉള്ളിലുള്ള അഡ്രസ്സിൽ അയാൾക്ക് എന്ത് നോട്ടീസ് അയച്ചിരിക്കണം, നിർബന്ധമാണ്. ഷോർട്ടർ നോട്ടീസ്, അർജന്റ് ബിസിനസ്. എത്ര പേരാ വേണ്ടേ? 95% ആൾക്കാരെങ്കിലും അല്ലേ? പക്ഷേ അതിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും ഷോർട്ടർ നോട്ടീസിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. എന്നാൽ ഹവർ ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്താ ചെയ്യുക അശ്വിനി? such a meeting of the board decision taken at such meeting shall be circulated to all directors and shall be final only on ratification thereby at least one independent director. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ ആർക്ക് അയച്ചു കൊടുക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കണം. അതിലേതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും റാറ്റിഫൈ ചെയ്താൽ മാത്രമേ ആ റെസൊല്യൂഷൻ വാലിഡ് ആവത്തുള്ളൂ. സോ വാട്ട് വി നീഡ് ടു ഡു വി സെൻഡ് ദം. അത് അത്രയേ ഉള്ളൂ. ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെസൊല്യൂഷൻ എങ്ങനെ എഴുതേണ്ടത് എന്നിട്ടൊരു വീഡിയോ ക്ലാസ് ഇടും. അത് കണ്ടേക്കണം കേട്ടോ. റെസൊല്യൂഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ എഴുതും. അപ്പോൾ ആ റെസൊല്യൂഷൻ നിങ്ങൾക്കറിയാം റെസൊല്യൂഷൻ എങ്ങനെ എഴുതേണ്ടത്. പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടി ഒരു 4-5 റെസൊല്യൂഷൻ ഞാൻ സ്വയം എഴുതി നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ ഇട്ടുതരാം, വീഡിയോ ആയിട്ട് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടേക്ക് എന്തൊക്കെ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ പറയാൻ വേണ്ടി മാറ്റി വെച്ച കാര്യങ്ങളാണ്. അത് ലാസ്റ്റ് മിനിറ്റിലേ പറയാൻ പാടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ആകെ 2-3 സിസ്റ്റമേ ഉള്ളൂ. അത് ഞാൻ ഐ വിൽ എക്സ്പ്ലെയിൻ ടു ടുഡേ കേട്ടോ. ഇന്ന് തന്നെ ഞാൻ ചെയ്യും അത് കേട്ടോ. ജോളി റീറ്റെയിലേഴ്സ് issued a notice for the meeting of board of directors scheduled on 5th June 2019 at its corporate office.
ജോളി എന്ന് പറയുന്ന കമ്പനി അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. One of the directors intimated that he would be participating in the meeting through video conferencing. The secretary contended that the meeting cannot be participated through video conferencing, and the concerned director cannot insist the company should provide video conferencing facility for attending the board meeting. Is the contention of the company secretary is valid? കമ്പനി സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾക്ക് ഒരാൾക്കായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസ് ഒന്നും പറ്റില്ല, നിങ്ങളോട് അറ്റൻഡ് ചെയ്തേ മതിയാവും, നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിങ് വഴി തരാനുള്ള പ്രൊവിഷൻ ഒന്നും കമ്പനി ലോയിലില്ല, ഇത് കമ്പൽസറി ഒന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രൊവിഷൻ തരില്ല എന്ന് പറഞ്ഞു. ഇത് ശരിയാണ്? തെറ്റാണ് അല്ലേ? സെക്ഷൻ 173 പറയുന്നുണ്ട് എന്താണ്, ഐദർ ഇൻ പേഴ്സൺ ഓർ വീഡിയോ കോൺഫറൻസിങ് ഒരു ഡയറക്ടർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നുണ്ട്. സോ വിച്ച് ആർ കാപ്പബിൾ ഓഫ് റെക്കോർഡിംഗ് ആൻഡ് റെക്കഗ്നൈസിങ് ദ പേഴ്സൺ. അവരുടെ സിസ്റ്റം എങ്ങനെയായിരിക്കണം? റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും ഉദാഹരണം ഗൂഗിൾ മീറ്റ് ആണെങ്കിലും കൂടി കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സൂം ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതെന്തായിരിക്കണം? ആളെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, അതായിരിക്കണം അവരുടെ സിസ്റ്റം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. Second proviso to 173 that where there is a quorum in the meeting through physical presence of directors, any other director may participate through video conferencing or other video visual methods in such meeting on any matter specified under the ഫസ്റ്റ് പ്രൊവിസോ. അതായത് നിങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ, ബോർഡ് മീറ്റിങ്ങിൽ കോറമുണ്ട്, ഫിസിക്കലി കോറമുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ മറ്റുള്ള ഏത് ഡയറക്ടർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ പങ്കെടുക്കാവുന്നതാണ്. SS1 പറയുന്നത് എന്താണ്? ഈ ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കോറത്തിൽ കണക്കാക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അചിന്ത്യ കുമാർ ഭർവ വേഴ്സസ് രഞ്ജിത്ത് ബർത്തൂർ, ഇതാണ് കേസ്. ഈ കേസിൽ അചിന്ത്യ കുമാർ ഭർവ കേസാണ്. The NCLAT, National Company Law Appellate Tribunal, has held that even one of the directors so desires, company is bound to provide facilities to directors to participate in board meeting by video conferencing. Thus, Jolie Limited have to give an opportunity for the director. ഈ ഒരു കേസ് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ഈ അചിന്ത്യ കുമാർ ഭർവെന്നൊന്നും നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചേക്കണം. ആ ടെക്നിക്ക് എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, അത് പറഞ്ഞതല്ലേ ഞാൻ, ആ ടെക്നിക്ക് ഉപയോഗിച്ചേക്കണം. ഈ ഭർവ എന്ന് പറഞ്ഞ ആൾ ആസാമുകാരനാണ് കേട്ടോ. അപ്പോൾ ആ ലെവലിലായിരിക്കണം നിങ്ങളുടെ ചിന്ത പോകേണ്ടത് കേട്ടോ. ഇനി അതൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ നല്ല പാവമാണെങ്കിൽ ഇൻ എ ഡിസൈഡഡ് കേസ് ഈസ് എ കേസ് ഡിസൈഡഡ് ബൈ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഓൺ അപ്പീൽ ഓൺ എ ഡിസിഷൻ ടേക്കൺ ബൈ NCLT. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. NCLT നേരിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ. കേസ് NCLT ഇവിടെ അപ്പീലല്ലേ പോകത്തുള്ളൂ. നമ്മൾ ഉഷാറാക്കാൻ വേണ്ടി NCLT ഡിസൈഡ് ചെയ്തൊരു കേസിൻ്റെ മുകളിൽ NCLTയുടെ മുകളിൽ ഒരു അപ്പീൽ ചെന്നു. ആ അപ്പീലിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് എന്ന് നിങ്ങൾക്ക് പറയാം. എന്താ തീരുമാനമെടുത്തത്? ഒരു ഡയറക്ടറെങ്കിലും പറയുകയാണ്, ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ് എനിക്ക് ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അയാൾക്കത് പങ്കെടുക്കാനുള്ള സൗകര്യം കൊടുത്തേ മതിയാകൂ എന്നാണ് കമ്പനി ലോ പറയുന്നത്. ഒരു സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ് കേട്ട ഉടനെ 173 എന്ന് ഓർത്തേക്കണം കേട്ടോ. ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് വരിക? ഒന്ന് നോട്ടീസ്, ഒന്ന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, ഒന്ന് മിനിറ്റ്സ്, ഒന്ന് കോറം, പിന്നെ മീറ്റിങ്ങിൻ്റെ പ്രൊവിഷൻ. ഇതൊക്കെ നിർബന്ധമായിട്ട് നമുക്ക് ഓർക്കേണ്ട സെക്ഷൻസ് ആണ്. ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നു പ്രൈവറ്റ് കമ്പനിയുടെ 15 നവംബർ 2023. എല്ലാ ഡയറക്ടേഴ്സും പ്രസന്റ് ആണ്. അവർ യുനാനിമസ്ലി ഡിസൈഡ് ചെയ്ത് എന്താണ്, അടുത്ത മീറ്റിംഗ് 29 നവംബറിന് നടത്തിയേക്കാം എന്നൊരു തീരുമാനിച്ചു. at the registered office. As a company secretary, do you think a notice of the meeting has to be given? 15 നവംബറിന് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത മീറ്റിംഗ് 100 ദിവസത്തിലും കൂടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞ 2 മീറ്റിങ്ങുകളെ ഗ്യാപ്പ്. അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, നമുക്ക് 29 നവംബറിന് എന്തായാലും നമുക്കൊരു മീറ്റിംഗ് കൂടാം, നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസിലാകാം, എല്ലാവരും സമ്മതമല്ലേ? എല്ലാവരും സമ്മതമാണ് എന്ന് പറഞ്ഞു. ഈ മീറ്റിങ്ങിന് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? It is already decided. Still you need to give notice. That is what the law. Section 173 എന്താ പറയുന്നത്? Even if the unanimous ഇതുണ്ടെങ്കിലും നോട്ടീസ് has to be given. Notice must be given. And that is 7 days notice. അല്ലേ? 7 days notice അല്ലേ? 7 days notice. And അതുപോലെ തന്നെ അത് എന്താണ് മറ്റേ ഷോർട്ടർ നോട്ടീസ് ആണെങ്കിൽ അപ്രൂവൽ എടുത്തേ മതിയാവും. Dhanvantari is a chairman of Risk Management Committee of Advanced Solution Limited. A meeting of the committee of directors has been scheduled to be held on 5th December at 3:10 p.m. through requisite quorum is present. Though the requisite quorum is present, Dhanvantari is not present. Can the meeting still be held or request to be adjourned? Dhanvantari ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ്.
ആ കമ്മിറ്റിയുടെ മീറ്റിംഗ് എന്താണ് 5th ഡിസംബർ 2019 3 മണിക്ക് നടന്നു. 3:10 ആയപ്പോഴേക്കും എന്ത് വന്നു? കോറം വന്നു. പക്ഷെ ധന്വന്തരി വന്നില്ല. ഒരു റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ പങ്കെടുത്തില്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസൽ ആകുമോ എന്നതാണ് ചോദ്യം. ക്യാൻസൽ ആകുമോ? ഇല്ല. എന്താ ഉണ്ടാവുക? 5 മിനിറ്റിനുള്ളിൽ, അതായത് 5 minutes ആണ് കേട്ടോ. കമ്മിറ്റികൾക്കൊക്കെ 5 minutes ആണ്. വിതിൻ 5 minutes ദ ചെയർമാൻ ഈസ് നോട്ട് പ്രസന്റ്, സെക്ഷൻ 173 സെക്ഷൻ റെഗുലേഷൻ 72 ടേബിൾ എഫ്, സെക്ഷൻ 173 SS1. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ടേബിൾ എഫ് ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ ടേബിൾ എഫ് ആണ് ആർട്ടിക്കിൾസ് കേട്ടോ. അത്രയും കാലിച്ചാൽ മതി. ടേബിൾ എഫ്. അപ്പോൾ എന്താ പറയണത്? ഇഫ് ദ ചെയർമാൻ ഈസ് നോട്ട് പ്രസന്റ് വിതിൻ 5 minutes ഓഫ് ദ മീറ്റിംഗ്, then what can be done? Members present can elect a chairman for the meeting. അല്ലേ? SS1 പറയുന്നത് എന്താണ്? In accordance with the act or the law shall conduct the meeting of the committee. If no chairman has been so elected or the elected chairman is unable to attend the meeting, the committee shall elect one of its members to chair and conduct the meeting of the committee unless otherwise provided in the article. Then, in the present case, the chairman is not present within 5 minutes. That even 310 he is not present. So, members present can definitely elect a person as chairman, conduct the meeting. There is no requirement for adjourning the meeting. There is no necessity. ഈ ചോദ്യങ്ങളൊന്നും ഉത്തരത്തിന് വേണ്ടി എവിടെ അന്വേഷിച്ച് പോകരുത്, ഞെട്ടരുത് കേട്ടോ. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സെക്യൂർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം? ഇത് നിങ്ങൾ JIGL ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പഠിക്കുന്ന സാധനമാണ്. വാട്ട് ഈസ് സെക്യൂർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതേ തന്നെ ഇവിടെ ജനറൽ മീറ്റിങ്ങോ ബോർഡ് മീറ്റിങ്ങോ ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ നടത്തുന്ന സമയത്ത് കമ്പനി സെക്രട്ടറി ഒരു മീറ്റിംഗ് വാലിഡ് ആയിട്ട് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്തും ഇത് തന്നെ പറയുന്നുണ്ട്. 2 സ്ഥലത്ത് അവരാജ് സാർ പറഞ്ഞ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ SS1 ഇത് ഒരു ബോർഡ് മീറ്റിംഗ് ആണ്. ഇത് ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ച് സ്പെസിഫിക്കലി താഴത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ബോർഡ് മീറ്റിങ്ങിന് റിലവൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 173 പറയുക, SS1 പറയുക, ടേബിൾ എഫ് പറയുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ടേബിൾ എഫ് പറയുന്നത്? ഒരു ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനിയുടെ ആർട്ടിക്കിൾസിൻ്റെ ഡിഫോൾട്ട് ഫോമാണത്. ഓക്കെ. SS1 പറയുന്നത് എന്താണ്? സെക്യൂർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് റീസണബിളി സെക്യൂർ against unauthorized access and misuse. Reasonably secure. 100% secure എന്ന് വാക്കൊന്നും ഉപയോഗിച്ചരുത്, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. Reasonably secure from unauthorized access and misuse. Provide a reasonable level of reliability and correct operation. Are reasonably suited to performing the intended function. Adhere to generally accepted security procedures. ഇതാണ് എന്ത് പറയുന്നത്? ഈ സെക്യൂർ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. X is a company secretary of XYZ Limited. He is of the opinion that the notice, agenda and notes on agenda of the meeting should be sent only to alternate director and not to the original director. നിങ്ങളുടെ കമ്പനി സെക്രട്ടറി പറയുന്നു, നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഒരു ഡയറക്ടർക്ക് വേണ്ടി ആൾട്ടർനേറ്റ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ഡയറക്ടർക്ക് മാത്രമേ നോട്ടീസും അജണ്ടയൊക്കെ അയക്കേണ്ടതുള്ളൂ, ഒറിജിനൽ ഡയറക്ടർക്ക് അയക്കേണ്ടി വരില്ല, അയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ആൾട്ടർനേറ്റ് ഡയറക്ടർ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണത്. എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ആൾട്ടർനേറ്റ് ഡയറക്ടർ ഉണ്ടെങ്കിൽ പോലും ഒറിജിനൽ ഡയറക്ടർ റിട്ടയർ ആയി പോയിട്ടില്ല, റിസൈൻ ചെയ്ത് പോയിട്ടില്ല, റിമൂവ്ഡ് ആയിട്ടില്ല. സോ ദർ ഇസ് നോ പ്രൊവിഷൻ ഇൻ ദ കമ്പനി ലോ റിസ്ട്രിക്റ്റിംഗ് ദ dispatch of notice to original director. So you're supposed to send the notice and agenda to both the directors. If the original director want to attend the meeting, he can attend. The alternate director, the moment he attends, that it is like a proxy. Alternate director is as good as a proxy for the original director. It has to be sent to him. മനസ്സിലായല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രോക്സി എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് വി കൻ ട്രീറ്റ് the alternate director as a proxy for the director who is not able to attend the meeting, continuously attend the meeting. So this particular proxy, usually in the case of general meeting, will be appointed by the member. It is appointed by the company. This particular alternate director is appointed by the company. So see, as the notice, the original director is not removed, disqualified or resigned, the notice has to be sent to him. And as per the provisions of Companies Act, it is clearly said that the original director, if he comes back and start attend the meeting, the alternate director is considered to be removed from the position or resigned from the position. Okay, so
It has to be sent to him and both the addresses given by both the directors. Clear അല്ലേ ഞാൻ പറഞ്ഞത് അക്ഷാത്മിക അല്ലേ? രാജ്ദീപ് ഡയറക്ടറാണ് ആ ഒരു കമ്പനിയുടെ. അദ്ദേഹത്തിന്റെ ആ കമ്പനിയുടെ ഓഗസ്റ്റ് 2021 നടക്കാവുന്ന ഒരു ബോർഡ് മീറ്റിംഗ് വീഡിയോ കോൺഫറൻസിംഗിൽ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നു. He declared his intention for participation in a scheduled meeting through video conferencing mode to company in July. ജൂലൈയിൽ തന്നെ അദ്ദേഹം കമ്പനിയോട് ഇൻഫോം ചെയ്തു, ഓഗസ്റ്റിലെ മീറ്റിംഗ് ഞാൻ വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുക്കുള്ളൂ. The chairman of the meeting has informed Rajiv that he has to inform at least 3 months in advance. ചെയർമാൻ പറഞ്ഞു ഇയാളോട്, നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ മാസം പറഞ്ഞാൽ പോരാ, നിങ്ങൾ 3 മാസം മുമ്പെങ്കിലും ഞങ്ങളെ ഇൻഫോം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു പ്രൊവിഷൻ എവിടെയെങ്കിലും കമ്പനീസ് ആക്ടിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ത്, നമ്മൾ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ നമ്മൾ അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ നമ്മൾ ഇൻഫോം ചെയ്യാണ് നമ്മൾ എല്ലാ മീറ്റിംഗിലും വീഡിയോ കോൺഫറൻസിംഗിലെ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കമ്പനി can consider that this gentleman will attend the meeting only by video. That's only provision what we can see from the Companies Act and relevant rules and regulations. No other provision we could see. Anyway, the provisions of conducting board meeting through video conferencing rule 3 പറയുന്നത് ഡയറക്ടർ can attend electronically എന്ന മീറ്റിംഗിൽ പറയുന്നുണ്ട്. ഓരോ കലണ്ടർ ഇയറും തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ ഇൻറ്റിമേറ്റ്, ഒരു ഡയറക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഇന്റൻഷൻ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് അയാൾക്ക് കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻറ്റിമേറ്റ് ചെയ്താൽ അത് ഒരു വർഷത്തിന് വാലിഡ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. SS1 പറയുന്നത് നോട്ടീസ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ഷാൾ ഇൻഫോം ദ ഡയറക്ടേഴ്സ്. SS1 പറയുന്നത് ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം ഈ ഡയറക്ടേഴ്സിന് അവർക്ക് വീഡിയോ കോൺഫറൻസ് വഴി മീറ്റിംഗ് പങ്കെടുക്കാമെന്നും അവർ നമ്മളെ ഇൻഫോം ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, എന്ത് നോട്ടീസ്. അപ്പോൾ നോട്ടീസ് എത്ര ദിവസം മുമ്പ് ഇൻഫോം ചെയ്യുക? 7 ദിവസം മുമ്പ്. അപ്പോൾ 7 ദിവസം ഉള്ളിലെങ്കിലും ഇൻഫോം ചെയ്താൽ മതിയാവും. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയേ? Then a director intending to participate video conferencing or audio visual means shall communicate his intention to the chairperson or the company secretary. If the director intends to participate through video conferencing or audio visual means, he shall give prior intimation to the effect that sufficiently in advance so that the company is able to make suitable arrangements. ഈ അറേഞ്ച്മെന്റ് ചെയ്യാൻ കമ്പനിക്ക് സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അഡ്വാൻസ് ഇൻഫർമേഷൻ കൊടുക്കണം. ഇത് രൂപക് ഗുപ്ത വേഴ്സസ് യു പി ഹോട്ടൽസ് കേസിൽ പറഞ്ഞതാണ്. എന്താണ്? ഡസ് നോട്ട് ഇന്റൻഡ് ടു സേ ദാറ്റ് ഇഫ് an intimation to participate in a meeting through electronic mode is not given at the beginning of the year, the directors are not entitled to participate any meeting through electronic mode. അതായത് ഈ ചോദ്യം ഉണ്ടായിരുന്നത് കാരണം കമ്പനീസ് ആക്ടിന്റെ റൂൾസിൽ ബോർഡ് മീറ്റിംഗിന്റെ റൂൾസ് 3 പറയുന്നത് കലണ്ടറിന്റെ ആദ്യം നിങ്ങൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ വേറെ നോട്ടീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല വീഡിയോ കോൺഫറൻസിങ് വഴി മീറ്റിംഗിൽ പങ്കെടുക്കാൻ. ഇതിന്റെ അർത്ഥം ഇതാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ്, നിങ്ങൾ ആ ഒരു കൊല്ലം കലണ്ടർ ഇയറിന്റെ ആദ്യം നിങ്ങൾ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ ആ വർഷം മുഴുവനും നിങ്ങൾക്ക് ഓഡിയോ വിഷ്വൽ മെത്തേഡിലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. NCLT പറഞ്ഞത് എന്താണ്, പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, അതല്ല ഇതിന്റെ ഇന്റൻഷൻ. സോ ഒരു ഡയറക്ടർ എന്താണ്, ഡസ് നോട്ട് ഗിവ് ഇൻറ്റിമേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കലണ്ടർ ഇയർ, അയാൾക്ക് ഒരിക്കലും പിന്നെ ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സോ ആ ആക്ഷൻ്റെ ചെയർമാൻ്റെ ആക്ഷൻ ഇൻവാലിഡ് ആണ്. കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ തന്നെ പറയുന്നുണ്ട്, ഒരു കമ്പനിയുടെ നോട്ടീസിലാണ് പറയേണ്ടത് ആരൊക്കെയാണോ ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ കമ്പനിയെ ഇൻഫോം ചെയ്യണമെന്ന്. അതുകൊണ്ട് ഷഫ്ന, ഞാൻ എന്താ പറഞ്ഞ ഇപ്പം അങ്ങനെ 3 മാസം മുമ്പ് ഇൻഫോം ചെയ്യണമെന്നോ 1 കൊല്ലം മുമ്പ് ഇൻഫോം ചെയ്യണമെന്നോ 15 ദിവസം മുമ്പ് ഇൻഫോം ചെയ്യണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒറ്റ വാക്കാണ് നമ്മളതിൽ കാണുന്നത്. ഒന്ന്, നോട്ടീസിൽ പറഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു സംവിധാനമുണ്ടെന്ന്. 2, സഫീഷ്യൻറ്റ് ടൈം കൊടുക്കണം കമ്പനിക്ക് അറേഞ്ച്മെന്റ്. അതിന് അങ്ങനെയുള്ള ഒരു സഫീഷ്യൻറ്റ് ടൈമിന് മുമ്പെങ്കിലും നിങ്ങൾ നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ 2 പ്രൊവിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ ചെയർമാൻ്റെ ആക്ഷൻ ശരിയാണോ? അല്ല. നിങ്ങൾ ഇങ്ങനെ എഴുതണം കേട്ടോ. ഇത് ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ ഒരു ആംഗിളിലാണ് ചോദിക്കുന്നത്. ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് അസുഖമാണ്, അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് ട്രീറ്റ്മെൻറ്റിലാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നു ഇനി മുതൽ അയാൾക്ക് എന്ത് ചെയ്യില്ല, ഒരു 3 മീറ്റിംഗ് ഇയാൾ ആബ്സെൻ്റ് ആയ സമയത്ത് നടന്നു, ഈ 3 മീറ്റിങ്ങിനും ഇനി നോട്ടീസ് അയക്കണ്ട എന്ന് ബോർഡ് തീരുമാനിക്കുന്നു. ഇത് ഡിഫോൾട്ടാണ്. നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട അക്ഷയ, ഒന്നും ആലോചിക്കണ്ട.
കാരണം ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് എല്ലാം നമ്മൾ പഠിച്ചില്ലേ, ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ഡയറക്ടർക്ക് നോട്ടീസ് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. സോ യു ഹാവ് നോ പ്രൊവിഷൻ ഇൻ ദ കമ്പനീസ് ആക്ട് ഓർ റിലവന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെസ്ട്രിക്റ്റിംഗ് യു ടു സെൻഡിങ് നോട്ടീസ് ടു whom the directors. So there is no provision in the Companies Act. You supposed to send. You have to send. Even if that gentleman is out of country for medical treatment, you supposed to send the notice. If you are not sending the notice, the company will be liable for a penalty as well as every officer in default is liable for 25,000 rupees penalty. So you have to send. Clear അല്ലേ ഞാൻ പറഞ്ഞത്? ഈ ഓഫീസർ ഇൻ ഡിഫോൾട്ട് എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് 2 subsection 60 എന്ന് ബ്രാക്കറ്റ് എഴുതണം. അതിന് വേണ്ടി ഐസർ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നത്. ഇനി ഒരു ഡയറക്ടർ നിങ്ങളോട് പറയുന്നു, സർ അടുത്ത മീറ്റിങ്ങിന് എനിക്ക് നോട്ടീസ് അയക്കണ്ട, ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അയാൾക്ക് നോട്ടീസ് അയക്കണോ? നിങ്ങളെ വിളിച്ചു പറയുന്നു, നിങ്ങളെ ഇൻ റൈറ്റിംഗ് ഇൻഫോം ചെയ്യുന്നു, ദ മാനേജിംഗ് ഡയറക്ടർ ഓർ ദ ചെയർമാൻ ഓർ ദ കമ്പനി സെക്രട്ടറി, ഐ ആം ദ ഡയറക്ടർ, ഐ എം സേയിങ് ദാറ്റ് സോറി സർ, the next board meeting is going to be conducted on I know that it is going to be conducted in the December or January, and December and January I am going out of station. There is no necessity to send the notice because nobody will be at my home to receive the notice. Please don't send the notice. Do you have to send? You have to send. Even if you categorically say that I don't want the notice, you have to send, because Companies Act അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഇതാണ് നിയമത്തിന്റെ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അത് ആ നോട്ടീസ് ഡെഫിനറ്റ് ആയിട്ടും എന്ത് ചെയ്യണം, അത് അയച്ചേ മതിയാവും. ക്ലിയർ അല്ലേ? ഇനി ഒരു നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാം? 10 ഡയറക്ടേഴ്സാണ് നിങ്ങളുടെ കമ്പനിയിൽ. അരുന്ധതി ഒരു പർട്ടിക്കുലർ ഡയറക്ടർക്ക് നോട്ടീസ് കൊടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അയാൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അയച്ച് കാശുകൾ എൻ്റെ വെച്ചാൽ അയച്ചില്ല നമ്മൾ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബോർഡ് മീറ്റിംഗ്? Whatever decision taken in the meeting will become invalid. What I said? Invalid. No ratification possible. കാരണം without sending the notice, the meeting cannot be conducted. If the meeting cannot be conducted, how can you ratify it? So the resolutions are invalid. Clear? Parameshwari Prasad Gupta versus Union of India കേസിൽ അഭിലാഷ് പറഞ്ഞ കാര്യം നടന്നത്. എത്രയാ ഒരു മീറ്റിംഗ് അങ്ങനെ നോട്ടീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഡയറക്ടർക്ക് നോട്ടീസ് ഇല്ലാതെ നടത്തിയാൽ എത്ര പെനാൽറ്റി? 25,000 രൂപ. ആർക്കാ കിട്ടാ? സെക്ഷൻ 2 സബ്സെക്ഷൻ 60. ഇതൊരു ചോദ്യം. ദ കമ്പനി സെക്രട്ടറി ആൻഡ് ചെയർപേഴ്സൺ ഷാൾ ടേക്ക് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ വൈൽ ഹാൻഡ്ലിംഗ് വെർച്വൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ചെയർമാനും കമ്പനി സെക്രട്ടറിയും പ്രോപ്പറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം. എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ സിസ്റ്റംസും ഉണ്ടായിരിക്കണം, എല്ലാ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, പേഴ്സണൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം, കോറം കണ്ടിന്യൂസ് ആയിട്ട് പ്രസന്റ് ആണെന്ന് ഉറപ്പുവരുത്തണം, സിസ്റ്റം സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഹാക്ക് ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തണം, അയാളൊപ്പം വേറെ ആരും പങ്കെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അയാൾക്ക് ക്ലാരിറ്റി കുറവ് അയാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ആ ബോർഡ് മീറ്റിംഗ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അത് ഫ്യൂച്ചർ റെക്കോർഡ്സിന് അവൈലബിൾ ആയിരിക്കണം. അതിന് ആ റെക്കോർഡ് ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മിനിറ്റ്സ് എഴുതേണ്ടത്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യണം, അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ വീഡിയോ കോൺഫറൻസിങ് ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, റെക്കോർഡ് ചെയ്യുക, അത് സേഫ് കീപ്പ് ചെയ്യുക, അതുപോലെ അയാളല്ലാണ്ട് വേറൊരാളും പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉണ്ടാവേണ്ടത്. ക്ലിയർ അല്ലേ സാർ പറഞ്ഞത്? ഇങ്ങനെ വെച്ച് ആദ്യം ചോദിക്കുകയാണ്, വെർച്വൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക് മോഡ് എന്നുള്ള വാക്കിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? റോൾ കാൾ എന്ന വാക്കിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചേ, ചുമ്മാ ഒന്ന് പറയാൻ ശ്രമിച്ചേ. വാട്ട് ഈസ് ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് മോഡ് അല്ലേ? പ്രോപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി നമ്മൾ നടത്തുകയാണെങ്കിൽ ഇലക്ട്രോണിക് മോഡ് എന്ന് പറയുന്നു. അത് ഓഡിയോ വിഷ്വൽ മെത്തേഡ് ആയിരിക്കണം, കാണുന്നതും കേൾക്കുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഓഡിയോ വിഷ്വൽ മീറ്റിംഗ്, ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഓഡിയോ മീറ്റിംഗ്, then there should be a proper audio things and proper secured audio things should be there. And visual means ഓഡിയോ വിഷ്വൽ ആണെങ്കിൽ അതിന് പ്രോപ്പർ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ യു ഹാവ് ടു റൈറ്റ്. ഇത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, രണ്ടും കൂടെ 2.5 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ ഒരു അര പേജിന്റെ ആണ് നിങ്ങൾ എഴുതേണ്ടത്. മാക്സിമം എഴുതാൻ, അതിൻ്റെ അപ്പുറം എഴുതണ്ട. വാട്ട് ഈസ് റോൾ കോൾ? റോൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റോൾ കോൾ പറയും കേൾക്കട്ടെ. അശ്വിനി ഹാജർ സാർ, അഷാത്മിക ഹാജർ സാർ, അങ്ങനെ പറഞ്ഞായിരുന്നില്ലേ?
അതേപോലെ ആ ഡയറക്ടർ ഏതൊക്കെ ഡയറക്ടറാണോ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് അയാൾ അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയർമാൻ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ചെയർമാൻ്റെ ഇൻസ്ട്രക്ഷനോടുകൂടി കമ്പനി സെക്രട്ടറി നടത്തുന്നതാണ് എന്ത് റോൾ കോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ മീറ്റിംഗ് തുടങ്ങുമ്പോഴും എന്ത് ചെയ്യണം? ഒരു റോൾ കോൾ എടുക്കണം അല്ലേ? ആ റോൾ കോൾ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആളുടെ പേര്, അഡ്രസ്സ്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് അയാൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് കൺഫേം ചെയ്യണം. അയാൾക്ക് അജണ്ട കിട്ടിയോ എന്ന് ചോദിക്കണം. സാർ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റ്സും നോട്ടീസ് കിട്ടിയോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഡിഡ് യു റിസീവ്? യെസ്. റെക്കോർഡ് ചെയ്തേക്കണം. നാളെ ആൾ വന്ന് പറയാതെ എനിക്ക് കിട്ടിയില്ലാന്ന് 25,000 രൂപ കയ്യിൽ നിന്ന് പോണ കേസാണ്. ദെൻ ദാറ്റ് നോ വൺ അതർ ദാൻ ദ കൺസേൺ ഡയറക്ടർ ഈസ് അറ്റൻഡ് ദ മീറ്റിംഗ്. അത് കൺഫേം ചെയ്യണം. സാറിൻ്റെ അടുത്ത് സാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മളോട് നമ്മുടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത്, നമ്മുടെ CSE എക്സാം നടത്തുന്ന സമയത്ത് നോക്കാറില്ലേ ഇവര്? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഒരു കമ്പനിക്ക് ഇതിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു തിയററ്റിക്കൽ ബേസിൽ നിന്നും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ബേസിലേക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ സ്മൂത്ത് ചോദ്യങ്ങളായിരിക്കും. ഒന്ന് ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ച് ഓർത്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂട്ടോ, ഒരു പേടിയും പഠിക്കരുത്. ഒരു കമ്പനിക്ക് 13 കോടി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അവരെന്ത് ചെയ്യാൻ പറ്റുന്നു? അവരൊരു ബോർഡ് മീറ്റിംഗ് 12th ഡിസംബറിന് നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇവരുടെ മാനേജിംഗ് ഡയറക്ടർ വാണ്ട്സ് ടു നോ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. മാനേജിംഗ് ഡയറക്ടർ 2013 കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയാണ് നോട്ടീസ് അല്ലെങ്കിൽ നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. 1. The date before which the notice needs to be served either by electronic mode or by post. ഇലക്ട്രോണിക് മോഡോ അല്ലെങ്കിൽ പോസ്റ്റോ അയക്കുകയാണെങ്കിൽ എന്നാണ് ഈ നോട്ടീസ് അയക്കേണ്ടത്? നമ്മൾ മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത് 12 ഡിസംബർ 2022 അപ്പോൾ 12 ഒഴിവാക്കണം. ദെൻ നോട്ടീസ് അയക്കുന്ന ദിവസവും ഒഴിവാക്കണം കേട്ടോ. ദെൻ അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇഫ് ദ കമ്പനി ബൈ പോസ്റ്റ് എന്ന് പറയുമ്പോൾ 48 hours എക്സ്ട്രാ കേട്ടോ. ഇഫ് ദ കമ്പനി ഹാസ് എ പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റ് ഓഫ് 12th every alternate month for its board meeting unless otherwise changed, should the notice to be sent every time. എല്ലാ 2 മാസം കൂടുമ്പോഴും 12-ാം തീയതി ബോർഡ് മീറ്റിംഗ് നടത്താമെന്ന് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നോട്ടീസ് അയക്കേണ്ട കാര്യമുണ്ടോ? രണ്ടാമത് ചോദ്യം നിങ്ങളുടെ മുമ്പിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. 3 എന്താണ്? ഇൻ കേസ് ഓഫ് അർജന്റ് എക്സിജൻസി ക്യാൻ എ ബോർഡ് മീറ്റിംഗ് ബി കൺവീൻഡ് അറ്റ് എ ഷോർട്ടർ നോട്ടീസ് ടു ദ ഡയറക്ടേഴ്സ്. അത്യാവശ്യം ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷോർട്ടർ നോട്ടീസ് മീറ്റിംഗ് നടത്താൻ പറ്റുമോ? പറ്റും, നമുക്കറിയാതൊക്കെ അല്ലേ. കുഡ് ദ നോട്ടീസ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ബി ഇഷ്യൂഡ് സെൻഡ് ബൈ എനി പേഴ്സൺ ഇൻ ദ കമ്പനി ടു ദ ഡയറക്ടേഴ്സ്. ആരാണ് നോട്ടീസ് അയക്കേണ്ടത്? നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു ജനറൽ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ നോട്ടീസ് അയക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു റെസൊല്യൂഷൻ എന്താ ബോർഡ് മീറ്റിംഗിൽ ഉണ്ടാവുക? ജനറൽ മീറ്റിംഗിന് വേണ്ടി നടത്തുന്ന ബോർഡ് മീറ്റിംഗിൽ ഓതറൈസിംഗ് ദ കമ്പനി സെക്രട്ടറി ഓർ എ ഡയറക്ടർ ടു സെൻഡ് ദ നോട്ടീസ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? ഓക്കെ ഡൺ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഒരു മിനിമം 7 ദിവസത്തെ നോട്ടീസാണ് കൊടുക്കേണ്ടത്. നമ്മൾ 7 ദിവസത്തെ ആണ് എന്താണ് ആ SS1 പറയുന്നത്. അഥവാ നിങ്ങൾ ഇലക്ട്രോണിക് ആണെങ്കിൽ 7 days നോട്ടീസ് കൊടുക്കണം. അതേസമയം നിങ്ങൾ പോസ്റ്റാണ് അയക്കുന്നതെങ്കിൽ അഡീഷണൽ 2 days ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്യണം. Thus the company intends to hold a meeting on 12th December. Notice must be sent before 3rd December if notice is sent by post. If the notice is sent by electronic mode, 5-ാം തീയതിയെങ്കിലും അയച്ചിരിക്കണം. 7 days വേണം കേട്ടോ. ദെൻ ആസ് പെർ SS1 നോട്ടീസ് എന്താ ചെയ്യേണ്ടത്? പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റിലാണെങ്കിലും നിങ്ങൾ നോട്ടീസ് അയച്ചേ മതിയാവൂ. A meeting of the meeting board can be called on shorter notice if everybody is appointed. Means എല്ലാവരും 95% ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ. അതിന് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉള്ള കമ്പനി ആണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. അയാൾ ആ മീറ്റിംഗിൽ ഇതെഴുതണം. അയാൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം റെസൊല്യൂഷൻ ആർക്ക് അയച്ചു കൊടുക്കണം? ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അയച്ചു അയാൾ റാറ്റിഫൈ ചെയ്യണം. ക്ലിയർ അല്ലേ? ഗുഡ്. As per SS1, the notice of the board meeting has to be issued by the company secretary, or there is no company secretary, a director, or any other authorized person. So any other authorized person also can be sent. Company secretary or director or any other person who is authorized to send the notice can send the notice. Is it clear? ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ആണ്. അതിൽ 3 ഡയറക്ടേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. മൊത്തം 11 ഡയറക്ടറാണ് ഈ കമ്പനിയിൽ. ഇതിൽ 3 പേരും ഈ കമ്പനിയുടെ അജണ്ടയുമായി യാതൊരു വിധത്തിലും റിലേറ്റഡ് അല്ല. എക്സാമിൻ്റെ വാലിഡിറ്റി 11 ആൾക്കാരുണ്ട് നിങ്ങളുടെ ബോർഡിൽ. 3 പേര് അറ്റൻഡ് ഇരിക്കുന്നു. ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാരാണ്. അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല. മീൻസ് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും ഇല്ല.
ചോദിക്കുന്നത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? സെക്ഷൻ 174 ആണ് ചോദിക്കുന്നത്. എന്താ 174 പറയുന്നത്? ബോർഡ് മീറ്റിംഗിന്റെ കോറത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? കോറം ഫോർ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഫ്രാക്ഷൻ അപ് ടു നെക്സ്റ്റ്, റൗണ്ടഡ് അപ് ടു നെക്സ്റ്റ്. അതായത് 1/3 ആണ് വേണ്ടത്, ഫ്രാക്ഷനൊക്കെ നെക്സ്റ്റ് നമ്പറിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ആൻഡ് ഓർ 2 ഡയറക്ടേഴ്സ് കേട്ടോ. എന്താണ്? ഷാൽ ബി ഹയർ ഓഫ് ദ ഫോളോയിങ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. ഇതാണ് നമുക്ക് വേണ്ട കോറം. ആർട്ടിക്കിൾസിന് വേണമെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയ ഒരു കോറം പറയാവുന്നതാണ്. ഇതല്ലാതെ ഒരു കൂടുതൽ കോറം വേണമെങ്കിൽ ആർട്ടിക്കിളിന് പറയാം. രാജ് സാർ ഈ ഒരു ഏരിയ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? സെക്ഷൻ 174 പറയുന്നത് കോറം ഓഫ് ദ ബോർഡ് മീറ്റിംഗ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. ഈ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് അത് എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. ഏത് നമ്പറിലേക്കാണ്? നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ക്ലിയർ ആണേ? And if the article provides for a higher number, then it has to be higher number. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പ്രോക്സി രാജ് സർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു പ്രോക്സി അയക്കാൻ കമ്പനി ലോ പറയുന്നത് 48 ദിവസം മുമ്പെങ്കിലും സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ആർട്ടിക്കിൾ പറയുന്നു 72 മണിക്കൂർ. ഏതാണ് വാലിഡ്? 72 hours ആണോ 48 മണിക്കൂറാണോ? നമ്മൾ അന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ആർട്ടിക്കിൾസിന് ഒരിക്കലും ഒരു എക്സ്റ്റെൻഡഡ് ടൈം പ്രോക്സിക്ക് പറയാൻ പറ്റില്ല. അത് 48 മണിക്കൂർ തന്നെയാണ് കേട്ടോ. നമ്മളൊരു കേസിലും പഠിച്ചതാണ്. നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ആർട്ടിക്കിൾ 72 മണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ അയാൾ 48 മണിക്കൂർ മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് സബ്മിഷനാണ്. ഓക്കെ, ഒന്ന് അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ റിലേറ്റഡ് അല്ല. The total strength shall not include directors whose place is absent, vacant. അതായത് നമുക്ക് 12 ഡയറക്ടേഴ്സ് ആണുള്ളത്. 2 ഡയറക്ടേഴ്സ് മരിച്ചുപോയി, 10 ഡയറക്ടേഴ്സ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ കോറം എവിടുന്നാ കണക്കാക്കുക എന്നാണ്. കോറം കണക്കാക്കുന്നത് 10 നിന്നാണ്, 12 നിന്നല്ല. ടോട്ടൽ സ്ട്രെങ്ത് അതല്ല. ഇൻ ഗിവൺ കേസ് ദർ ആർ ഓൺലി 11 ഡയറക്ടേഴ്സ്. 11 ഡയറക്ടേഴ്സിന്റെ 1/3 എത്രയാണ്? കംസ് ടു 4, ദാറ്റ് ഈസ് 3.67 ആണ്. അപ്പോൾ 4 ഡയറക്ടേഴ്സ് വേണം. Thus, at least 4 directors must be present at the board meeting. However, only 3 directors are present, so the meeting cannot be conducted. Clear അല്ലേ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ്. ഇതെല്ലാ പോയിന്റും ക്ലിയർ ആയി ഷഫ്ന. എല്ലാം ബോർഡ് മീറ്റിംഗിന്റെ കോറത്തെ കുറിച്ച്. കോറം പറയുന്നത് സെക്ഷൻ 174 ഡിസ്ഇൻട്രസ്റ്റഡ് കോറമാണ്. വേക്കൻ്റ് ആയ സ്ഥലം നമ്മൾ കണക്കാക്കില്ല. പ്രസന്റ് ആയ ആൾക്കാർ മാത്രം, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അവർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഫ്രാക്ഷൻ വന്നാൽ നെക്സ്റ്റ് നമ്പറിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ വരുന്ന നമ്പറിനെ ഒരിക്കലും എന്തായിട്ട് കണക്കാക്കില്ല, മീറ്റിംഗ് ആയിട്ട് കണക്കാക്കില്ല. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സ് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 11ന്റെ 1/3 എന്ന് പറയുന്നത് 3.67 ആണ്. 3.67 നമ്മൾ കണക്കാക്കിയത് 4 ആണ്. നിങ്ങളുടെ കമ്പനിയിൽ 3 പേരാണ് മീറ്റിംഗിൽ 3 പേരാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആ മീറ്റിംഗ് വാലിഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് ഇൻട്രസ്റ്റഡ് കോറം, ഡിസ്ഇൻട്രസ്റ്റഡ് കോറം എന്ന ടോപ്പിക്കിലാണ്. ഇൻ എ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓൺലി 7 ഡയറക്ടേഴ്സ് വർ പ്രസന്റ് ഓൺ ദ ടോട്ടൽ നമ്പർ ഓഫ് 11 ഡയറക്ടേഴ്സ്. നിങ്ങളുടെ മീറ്റിംഗിൽ കമ്പനിയിൽ 11 ഡയറക്ടേഴ്സ് ആണുള്ളത്. അതിൽ 7 ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ പ്രസന്റ് ആണ്. പക്ഷേ അതിൽ 2 പേര് മാത്രമാണ് ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. എന്താണ് ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ? ആ പെർട്ടിക്കുലർ റെസൊല്യൂഷനിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ 2 പേരേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ മീറ്റിംഗ് നടത്തുക. Quorum means number of directors whose presence is necessary to hold a meeting. ബോർഡ് മീറ്റിംഗിന്റെ കോറം ഏതിൽ അമ്മ പറയുന്ന തേജസ്വിനി? സെക്ഷൻ 174. നമ്മൾ മറക്കില്ലാലോ ഇത്. 173 സെക്ഷൻ 174 കേട്ടോ. ബോർഡ് മീറ്റിംഗും കോറം. ഓക്കെ. ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഷാൽ ബി ഹയർ ഓഫ് ദ ഫോളോയിങ് ടു. ഏതൊക്കെയാണ്? 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ് വിൽ ബി റൗണ്ടഡ് ഓഫ് ടു നെക്സ്റ്റ് നമ്പർ ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ദ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേക്കൻ്റ് ആയ പൊസിഷനുള്ള ആൾക്കാരെ സ്ട്രെങ്ത്തിൽ കണക്കാക്കില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ദെൻ SS1 പറയുന്നത് എന്താണ്? എ ഡയറക്ടർ ഷാൽ നോട്ട് ബി റെക്കോൺ ഫോർ കോറം ഇൻ റെസ്പെക്ട് ഓഫ് എൻ ഐറ്റം ഇൻ വിച്ച് ഈസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ഷാൽ നോട്ട് ബി പ്രസന്റ് വെദർ ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ് ഡ്യൂറിംഗ് ഡിസ്കഷൻ ആൻഡ് വോട്ടിംഗ് ഓഫ് സച്ച് ഐറ്റം. എന്താ ഞാൻ പറഞ്ഞത്? നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന പുതിയൊരു സാധനമാണ്. അതായത് ഒരു കോറം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയ ആള് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അയാളെ കോറത്തിന് കണക്കാക്കില്ല. അയാൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ, ഓഡിയോ വിഷ്വൽ മെത്തേഡിലാണെങ്കിൽ പോലും അയാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സമ്മതിക്കരുത്. ക്ലിയർ ആണ് പറയണത്? അയാൾ വോട്ട് ചെയ്യാനും പാടില്ല, ഡിസ്കഷനും പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, സോ വി ഗോട്ട് ദ പോയിന്റ് നൗ.
Quorum in the case of interested directors present at the board meeting, section 174, where at any time the number of the interested directors exceeds or equal to 2/3. അതായത് ടോട്ടൽ കമ്പനിയുടെ 2/3 ഡയറക്ടേഴ്സിൻ്റെ ഈക്വൽ ആണ് അല്ലെങ്കിൽ എക്സീഡഡ് ആണ് എന്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ബാലൻസ് ഡയറക്ടേഴ്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 വിൽ ബി കോൾഡ് ആസ് കോറം. അതായത് നിങ്ങളുടെ കമ്പനിയിലെ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് നിങ്ങളുടെ കമ്പനിയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 2/3 കൂടുതലാണ് എന്ന് കരുതുക. ആ 2/3 ഡയറക്ടേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സ് നോട്ട് ലെസ് ദാൻ 2, 2ൽ കുറവല്ലാത്ത ആൾക്കാരെ ആ കമ്പനിയുടെ കോറമായിട്ട് മീറ്റിങ്ങിൻ്റെ കോറമായിട്ട് കണക്കാക്കാം. പക്ഷെ എനിക്ക് എന്താ മനസ്സിലായി, ഇതിൽ കോറം ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. അവരെന്ത് ചെയ്യണം? ഇവർ മാറ്റി നിർത്തി 2 ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഡയറക്ടേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവർക്ക് വേണമെങ്കിൽ കോറമാകാം അല്ലേ? ദെൻ ഇവിടെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ് ദ 7 ഇവിടെ ആസ് പെർ ദ ഫാക്ട്സ് ഗിവൺ ഇൻ ദ കേസ് നിങ്ങളുടെ 2/3 ഡയറക്ടേഴ്സ് എത്രയാ? 8 പേരാണ്. 8 പേരല്ലേ 2/3 വരിക? ആണോ? ആണ്. 2/3 എന്ന് പറഞ്ഞാൽ 8 പേരാണ്. കാരണം 7 ബ്ലാബ്ലാ ആണ് വരുന്നത്. 7.4 എത്രയാണ് വരുന്നത്? 7.66 12 7.24 3.62 ആണെങ്കിൽ 7.24 ആ 7.24 എന്ന് പറയാം. അപ്പോൾ എത്രയായിട്ട് കണക്കാക്കുന്ന പറഞ്ഞേ? 8 ആയിട്ട് കണക്കാക്കും. അപ്പോൾ 8 പേരാണ് നിങ്ങളുടെ 2/3. നിങ്ങളുടെ മീറ്റിങ്ങിൽ എത്ര പേര് പ്രസന്റ് ഉണ്ട്? ഈ പ്രോബ്ലത്തോട് നിങ്ങളുടെ എല്ലാ ക്ലാരിറ്റിയും തന്നു. ഈ അന്ന് അതുല്യ സർ ഇവിടുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ 5ന്റെ 0.5ന്റെ താഴെയാണെങ്കിൽ താഴോട്ടാണോ മുകളിലേക്കാണ് ചോദ്യം. ആ ചോദ്യം ഉത്തരം ഞാൻ അന്ന് അഫർമേറ്റീവായിട്ട് പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇവിടെ വരുന്നത് 2/3 എന്ന് പറയുന്നത് 7.33 ആണ്. 2/3 അതിനെ നമ്മൾ 8 ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സംശയവും വേണ്ട. നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. എന്താ പറഞ്ഞേ? നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ദെൻ കോറം ഇസ് ഇൻ ദ കോറം പറയുന്നത് 2/3 is 8 rounded up to next one. Then in the meeting 7 directors are present. Out of them 2 directors in disinterested ആണ്. അപ്പോൾ 5 പേരാണ് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരുള്ളൂ. അപ്പോൾ ഈ കമ്പനിയുടെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ 2/3 കൂടുതലുണ്ടോ? ഇല്ല. 2/3 കൂടുതലില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ 174ന്റെ പ്രൊവിഷൻ സാറ്റിസ്ഫൈഡ് ആയില്ല. ഈ 2 ഡയറക്ടേഴ്സിനെ എന്തായിട്ട് കണക്കാക്കില്ല? കോറമായിട്ട് കണക്കാക്കില്ല. ഐ എം മേക്കിംഗ് മൈ പോയിന്റ് വൺ മോർ ടൈം ക്ലിയർ കേട്ടോ. ഇതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സെക്ഷൻ 174 ആണ് കോറത്തെ കുറിച്ച് പറയുന്നത്. കോറത്തിൽ പറയുന്നത് 174ൽ പറയുന്നത് ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരും ഡിസിൻട്രസ്റ്റഡ് ആയ ഡയറക്ടേഴ്സും മീറ്റിംഗിൽ പ്രസന്റ് ആണെന്ന് കരുതുക. ഡിസിൻട്രസ്റ്റഡ് ആയ ആൾക്കാരിലെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരുള്ള സമയത്ത് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ നിങ്ങളുടെ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ എത്രയാണ്? 2/3 കൂടുതലാണെങ്കിൽ ബാലൻസ് ഉള്ള ഡയറക്ടേഴ്സ് 2ൽ കുറയാത്ത ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ മീറ്റിംഗ് വാലിഡ് ആയിട്ട് കണക്കാക്കും. ഇതാണ് പ്രൊവിഷൻ. ക്ലിയർ? ഇപ്പൊ ഈ മീറ്റിംഗിൽ 8 പേര് അല്ലെങ്കിൽ 9 പേര് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ പ്രസന്റ് ആയിരുന്നുവെങ്കിൽ ഈ മീറ്റിംഗ് വാലിഡ് ആണ്. കാരണം ബാക്കി 2 പേരെ ബാക്കിയുള്ളൂ. അതേസമയം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായി? 11 ഡയറക്ടേഴ്സാണ് നിങ്ങൾക്കുള്ളത്. ആ 11 ഡയറക്ടേഴ്സിന്റെ 2/3 എന്ന് പറയുന്നത് 8 ആണ്. പക്ഷെ നിങ്ങളുടെ മീറ്റിംഗിൽ ആകെ 7 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 5 പേര് ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സും 2 പേര് ഡിസിൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 174ന്റെ ഈ പ്രൊവിഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് 2 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ മീറ്റിംഗ് വാലിഡ് ആയിട്ട് കണക്കാക്കില്ല. ക്ലിയർ ആണേ? ഇത് നിങ്ങളെ കുടുക്കാമെന്ന ചോദ്യം തന്നെയാണ്. അതായത് കുറേ കാലം മുമ്പ് ചോദിച്ച ചോദ്യം എന്നല്ല, വളരെ 2021 ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പം നമ്മൾ അതിൻ്റെ കണ്ണിങ്നെസ് അതിൽ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റാർജെൻ എന്ന് പറയുന്ന കമ്പനി അവരുടെ മീറ്റിംഗ് നടത്തുന്നു 31 ഒക്ടോബർ 2023 അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ. ദോ ദ കമ്പനി ഹാസ് 12 ഡയറക്ടേഴ്സ്. കമ്പനിക്ക് 12 ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ 5 പേര് മാത്രമാണ് മീറ്റിംഗിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദ മീറ്റിംഗ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് 2 ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു? മീറ്റിംഗിൽ നിന്നും വിട്ടുപോയി. അവർ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ മീറ്റിംഗ് ആൻഡ് റിമൈനിങ് ഡയറക്ടേഴ്സ് കാരിഡ് ഓൺ ദ പ്രൊസീഡിംഗ്. ബാക്കിയുള്ള ഡയറക്ടേഴ്സ് അവർ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം. എന്താണ്? എത്ര പേരാണ് നമ്മുടെ കമ്പനിയിൽ? 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, കോറം മീറ്റിംഗിന്റെ തുടക്കത്തിൽ മാത്രം മതിയോ? 2, ഇതിന് കണ്ടിന്യൂസ് കോറം ആവശ്യമുണ്ടോ? ഇതാണ് ചോദ്യം. ഇതിന്റെ ക്രക്സ് ഇതാണ്. ചോദ്യം ഇതാണ്. 12 ഡയറക്ടേഴ്സാണ് നിങ്ങളുടെ മീറ്റിങ്ങിലുള്ളത്. 5 പേര് പങ്കെടുത്തു. 5 പേരെന്ന് പറയുമ്പോൾ 1/3 ഷുഡ് ബി പ്രസന്റ്. 3 4 12. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും 5 പേര് പങ്കെടുത്താൽ മതി. മീറ്റിംഗ് തുടക്കത്തിൽ കോറമുണ്ട്. എന്നാൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേര് ഇറങ്ങിപ്പോയി. കോറം കുറഞ്ഞില്ലേ?
മൂന്ന് പേരായില്ലേ? ഈ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ തെറ്റുണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താ കിടക്കുന്നത്? സെക്ഷൻ 174 പറയുന്നത് കോറം ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മീറ്റിംഗ് ഓർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ മീറ്റിംഗ്. ഇതല്ലേ ചോദ്യം? ഇതല്ലേ? Quorum means the minimum number of directors whose presence is necessary for conducting the meeting. Then SS1, quorum shall be present throughout the meeting. Quorum shall be present not only at the time of commencement of the meeting but also while transacting the business. So this particular company എന്താണ് ഈ quorum, required quorum is present at the meeting but 2 directors left during the meeting. So automatically എന്താണ് ആ മീറ്റിംഗ് അഡ്ജേൺ ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം കണ്ടക്ട് ചെയ്യുന്ന ഒരു തീരുമാനങ്ങളും ആ കമ്പനിയുടെ വാലിഡ് ഡിസിഷൻസ് ആയിട്ട് കണക്കാക്കില്ല. യു ആർ ഗെറ്റിംഗ് സം കോൺഫിഡൻസ് അബൌട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോ? ഇനി 9 ഡയറക്ടേഴ്സ് ആണ് റൂഫ് ടോപ്പ് എന്ന് പറയുന്ന കമ്പനിയിലുള്ളത്. 9 ഡയറക്ടേഴ്സ് ആണ്. അതിൽ 5 പേര് ഇന്ത്യൻ നാഷണൽസ് ആണ്, 3 പേര് ഫോറിൻ റെസിഡൻസ് ആണ്, ആൻഡ് അതിലൊരാള് ഇന്ത്യൻ ഒറിജിനുമാണ്. എന്താണ് ഇന്ത്യൻ നാഷണലും ഇന്ത്യൻ ഒറിജിനും വ്യത്യാസം അറിയാമല്ലോ? ഇന്ത്യൻ നാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിസൺ, ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരൻസോ ഗ്രാൻഡ് പാരൻസോ ഒരിക്കലും എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ. Then the articles of the company stipulate that the quorum for a board meeting shall be 5 directors, of which at least 1 director shall be a foreign resident. നിങ്ങളുടെ ആർട്ടിക്കിൾസ് പറയുന്നു, വളരെ ക്രിട്ടിക്കൽ ക്വസ്റ്റൻ ആട്ടത്. നിങ്ങളുടെ ആർട്ടിക്കിൾ പറയുന്നു നിങ്ങളുടെ ബോർഡ് മീറ്റിംഗിൽ 5 ഡയറക്ടേഴ്സ് പ്രസന്റ് ആയിരിക്കണം, അതിലൊരാൾ ആരായിരിക്കണം? ഫോറിൻ റെസിഡന്റ് ആയിരിക്കണം എന്ന് പറയുന്നു. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ്, ഈ പ്രൊവിഷൻ ആർട്ടിക്കിൾസിലെ ഈ പ്രൊവിഷൻ വാലിഡ് ആണോ എന്നതാണ് ചോദ്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? സെക്ഷൻ 174 തുടങ്ങുമ്പോൾ ഐസർ പറഞ്ഞതാണ്. എന്താണ് അഭിപ്രായം? ക്യാൻ യുവർ ആർട്ടിക്കിൾ ഹാവ് എ ഡിഫറെന്റ് പ്രൊവിഷൻ ഫോർ കോറം? പറ്റുന്ന നമ്മൾ പഠിച്ചേ യുവർ ആർട്ടിക്കിൾ ക്യാൻ ഹാവ് എ ഡിഫറെന്റ് പ്രൊവിഷൻ. ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ ഇതാണ് നിങ്ങളുടെ സെക്ഷൻ 174 പ്രകാരം എന്താണ് പറയണത്? നിങ്ങളുടെ 1/3 of the directors or 2 directors, whichever is higher, is the quorum, and every fraction has to be rounded off to the next bigger number. Clear? But the article of the company may provide for higher quorum. ഇതിനേക്കാട്ടിലും കുറവല്ലാത്ത ഒരു കോറം ആർട്ടിക്കിൾസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ 5 ഡയറക്ടറാണ്, ആ കോറത്തിനെക്കാട്ടിലും കൂടുതലാണ്. Further, the articles may provide for the presence of foreign director at all meeting. Such provision should be adhered to. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി ഉണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ പ്രൊവിഷൻ ക്ലിയർ ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒരു ഫോറിൻ ഡയറക്ടർ ഉണ്ട്, അയാൾ നിർബന്ധമായും പങ്കെടുത്താൽ മാത്രമേ ആ മീറ്റിംഗ് കറക്റ്റായിട്ട് നടന്നതായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അത് വാലിഡ് ആണോ? ആ പ്രൊവിഷൻ വാലിഡ് ആണ്. ആ പ്രൊവിഷനും വാലിഡ് ആണ്. കാരണം എന്താണ്? യുവർ ആർട്ടിക്കിൾ ക്യാൻ ഹാവ് അഡീഷണൽ റിക്വയർമെന്റ്സ് ഫോർ കണ്ടക്ടിങ് ഓഫ് ബോർഡ് മീറ്റിംഗ്. അതാണല്ലോ അതിന്റെ ശരി. അപ്പോൾ ഈ 2 പ്രൊവിഷനും വാലിഡ് ആണ്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ആംഗിളിലും പറയുന്നത്. ബോർഡ് മീറ്റിംഗിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ആംഗിളും രാജേശ്വർ പറഞ്ഞു വിടും. ഒരു കോറം ഇല്ലാത്ത ബോർഡ് മീറ്റിംഗ് ഡിസോൾവ് ആകുമോ അഡ്ജേൺ ആകുമോ? ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോറം ഇല്ലാത്തത് കാരണം കൊണ്ട് മീറ്റിംഗ് ഡിസോൾവ് ചെയ്യാൻ ചെയർമാന് തീരുമാനമെടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് സെക്ഷൻ 174 പറയുന്നത്? ദ കോറം ഈസ് റിക്വയർഡ് കോറം ഈസ് നോട്ട് പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. ദ മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് അഡ്ജേൺഡ് ടു ദ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് സെയിം ഡേ, സെയിം ടൈം, സെയിം പ്ലേസ്. If in that meeting also the quorum is not present, the meeting stands cancelled. Is it clear? Adjourned meeting adjourn ആവോ? ഇല്ല. അഡ്ജേൺഡ് മീറ്റിംഗിൽ കോറം ഇല്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസൽ ആവും. ക്ലിയർ ആണ്? ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. 3 ഡയറക്ടേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആകെ അത് കോറമാണ്. 3 പേരാണ് കോറത്തിനുള്ളത്. ആ 3 പേരും പ്രസന്റ് ആണ്. പക്ഷെ അതിൽ വേറൊരു സബ്ജക്ട് വന്ന സമയത്ത് അതിൽ 2 പേര് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ കോറത്തിന് കണക്കാക്കിയില്ല.
ആ മീറ്റിംഗ് ആ റെസൊല്യൂഷൻ പാസ്സാക്കിയത് കണക്കാക്കി. പക്ഷെ നിങ്ങളുടെ കമ്പനിയുടെ ഓഡിറ്റർ പറയുന്നത് നോ 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 നോ, ഒരാളെ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോറമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ? ഒരിക്കലും എന്താണ് അങ്ങനെ മീറ്റിംഗ് നടത്താൻ പറ്റില്ല. കാരണം എന്താണ്, ഒരാളെ വെച്ച് മിനിമം 2 എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇഫ് ഡിസ്ഇൻട്രസ്റ്റഡ് കോറം ഈസ് മോർ ദാൻ 2/3, മിനിമം 2 നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കൺസിഡേഴ്സ്. ഇനി ഒരാളെ വെച്ച് ഒരു മീറ്റിംഗ് നടത്താൻ പറ്റും. എപ്പോ അത് NCLT കമ്പനി ലോ പറയുകയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു ക്ലാസ് ആണ്, അയാളുടെ ക്ലാസ് മീറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഒരാൾ കോറമായിട്ട് കണക്കാക്കും കേട്ടോ. പക്ഷേ നമ്മൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി ഒരു മീറ്റിങ്ങിൽ 4 ഡയറക്ടേഴ്സ് ഫിസിക്കലി പ്രസൻ്റ് ആണ്, 4 ഡയറക്ടേഴ്സ് ഇലക്ട്രോണിക്കലി പ്രസൻ്റ് ആണ്. ഫിസിക്കലി പ്രസൻ്റ് ആയ ഡയറക്ടേഴ്സ് ആ ഒരു പർട്ടിക്കുലർ റെസൊല്യൂഷനെ എതിർത്ത് വോട്ട് ചെയ്തു. ഇലക്ട്രോണിക്കലി പ്രസൻ്റ് ആയ ഡയറക്ടേഴ്സ് മാത്രമാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. മെജോറിറ്റി വോട്ടൊക്കെ കിട്ടി. പക്ഷേ അങ്ങനത്തെ റെസൊല്യൂഷൻ പാസ്സാകുമോ? ഫിസിക്കലായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യണം എന്ന നിയമമുണ്ടോ? അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. കോറത്തിന് മാത്രമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സായോ ഇല്ലയോ എന്ന് നോക്കുന്നത് അതിൽ മെജോറിറ്റി ഉണ്ടോ നോക്കിയിട്ടാണ്. അത് ഫിസിക്കൽ മെജോറിറ്റി, ഇലക്ട്രോണിക് മെജോറിറ്റി എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെയൊക്കെ പറയുമ്പോൾ ഏത് സെക്ഷൻ എഴുതാ? നമ്മൾ സെക്ഷൻ 173, സെക്ഷൻ 174 ആൻഡ് ഇഫ് ദ ടേബിൾ F, ഇതൊക്കെ നമ്മൾ റിലവൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്, ഇത്ര എഴുതണം കേട്ടോ. ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇലക്ട്രോണിക്കലി പങ്കെടുക്കുന്ന ആളെ പ്രസൻ്റ് ആയിട്ട് കണക്കാക്കുമോ? അറ്റൻഡൻസ് എഴുതുമോ? എഴുതില്ലേ? എഴുതും. നമ്മൾ എന്താ കുറച്ച് മുമ്പ് പഠിച്ചത്? റോൾ കാൾ പഠിച്ചില്ലേ? എന്താ റോൾ കാൾ? അറ്റൻഡൻസിന് വേണ്ടിയിട്ടല്ലേ? എന്തൊക്കെ ഡീറ്റെയിൽസ് വേണ്ടെന്ന് ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് ഇത് ഓർത്താൽ മതി. ഇത് എവിടെയെങ്കിലും സംശയം വരുമ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടാവും, അതിനങ്ങ് റിലേറ്റ് ചെയ്യണം. ഇതിനാണ് ആൻസർ ഇന്ന് ഞാൻ പറഞ്ഞത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. യു മേ നോട്ട് ബി ഗെറ്റിംഗ് ദ ആൻസർ ഫ്രം ഹിയർ, ബട്ട് യു ഹാവ് സം അതർ നോളജ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ കണക്ട് ഇറ്റ്. സമയം 2-3 മണിക്കൂർ മുമ്പ് പുറത്ത് വന്നേക്കരുത് കേട്ടോ. ഇരുട്ടാവില്ല, ഇരുട്ടായിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണെങ്കിൽ അവിടെ എത്താം. മനസ്സിലാവുന്നുണ്ടോ? 5:15 ഇറങ്ങാവൂ. പരീക്ഷ കഴിഞ്ഞിട്ട് 5:15 ഇറങ്ങാവൂ. അവസാനം ഒരു അക്ഷരമെങ്കിലും ഒന്ന് കറപ്പിക്കാൻ സമയമാണ്, കറപ്പിച്ചേക്ക്. ഉറപ്പായും കമ്പനിയിലൊക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കണം. സമയം കിട്ടില്ല നമുക്ക്, അത് മതിയാവില്ല നമുക്ക്. ദയവ് ചെയ്ത് മുമ്പ് ഇറങ്ങരുത്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഇത് ആലോചിച്ചാൽ ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരിക്കാം. ആ ഉത്തരം എഴുതിയിട്ട് പോന്നാൽ മതി കേട്ടോ. What do you mean by passing of resolution by circulation? സെക്ഷൻ 175 റെസൊല്യൂഷൻ സർക്കുലർ റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. ഏതാണ് സെക്ഷൻ 175? ഏതാ 173, 174, 175? റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് അത് കിട്ടും നമുക്ക് കേട്ടോ. ഈ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ സാധാരണ ഉണ്ടാവുന്നത് ബോർഡ് മീറ്റിങ്ങിലാണ് കേട്ടോ. അതിന് നമ്മൾ ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ എന്താ പറയുക? ഈ വോട്ടിംഗ് എന്ന് പറയും, പോസ്റ്റൽ ബാലറ്റ് എന്നും പറയും കേട്ടോ. പോസ്റ്റൽ ബാലറ്റ് ആർക്കാ വേണ്ടേ? 200-ലധികം മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനിക്ക് പോസ്റ്റൽ ബാലറ്റ് അല്ലെ, ആർട്ടിക്കിൾസ് ഒക്കെ കമന്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പോസ്റ്റൽ ബാലറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? പോയിന്റ് കിട്ടിയോ? റെസൊല്യൂഷൻ എന്താണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ സംസാരിക്കുന്നത് ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ബോർഡ് മീറ്റിംഗിൽ അത് പറഞ്ഞാൽ എന്താണ്? ഡ്രാഫ്റ്റ് നോട്ടീസ്, ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കുന്നു. അതിലൂടെ നെസസറി പേപ്പേഴ്സും വെച്ച് അയച്ചു കൊടുക്കുന്നു. അതുപോലെ എന്താണ്
അല്ലെങ്കിൽ ആ മെമ്പേഴ്സിന്റെ കമ്മിറ്റിക്ക്, മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി എന്ന് പറയാൻ കാരണം റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടല്ലോ, അവിടെ ഡയറക്ടേഴ്സ് മാത്രമല്ലോ ഉണ്ടാവുക, അതുകൊണ്ടാട്ടോ മെമ്പേഴ്സ് എന്ന വാക്ക്. അപ്പോൾ ഡയറക്ടേഴ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി, ഇറ്റ് ഷാൽ ബി സർക്കുലേറ്റഡ് ടു ദെയർ അഡ്രസ്സസ് രജിസ്റ്റേർഡ് ഇൻ ദ കമ്പനി ഇൻ ഇന്ത്യ ബൈ ഹാൻഡ് ഡെലിവറി. ക്ലിയർ ആയിട്ട് പറഞ്ഞു. എവിടേക്ക് അയക്കേണ്ടത്? അവരുടെ ഇന്ത്യയിലെ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അതെങ്ങനെ അയക്കണം എന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ഹാൻഡ് ഡെലിവറി ആകാം, പോസ്റ്റ് ആകാം, കൊറിയർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. സച്ച് സർക്കുലർ റെസൊല്യൂഷൻ ഷാൽ ബി അപ്രൂവ്ഡ് ബൈ മെജോറിറ്റി. അതിനെന്ത് വേണം? മെജോറിറ്റി ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. ഇനി ഒരു സർക്കുലർ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത ബോർഡ് മീറ്റിംഗിൽ അതിനെ നോട്ട് ചെയ്യണം. എന്താ നോട്ട് ചെയ്യുക പറഞ്ഞാൽ, ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? അത് മീറ്റിംഗിൽ പറയുകയും മിനിറ്റ്സിൽ ആഡ് ചെയ്യുകയും വേണം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ വെച്ച് ചോദ്യം വെച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ചോദ്യം വെച്ചിട്ടുണ്ട്. എന്താ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എന്താണ്? ഒരു സർക്കുലർ റെസൊല്യൂഷനിൽ പാസ്സാക്കിയ ഒരു നോട്ടീസിനെ, റെസൊല്യൂഷനെ കുറിച്ച് അടുത്ത ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ, അത് അടുത്ത ബോർഡ് മീറ്റിംഗിൽ നോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉണ്ട് എന്ന ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞത്? അത് ഉണ്ട്. അതായത് ഒരു റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ആണെങ്കിൽ അത് മെജോറിറ്റിയിൽ പാസ്സാകണം. അത് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള അഡ്രസ്സിലാണ് അയച്ചു കൊടുക്കേണ്ടത്. അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ബോർഡ് മീറ്റിംഗിൽ അതിനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞപ്പോൾ നോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ നമ്മൾ അയച്ചു കൊടുത്തിട്ട് ഡയറക്ടേഴ്സ് പറയുകയാണ്, ഇല്ല ഞങ്ങൾക്ക് ഇത് സർക്കുലർ റെസൊല്യൂഷൻ പറ്റില്ല, ഒരു ഫിസിക്കൽ മീറ്റിങ്ങിലേ ഇത് പാസ്സാക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഫിസിക്കൽ മീറ്റിങ്ങിലെ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന് നിയമമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പറയുകയാണ് ആ സർക്കുലർ റെസൊല്യൂഷൻ ഫിസിക്കൽ മീറ്റിങ്ങിലെ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ സർക്കുലർ റെസൊല്യൂഷൻ വിഡ്രോ ചെയ്തതായി കണക്കാക്കുകയും അത് ഫിസിക്കൽ മീറ്റിങ്ങിൽ മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ. ഐ റിപ്പീറ്റ്, ഒരു സർക്കുലർ റെസൊല്യൂഷൻ പാസ്സാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. സർക്കുലർ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസ് അയച്ച ശേഷം 1/3 ഓഫ് ദ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു കമ്പനിയോട്, ഈ റെസൊല്യൂഷൻ സർക്കുലർ റെസൊല്യൂഷൻ ആയിട്ട് പാസ്സാക്കരുത്, ഇതൊരു ഫിസിക്കൽ റെസൊല്യൂഷൻ ആയിട്ട് മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ റെസൊല്യൂഷൻ എങ്ങനെ പാസ്സാക്കാൻ പാടുള്ളൂ? ഫിസിക്കൽ റെസൊല്യൂഷൻ ആയിട്ട് മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ. എത്രയാണ് നമ്പർ? എത്രയാണ് ഞാൻ പറഞ്ഞേ? 1/3. എത്രയാണ് പറഞ്ഞേ? 1/3. നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഒരിക്കലും തെറ്റരുത്. അതായത് ഏതൊക്കെ കാര്യങ്ങൾ, ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാം കമ്പനിക്ക് ബോർഡ് മീറ്റിങ്ങിൽ? എന്തും തീരുമാനിക്കാം. നമ്മൾ പറഞ്ഞു റൂൾ 4 റിമൂവ് ചെയ്തു, എന്തും തീരുമാനിക്കാം. പക്ഷേ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല എന്ന് കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ, ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. അതായത് മാറ്റേഴ്സ്, ഏതൊക്കെ കാര്യങ്ങളാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ വഴി ചെയ്യാൻ പാടില്ലാത്തത്? ഒരു ഡയറക്ടറുടെ കാഷ്വൽ വേക്കൻസി അപ്പോയിൻമെന്റ്, ഷെയറിന്റെ കോൾ വിളിക്കുന്നത്, ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റിയുടെ റെസൊല്യൂഷൻ, അതുപോലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, power to borrow money otherwise than on debentures, then power to invest the funds of the company, power to make loans, power to delegate any others powers to the committee, then decision to make political contribution, section 182, give notice, general notice of interest specifying firms or bodies in which director is deemed to be concerned. എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനിയിൽ താല്പര്യമുണ്ട് എന്നൊരു ഡയറക്ടർ നോട്ടീസ് തരാണെങ്കിൽ അത് നമുക്ക് ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൽ തരാൻ പറ്റത്തുള്ളൂ. ദെൻ ഒരു സ്പെസിഫിക്കലി സെക്ഷൻ 88 പ്രകാരം ഇത് ഇൻട്രസ്റ്റഡ് കോൺട്രാക്ടിനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then, in the case of public company or a private company, if it is a subsidiary of a public company, to appoint the same person as managing director if he is already a managing director in any other company. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരാൾക്ക് ഒന്നിലധികം കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ ആകാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അത് ഉത്തരം ഞാൻ പറയുന്നത്. അതെന്താ പറയണത് നോക്കൂ. ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ഓർ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആവട്ടെ പ്രൈവറ്റ് കമ്പനി ആവട്ടെ, ഇഫ് ഇറ്റ് ഈസ് എ സബ്സിഡറി ഓഫ് പബ്ലിക് കമ്പനി, ടു അപ്പോയിന്റ് എ പേഴ്സൺ മാനേജിംഗ് ഡയറക്ടർ ഇഫ് ഈസ് ആൾറെഡി മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ ഓഫ് എനി അതർ കമ്പനി ബൈ യുനാനിമസ് റെസൊല്യൂഷൻ. അപ്പോൾ ഒരാൾ വേറൊരു കമ്പനിയുടെ ഒരു മാനേജിംഗ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഒരു പബ്ലിക് കമ്പനി ആവട്ടെ പ്രൈവറ്റ് കമ്പനി ആവട്ടെ അയാൾക്ക് വേറൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആകാൻ പറ്റും. പക്ഷെ അയാൾക്ക് എന്ത് വേണം? യുനാനിമസ് റെസൊല്യൂഷൻ നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ദെൻ സോൾവൻസി ഡിക്ലറേഷൻ ചെയ്യാനും നിങ്ങൾക്ക് ഫിസിക്കൽ മീറ്റിങ്ങിലെ പറ്റും. ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു എന്ന് വന്നു എന്ന് തന്നെ കൂട്ടുക. നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ മിനിമം ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണെങ്കിലും എഴുതിയാൽ മതി. മുഴുവൻ എഴുതണ്ട.
ഇപ്പോൾ ഇതിൽ 14 പോയിന്റ് റായി സാർ പറഞ്ഞ് അതിലൊരു 4-5 പോയിന്റ് എഴുതുക. ഏതൊക്കെ സമയത്താണ് ജനറൽ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അക്ഷയ നിർമ്മലോട് ചോദിച്ചാൽ അക്ഷയ നിർമ്മൽ എഴുതുക ഏതൊക്കെയായിരിക്കും? 4-5 പറഞ്ഞ ഈ 14 ഒന്ന് കോൾ വിളിക്കാൻ, 2 ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റി ചെയ്യാൻ, 3 എന്താ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ, പിന്നെന്താ ഇൻട്രസ്റ്റ് ഡയറക്ടറെ ഇൻട്രസ്റ്റിനെ ഡിക്ലെയർ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ചെയ്യാൻ, പിന്നെന്താ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ. അല്ലേ? 5 ഇപ്പൊ തന്നെ ജനറലായിട്ട് കിട്ടുന്ന 5 ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഏതൊക്കെയാ നമുക്ക് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ കിട്ടാൻ പറ്റുന്നത്? 1 കാഷ്വൽ വേക്കൻസി അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ എന്താണ് കോള് വിളിക്കാൻ. 2 3 എന്താണ് ബൈബാക്ക് ചെയ്യാൻ. 4 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ. 5 ഡിബഞ്ചർ അല്ലാതെ ലോൺ എടുക്കാൻ. 6 എന്താണ് കമ്പനിയുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. 7 ലോൺ കൊടുക്കാൻ. 8 പവർ ടു ഡെലിഗേറ്റ് കമ്മിറ്റിക്ക് അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ. ദെൻ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഡിബഞ്ചറിൽ ഒന്നുണ്ട്, അതർ ദാൻ ഡിബഞ്ചേഴ്സ് ലോൺ എടുക്കാൻ, പിന്നെ ലോൺ എടുക്കാൻ, ലോൺ കൊടുക്കാൻ, കമ്പനിയുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ. 5 ഇവിടെ തന്നെ കിട്ടി. പിന്നെന്താണ് കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യാൻ, ഷെയറിന്റെ കോള് വിളിക്കാൻ, ബൈബാക്ക് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ഡയറക്ടേഴ്സിന് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ. ഇതൊക്കെ നമുക്ക് എന്ത് വേണം? ബോർഡ് മീറ്റിംഗ് തന്നെ വേണം. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ പറ്റില്ല. ഒരിക്കലും ഇത് കൺഫ്യൂസ് ചെയ്യരുത്. ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ ചെയ്യാവുന്നതും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാറ്റി ഏത് കാര്യവും ഓഡിയോ വിഷ്വൽ മെത്തേഡിൽ ചെയ്യാമെന്ന് കമ്പനി ലോ പറയുന്നു. എന്നാൽ റെസൊല്യൂഷൻ സെക്ഷൻ 175 പ്രകാരം സർക്കുലർ റെസൊല്യൂഷൻ വഴി പാസ്സാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. നിങ്ങളുടെ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളുടെ ബോർഡ് മീറ്റിംഗിൽ അജണ്ടയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ബോർഡ് മീറ്റിംഗ് അവസാനിക്കപ്പെട്ടു. പക്ഷെ നിങ്ങളാണ് കമ്പനി സെക്രട്ടറി. ഇതിൽ ചില കാര്യങ്ങൾ അർജന്റായിട്ട് കമ്പനിക്ക് ആവശ്യമുള്ളതാണ്. എന്താ നിങ്ങൾ ചെയ്യുക? സർക്കുലർ സെക്ഷൻ 175 അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും മീറ്റിംഗ് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വയലേഷൻ ആവും, അഡ്ജൈൻ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അർജന്റ് കാര്യം ഡിസ്കസ് ചെയ്യാൻ സർക്കുലർ റെസൊല്യൂഷൻ കേട്ടോ. അപ്പോൾ സർക്കുലർ റെസൊല്യൂഷൻ നോട്ടീസ് കൊടുക്കുമ്പോൾ നോട്ടീസിൽ എന്തുകൊണ്ടാണ് ഈ റെസൊല്യൂഷൻ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്, അവർക്ക് ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള ഇൻഫർമേഷൻസ്, എങ്ങനെയാണ് അവർ ഇൻഫർമേഷൻ പറയേണ്ടത്, അല്ലേ, അവർ അസന്റ് ഡിസന്റ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ നോട്ടീസിൽ ഉണ്ടായിരിക്കണം. Can a company secretary call a board meeting of his own? സ്വയം ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കാൻ അധികാരം ഒരു കമ്പനി സെക്രട്ടറിക്ക് ഉണ്ടോ എന്നാണ് ചോദ്യം. SS1 Any director of the company may at any time summon a meeting of the board and the company secretary or there is no company secretary, any person authorized on this behalf on the requisition of such director shall convene a meeting of the board in consultation with the chairman in his absence the managing director or in his absence the whole time director where there is any unless otherwise provided in the articles. Thus secretarial standard does not empower a company secretary to call a meeting. He can call meeting only if it is requested by a director. അല്ലേ? അവർ തീരുമാനിച്ചാലേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇനി ഇതിന് സെക്ഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സാധനം തന്നു കഴിഞ്ഞു. ബോർഡ് മീറ്റിങ്ങിന് SS1, SS2 ജനറൽ മീറ്റിങ്ങിന് എവിടെയൊക്കെ ബോർഡ് മീറ്റിംഗ് പറയുകയാണെങ്കിൽ അവിടെ SS1 ഒന്നും എഴുതരുത്. സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് 1 തന്നെ എഴുതണം. അപ്പോൾ അവർക്ക് അറിയാം, വി നോ ദാറ്റ് ആക്ച്വലി ഹൗ ഇറ്റ് ഹാസ് ടു ബി ഡൺ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ?
കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ ആർക്ക് വേണമെങ്കിലും? മെമ്പേഴ്സിന് പറ്റില്ല. ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ഒരു സീക്രട്ട് ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് കനോട്ട് ബി. പക്ഷേ ആ മീറ്റിങ്ങിൽ ആ ബോർഡ് മീറ്റിങ്ങിൻ്റെ റിസൾട്ട് റിസൈൻ ചെയ്ത ഡയറക്ടർക്ക് കിട്ടും. മിനിറ്റ്സ് കിട്ടും. അയാൾ ആ സമയത്ത് അയാൾ ഡയറക്ടർ ആയിരുന്ന സമയത്താണ് ആ മീറ്റിംഗ് നടന്നതെങ്കിൽ അയാൾക്ക് അതിന് ആക്സസ് ഉണ്ട്, ഈവൻ ആഫ്റ്റർ ഹി റിസൈൻസ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അന്ന് പരീക്ഷ എഴുതിയ ആൾക്കാർ പലരും തെറ്റിച്ച് എഴുതിയതാണ്. അത് നിങ്ങൾ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയണത്. അന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിച്ചിട്ടില്ല. അത് അതിന് പിന്നെയും മുമ്പ് ചോദിച്ചിട്ടില്ല, ശേഷം ചോദിച്ചിട്ടില്ല. ചോദിക്കട്ടെ. നിങ്ങളൊരു കമ്പനി സെക്രട്ടറിയാണ് ഒരു കമ്പനിയുടെ. അവർ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് സീരിയൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറയുന്നു. അവർ ചോദിക്കുന്നു. നിങ്ങൾ ഒരു തരത്തിലെ കമ്പനി സെക്രട്ടറി ഓഫ് ബ്ലാക്ക് ലിമിറ്റഡ് ഹാസ് സജസ്റ്റഡ് ഫോളോയിങ് സ്റ്റൈൽ ഓഫ് അസൈനിങ് സീരിയൽ നമ്പർ ടു ഇറ്റ്സ് ബോർഡ് മീറ്റിംഗ്. ഒന്ന്, സീരിയലി നമ്പർ ഓൺ calendar year basis, that is 1 2005, 2 2015 or 2005 or 3 2005. ഇങ്ങനെ നമ്മൾ എന്താണ് ഓരോ വർഷവും ബോർഡ് മീറ്റിംഗ് ഇയർലി വൈസ് നമ്പർ വൈസ് സീരിയൽ ചെയ്യുന്നു. രണ്ട് പറയുന്നത് എന്താണ്? ഒന്ന് ഫിനാൻഷ്യൽ ഇയർ ബേസിസ് ചെയ്യാന്ന് പറയുന്നു. 1/2015 2016, 2/2015 2016, 3/2015 2016 ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. ദെൻ കണ്ടിന്യൂസ്ലി സീരിയൽ ദ നമ്പർ അക്രോസ് ദ ഇയേഴ്സ്. എന്താണ്? ഒരു വർഷമല്ല, നിങ്ങൾ അക്രോസ് ദ ഇയേഴ്സ് ബോർഡ് മീറ്റിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ്, സെക്കൻഡ് ബോർഡ് മീറ്റിംഗ്, ഫിഫ്ത്ത് ബോർഡ് മീറ്റിംഗ്, സിക്സ്ത് ബോർഡ് മീറ്റിംഗ്, 100th ബോർഡ് മീറ്റിംഗ് ഇങ്ങനെ നമ്പർ ചെയ്യാം എന്ന് പറയുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ ഏതാണ് ശരിക്കും വാലിഡ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത്. SS1 കമ്പനീസ് ആക്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. SS1 പറഞ്ഞിട്ടുള്ളത് എന്ത്? നിങ്ങൾ ഓരോ ബോർഡ് മീറ്റിംഗും സീരിയലി നമ്പേർഡ് ആയിരിക്കണം. അപ്പോൾ ഈ സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏത് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യണം, റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാം. ഇതിൽ ഈ നമ്പറെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സിസ്റ്റമേ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളിത് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. ജനറൽ മീറ്റിംഗ് 42ാമത്തെ ജനറൽ മീറ്റിംഗ് ആണ് റിലയൻസിന്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. 42ാമത്തെ ജനറൽ മീറ്റിംഗ് ഉണ്ടോ? അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാം. അതിന് അങ്ങനെ ഒരു സിസ്റ്റം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സിസ്റ്റം നിങ്ങൾ നമ്പർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ട് രാജു സാർ അതൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്റർ ഒരു സൂപ്പർ ചാപ്റ്ററാണ് അക്ഷയ നിർമ്മൽ. ഈ 3 ചാപ്റ്റർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെയാണ് 3 ചാപ്റ്റർ ഞാൻ പറഞ്ഞേ? ജനറൽ മീറ്റിംഗ്, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ്. ഈ 3 ചാപ്റ്ററും നിങ്ങൾ വ്യക്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാ ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ വിട്ടിട്ടില്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് പോയി. അതായത് കഴിഞ്ഞ 24 അറ്റംപ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുഴുവൻ മാർക്കും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 3 ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 36 മാർക്ക്, ഒരു 30 മാർക്ക് നമുക്ക് കിട്ടും. ഒരു 30 മാർക്ക് നമുക്ക് മറ്റുള്ള പേപ്പറിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റുള്ള ചാപ്റ്ററിൽ നിന്ന് 60 മാർക്കിലും താഴെ സ്കോർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കരുത്. വി ഷുഡ് സ്കോർ മോർ ദാൻ 60. ഇതാക്കാം നമ്മുടെ ടാർഗറ്റ്. കാരണം ഈ പേപ്പറാണ് നമ്മുടെ CAFMൽ നമ്മൾ വീക്കായിട്ട് നമ്മൾ സഹായിക്കുക. മനസ്സിലാവുന്നുണ്ടോ? CAFMൽ ഞാൻ പറയുന്നു 65% തിയറി ആയിരിക്കും, 35% പ്രോബ്ലം ആയിരിക്കും. അതിൻ്റെ തിയറി എഴുതുമ്പോൾ അതെന്താണ് എന്ന് സാധാരണ രീതിയിൽ എഴുതി ഫലിപ്പിക്കാൻ ശ്രമിക്കുക. പറ്റുന്നിടത്തൊക്കെ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും മറ്റും എഴുതി ഫലിപ്പിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നും നിങ്ങൾ അവിടെ ചെയ്യരുത്. കാരണം ആദ്യത്തെ പാർട്ട് മുഴുവനും കമ്പനിയിലോ ആണ്. കമ്പനി അക്കൗണ്ട്സ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അഡിക്വസി കണക്കാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? സ്കോർ ചെയ്യാൻ പറ്റും അത് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് MCQ മാറി വീണ്ടും റൈറ്റിംഗ് പേപ്പർ ആവുന്നത് കേട്ടോ. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. ഇതൊക്കെ നിങ്ങളുടെ സ്കോറിംഗ് പേപ്പറാണ്. നല്ലോണം മാർക്ക് വീഴുന്നില്ല. മാർക്ക് കിട്ടും നിങ്ങൾക്ക്, തെറ്റിക്കരുത്. CSR അടുത്ത ചാപ്റ്റർ CSR ആണ്. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏതാ സെക്ഷൻ CSRന്റെ? സെക്ഷൻ 149 എന്താ പറയണേ? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മാത്രമാണോ പറയണേ? വിമൻ ഡയറക്ടർ അല്ലേ? നോമിനി ഡയറക്ടർ ഒക്കെ അവിടെയല്ലേ പറയണേ? ഇൻഡിപെൻഡന്റ് വിമൻ ഡയറക്ടർ ആർക്കാ വേണ്ടേ?
ടോപ്പ് 1000 ലിസ്റ്റഡ് കമ്പനിക്ക് അല്ലേ? ആ, ഗുഡ്. Brave Limited is a Bombay Stock Exchange listed company and has a net worth of over 600 crore. 600 കോടിയിലും മേലെ എന്താണ് നെറ്റ്വർത്ത് ഉള്ള ഒരു കമ്പനി, ലിസ്റ്റഡ് കമ്പനിയാണ് ബ്രേവ് ഇന്ത്യ. കമ്പനി ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചു. ജയും വിജയുമാണ് ഇതിന്റെ മെമ്പേഴ്സ്. ബോത്ത് ജയ് ആൻഡ് വിജയ് ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ്. ജയ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. കമ്പനീസ് ആക്ട് പ്രകാരം CSRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുക, അതുപോലെ തന്നെ ഈ ആൾക്കാരെ വെദർ ദ കമ്പനി ഹാസ് കംപ്ലൈഡ് ദ പ്രൊവിഷൻസ്. ഈ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച സമയത്ത് ഈ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് സെക്ഷൻ 135 പ്രകാരമുള്ള ഒരു CSR കമ്മിറ്റി തന്നെയാണോ ഇത്? 2 ചോദ്യങ്ങളാണ്. ഈ കമ്പനിക്ക് CSR വേണോ? ഈ CSR കമ്മിറ്റി ജയവിജയന്മാരുടെ CSR കമ്മിറ്റിയാണ്. ജയൻ എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. വിജയൻ ഡിപെൻഡന്റ് ഡയറക്ടറാണ്. ഇങ്ങനെ 2 പേര് വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. CSR കമ്മിറ്റിയെ കുറിച്ച് അറിയണം ആൻഡ് CSR റിക്വയർമെന്റ്സിനെ കുറിച്ച് അറിയണം. സെക്ഷൻ 135 പറയുന്നു ഏതൊക്കെ കമ്പനികൾക്കാണ് എന്ത് വേണ്ടത്? CSR കമ്മിറ്റി വേണ്ടത്. എനി വൺ ഓഫ് ദ ഐ റിപ്പീറ്റ് ഫുൾഫിൽ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. എന്താ പറഞ്ഞാൽ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. എന്താ ഞാൻ പറഞ്ഞേ? എനി വൺ ഓഫ് ദ ഏതൊക്കെ ക്രൈറ്റീരിയ? 500 കോടിയിലും മേലെ നെറ്റ്വർത്ത്, 1000 കോടിയിലും മേലെ ടേൺ ഓവർ, 5 കോടിയിലും മേലെ നെറ്റ് പ്രോഫിറ്റ്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു ഷഫ്ന? ഏതെങ്കിലും ഒരു കമ്പനിക്ക് 5 കോടിയിലും മേലെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി എന്താണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, കഴിഞ്ഞ 3 വർഷത്തെ അല്ല, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. എന്താ ഞാൻ പറഞ്ഞേ? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് 500 കോടി നെറ്റ്വർത്ത് ഇല്ലെങ്കിലും 1000 കോടി ടേൺ ഓവർ ഇല്ലെങ്കിലും അവർക്ക് എന്ത് വേണം? CSR വേണം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതായത് CSR 3 കണ്ടീഷനും വേണ്ട. ഇനി ഒരു കമ്പനിക്ക് 5 കോടി നെറ്റ് പ്രോഫിറ്റ് ഇല്ല എന്ന് കൂട്ടുക, 1000 കോടി ടേൺ ഓവറും ഇല്ല എന്ന് കൂട്ടുക, 500 കോടി നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് CSR വേണം. ഇനി 300 കോടി നെറ്റ്വർത്ത് ഉള്ള കമ്പനി, 3 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, അവർക്ക് 1000 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിലും അവർക്ക് എന്ത് വേണം? CSR വേണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? എത്ര വർഷത്തെ ഈ എമൗണ്ട് നോക്കണ്ട? 600 കോടി, 1000 കോടി, 500 കോടി, 1000 കോടിയൊക്കെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. തെറ്റരുത് കേട്ടോ. ഇനി CSR കമ്മിറ്റി എല്ലാ കമ്പനിക്കും എന്താണ്, ആർക്കൊക്കെയാണോ CSR അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അവർക്കൊക്കെ ഒരു CSR കമ്മിറ്റി വേണം കേട്ടോ. ക്ലിയർ ആണോ? ദെൻ ആരൊക്കെ CSR കമ്മിറ്റിയിൽ എത്ര ഉണ്ടാവേണ്ടത്? ആ CSR കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി പീപ്പിൾ? 3 മെമ്പേഴ്സ്. 3 പേരുണ്ടായിരിക്കണം. അത് 3 ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഔട്ട് ഓഫ് വിച്ച് 1 ഡയറക്ടർ ഷാൽ ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ് മതി. ആർക്കാണോ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണ്ടാത്തത് അവിടെ 2. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണമെങ്കിൽ എത്ര പേര് വേണം? 3 പേര് വേണം. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണ്ടാത്ത കമ്പനി ആണെങ്കിലോ? ബ്രേവ് ലിമിറ്റഡ് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് നിർബന്ധമായിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യണോ? വേണം. നിർബന്ധമല്ലേ? ലിസ്റ്റഡ് കമ്പനിക്ക് നിർബന്ധമായിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യണം. 500 കോടിയിൽ മേലെയുള്ള നെറ്റ്വർത്ത് ഉള്ള കമ്പനിയാണ്. 600 കോടി നെറ്റ്വർത്ത് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് സെക്ഷൻ 135 അപ്ലൈ ചെയ്യും. പക്ഷേ ഈ കമ്മിറ്റിയിൽ 2 പേര് പോരാ, അവർക്ക് 3 ഡയറക്ടേഴ്സ് വേണം അല്ലേ? ഈ CSR കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കേണ്ടതുണ്ടോ? ഉണ്ട്. CSRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൻ 135 പ്രകാരം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ബോർഡ് റിപ്പോർട്ടിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കണം. അതിലും ഡിസ്ക്ലോഷർ ഉണ്ടായിരിക്കണം. എന്താണ് CSR കമ്മിറ്റിയുടെ റോളും റെസ്പോൺസിബിലിറ്റീസും? ഒരു ബോർഡിനെ റെക്കമെൻഡ് ചെയ്യുക. എന്താ? പ്ലാൻ ആൻഡ് റെക്കമെൻഡ്, ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് വാട്ട്? CSR പോളിസി. ആ കമ്പനിയുടെ CSR പോളിസി ഫോർമുലേറ്റ് ചെയ്ത് ബോർഡിന് റെക്കമെൻഡ് ചെയ്യുക. എന്തെല്ലാം സബ്ജക്റ്റുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ എത്രമാത്രം പണമാണ് ഇതിന് ചെലവാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. CSR പോളിസി പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? CSR പോളിസി അപ്രൂവ് ചെയ്യുക. CSR പോളിസിയുടെ കണ്ടന്റുകൾ അവരെന്ത് ചെയ്യണം? അവരുടെ റിപ്പോർട്ടിൽ, ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ വെബ്സൈറ്റിൽ CSR പോളിസി ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് CSR ആക്ടിവിറ്റികൾ ചെയ്യുന്നത്, നമ്മൾ CSR ഇതിൻ്റെ കീഴിൽ ചെയ്യുന്നത്, അത് ഡിസ്ക്ലോസ് ചെയ്യണം.
എത്ര പൈസയാണ് CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്? 2% ഓഫ് വാട്ട്? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഓർ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 3 years? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 3 years. ഇവിടെയാണ് 3 years വരുന്നുള്ളൂ. ഇതും അതും കൂടി മാച്ച് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CSR ആർക്കാ വേണ്ടേ? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 500 കോടിയിലും മേലെ നെറ്റ്വർത്ത്, 1000 കോടിയിലും മേലെ ടേൺ ഓവർ, അല്ലെങ്കിൽ 5 കോടിയിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വേണം? CSR വേണം. അതൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഈ CSR ആർക്കൊക്കെയാണ് വേണ്ടത്? അവർക്ക് CSR കമ്മിറ്റി വേണം. ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 3 മെമ്പേഴ്സ് വേണം. അതിലൊരാൾ എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് എത്ര മതി? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണ്ടാത്ത കമ്പനി ആണെങ്കിൽ 2 പേര് മതി, അല്ലേ? അത്രയല്ലേ നമ്മൾ പഠിച്ചേ? എത്ര പണം സ്പെൻഡ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2%, അല്ലേ? ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ എഴുതണം കേട്ടോ. സെക്ഷൻ 198 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത്, സെക്ഷൻ 197 198 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എഴുതുന്ന സെക്ഷനാണ് സെക്ഷൻ 197 സെക്ഷൻ 198 കേട്ടോ. ഏതൊക്കെ ആക്ടിവിറ്റികളാണ് CSR ആക്ടിവിറ്റികളായി കണക്കാക്കാൻ പറ്റാത്തത്? എന്തൊക്കെ പറ്റാത്തത്? Activities undertaken in the course of normal business of the company. കമ്പനി ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ബിസിനസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നും എന്തായിട്ട് കണക്കാക്കില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അവര് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല? CSR ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കില്ല. ഗുഡ്. ദെൻ അടുത്തത്, എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ സമ്മതിക്കില്ല. പക്ഷേ സ്പോർട്സ് പേഴ്സണിനെ ട്രെയിനിങ്ങിനാണ് ഇന്ത്യക്ക് പുറത്ത് പറഞ്ഞയക്കുന്നതെങ്കിൽ അതാകാം. മനസ്സിലായോ? CSR ആക്ടിവിറ്റി ശ്രീലങ്കയിൽ CSR ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും ഇന്ത്യൻ കമ്പനിക്ക്? പറ്റില്ല. ശ്രീലങ്കയിൽ ചെയ്ത പൈസ ഇവിടുത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല. കാരണം അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റിനാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്ത് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരെ അവരെ ട്രെയിനിങ്ങിന് ഇന്ത്യക്ക് പുറത്തേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി CSR. അപ്പോൾ പ്രഗ്യാനന്ദി വൈശാലിയൊക്കെ റാംകോ ആണ് സ്പോൺസർ ചെയ്യുന്നത്, റാംകോ സിമെന്റ്. ആ സ്പോൺസർ ചെയ്യുന്ന പൈസ എന്തായിട്ട് കണക്കാക്കും? CSR എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കും. ശരിയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്? എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. Say for example, Mr. Pragyananda, who is a grandmaster, one of the youngest grandmaster ever India produced. He is being sponsored by Ramco, and whatever training expenses is incurred by Ramco for giving him international exposure will be considered as. ഇതൊക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾ ഭയങ്കരന്മാരും ഭയങ്കരികളുമാണെന്ന് തോന്നുക. അങ്ങനെ തോന്നലും ആവശ്യമല്ലേ? അങ്ങനെയല്ലേ? ഒരു ആനയെ കാണുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തിനാ പേടിക്കണേ? സൈസ് കണ്ടാൽ പേടിക്കണേ. സൈസ് കണ്ടിട്ട്. കാരണം നമ്മുടെക്കാട്ടിലും വലിയൊരു സൈസ് ആയതുകൊണ്ട് ആനയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പം ഇന്നലെ അയ്യപ്പമുളക്ക് ഉണ്ടായിരുന്നു ഈ ഇവിടെ. ഇപ്പോൾ ഈ അയ്യപ്പമുളക്കിന് ഒരു ആന വന്നായിരുന്നു, പുത്തൂർ ദേവിദാസൻ എന്ന് പറയുന്നത്. ഈ ആനയ്ക്ക് ആക്ച്വലി കണ്ണ് കാണില്ല, കണ്ണ് വളരെ കുറവ് കാഴ്ചയാണ്. ഈ നീരൂണിയും കഴിഞ്ഞപ്പോൾ ആന വളരെ മെല്ലെ നടക്കുള്ളൂ, ഇറക്കവും കയറ്റവും ഭയങ്കര ശ്രദ്ധിച്ചേ ഉള്ളൂ. ഈ ആന ഇങ്ങനെ തപ്പി വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഭയങ്കരനാട്ടോ, ശ്രദ്ധിക്കണേ, ആന വരുന്നുണ്ട്, പാപ്പാൻ മെല്ലെ കൺട്രോൾ ചെയ്ത. ആൾക്കാർ മുഴുവൻ പറഞ്ഞത് ആനപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ ആൾക്കാരെ പൂശും, ആൾക്കാരെ കുത്തും എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് മഹാഭാവം വയസ്സായിട്ട് അതിൻ്റെ കണ്ണ് കാഴ്ച കുറവായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ നീരും കൂടിയും കഴിഞ്ഞപ്പോൾ എന്തായി? അതിന് പേടി കുറച്ച് കൂടി. അപ്പോൾ അതെന്ത് ഭയങ്കര തപ്പിയാണ് നടക്കണേ. നമ്മൾ എന്താണ് വിചാരിച്ചത്? റിയാലിറ്റി വ്യത്യാസം നോക്കിയേ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചത്? ആന ആയതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? സോ യു ഷോ യുവർ സൈസ് ലിറ്റിൽ മോർ ബിഗ് ടു ദ പീപ്പിൾ എന്നുള്ളതാണ്. ഒന്നുകൂടി ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചില എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എഴുതുക. ഇപ്പോൾ വിരാട് കോഹ്ലിയെ, ഫോർ എക്സാമ്പിൾ, ഇത് ഇന്ത്യൻ ക്രിക്കറ്റർ വിരാട് കോഹ്ലി സ്പോൺസർഡ് ബൈ ഹിന്ദുസ്ഥാൻ ലിവർ അല്ലെങ്കിൽ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഫോർ ബൂസ്റ്റർ. And they are sponsoring him for international training. The money spent on international training on Virat Kohli will be considered as what? CSR expenditure. അപ്പോൾ നിങ്ങൾക്കിത് അറിയാം. ദെൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് നേരിട്ടോ അല്ലാതെ ചെയ്യുന്നത് CSR അല്ല. ദെൻ എന്താണ്?
ആക്ടിവിറ്റി ബെനിഫിറ്റിംഗ് എംപ്ലോയി, നിങ്ങളുടെ എംപ്ലോയീസിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന CSR അല്ല. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റിംഗ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ CSR അല്ല. ദെൻ ഏതെങ്കിലും ഒബ്ലിഗേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഒന്നും എന്തല്ല, CSR അല്ല. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇനി CSRൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 2 പോയിന്റാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ആ കമ്പനിക്ക് ഒരു ഓവർസീസ് ബ്രാഞ്ച് ഉണ്ട് എന്ന് കരുതുക. ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ഓവർസീസ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് ഓൺ ബ്രാഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് കമ്പനി ആയിട്ടാണെങ്കിലും സെപ്പറേറ്റ് കമ്പനി അല്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഓവർസീസ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് കണക്കാക്കില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ള, നിങ്ങളുടെ ഒപ്പം നിൽക്കുക, നിങ്ങളുടെ ഒരു ബ്രാഞ്ചായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു വേറെ കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇത് ഏത് തരമാണെങ്കിലും ഓവർസീസ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിൽ എടുക്കില്ല. ഡിവിഡൻഡിനെ പ്രോഫിറ്റായി കണക്കാക്കില്ല. മറ്റു പല കമ്പനികളിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്, അതിനെ നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് കണക്കാക്കില്ല. 2 കാര്യങ്ങളാണ് കണക്കാക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഫോറിൻ ബ്രാഞ്ച് അത് നിങ്ങളുടെ ബ്രാഞ്ചായിട്ടോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കമ്പനി ആയിട്ടോ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അത് പ്രോഫിറ്റായി കണക്കാക്കില്ല. പിന്നെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡിനെ നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് കണക്കാക്കില്ല. Any expenditure incurred for the benefit of the society will be considered as expenditure in pursuance of corporate CSR, common with reference to provisions of Companies Act. അതായത് സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ചെലവാക്കുന്ന പണങ്ങളെ മുഴുവനും CSR എക്സ്പെൻഡിച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണോ? ആണോ? സൊസൈറ്റിക്ക് ഗുണമുണ്ടാകുന്ന അതാണല്ലോ CSR. സംശയമൊന്നും വേണ്ട, ആണെന്ന് പറയാം. കമൻ വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ്. ഇത്രേ പറയുന്നുള്ളൂ. വേറെ യു ക്യാൻ സ്പെൻഡ് മണി എന്നാണ് ഡയറക്റ്റ്ലി ചോദിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 135 എന്താണ്? അത് എന്തൊക്കെ പ്രൊജക്ട് കമ്പനി CSR കമ്മിറ്റി ഉണ്ടായിരിക്കും. എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും CSR കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ കമ്പനിയുടെ ബോർഡ് എന്ത് ചെയ്യണം? ആ CSR കമ്മിറ്റി എന്താണെന്നും ആ CSR കമ്മിറ്റി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പണം ചെലവാക്കിയെന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം എന്ന് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവറി കമ്പനി CSR എന്താ ചെയ്യേണ്ടത്? അവർ CSR ചെയ്യേണ്ടത് എന്താണ്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. സോ ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ കമ്പനി ആസ് പെർ സെക്ഷൻ 135 ടു ഫുൾഫിൽ ദ CSR ഒബ്ലിഗേഷൻസ് അതിനെന്തായിട്ട് കണക്കാക്കും? പബ്ലിക്കിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് CSR എക്സ്പെൻഡിച്ചറായിട്ട്. ഇതിനൊരു അത് ചോദ്യമേ അല്ല. അത് ചോദിച്ചത് എന്താണ്? ചോദിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ കമ്പനിക്ക് ഗുണമുണ്ടാകുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഗുണമുണ്ടാകുന്നത്, നിയമപരമായിട്ട് നിങ്ങളുടെ കമ്പനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ബെനിഫിറ്റ്, നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, ഇതൊന്നും എന്തല്ല? CSR എക്സ്പെൻഡിച്ചർ അല്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊവിഷൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇമ്പാക്ട് അസസ്മെന്റ്? CSRൽ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയയാണ് ഇമ്പാക്ട് അസസ്മെന്റ്. എന്താണ് ഇമ്പാക്ട് അസസ്മെന്റ്? CSRലെ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ക്രിയേറ്റഡ് ബൈ യുവർ CSR ആക്ടിവിറ്റി ടു ദ സൊസൈറ്റി. Impact assessment is an exercise of taking retroactive view on the CSR activities completed by the entity. Impact assessment is seemingly another step to encourage companies to take considered decision before deploying CSR funds. CSR ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് കമ്പനികളെ ഉറപ്പിച്ച് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഇതൊരു ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഇത് ഫീഡ്ബാക്ക് അല്ല. ഇതിനെന്താ വെച്ചാൽ അതിനേക്കാട്ടിലും ഡീപ്പായിട്ടുള്ള കാര്യമാണ്. എന്ത് മാറ്റമാണ്, എന്ത് ഗുണമാണ് ആർക്കുണ്ടായിട്ടുള്ളത്, സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ദെൻ ആരാണ് ഇത് ചെയ്യേണ്ടത്? സിൻസ് ഇമ്പാക്ട് അസസ്മെന്റ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സമയമെടുക്കുന്ന ഒരു സംഭവമായിട്ട് അതായതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പനികൾക്ക് മാത്രമേ എന്ത് വേണ്ടൂ? ഇമ്പാക്ട് അസസ്മെന്റ് വേണ്ടൂ. സോ റൂൾ 8 ഓഫ് കമ്പനി CSR പോളിസി റൂൾസ് 2014 പറയുന്നത്
ആർക്കാണോ ഒരു ആവറേജ് CSR ഒബ്ലിഗേഷൻ 10 കോടിയിലും മേലെ ഉള്ളത് ഇൻ ദ 3 പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ, കഴിഞ്ഞ 3 വർഷത്തിലെ പ്രിസീഡിംഗ് 3 ഫിനാൻഷ്യൽ ഇയറിലെ ആവറേജ് 10 കോടിയിലും മേലെ CSR എക്സ്പെൻഡിച്ചർ ഉള്ളത് അവരെന്ത് ചെയ്യണം? അവർ ഏതൊക്കെ പ്രൊജക്ടുകളിലാണോ 1 കോടിയിലും മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പ്രൊജക്ടുകൾക്ക് ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണം. എന്താ ഞാൻ പറഞ്ഞത്? എല്ലാ കമ്പനികൾക്കും വേണ്ട. ഏത് കമ്പനികൾക്കാണോ കഴിഞ്ഞ 3 വർഷമായിട്ട് ആവറേജ് 10 കോടി CSR ഒബ്ലിഗേഷൻ ഉള്ളത്, എന്തുള്ളത്? CSR ഒബ്ലിഗേഷൻ ഉള്ളത്, ആ കമ്പനികൾ ഒരു ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസിയെ അപ്പോയിന്റ് ചെയ്യണം. അവർ ഏതിന്റെ ഇമ്പാക്ട് അസസ് ചെയ്യുള്ളൂ? 1 കോടിയിലും മേലെ ഉള്ള പ്രൊജക്ടുകളുടെ മാത്രം ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ 10 കോടിയിലും മേലെ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് 4 പ്രൊജക്റ്റിലാണ് നമുക്ക് 1 കോടിയിലും മേലെ ഇമ്പാക്ട് ഉള്ളത് എങ്കിൽ ആ 4 പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യം ബാക്കിയുള്ള പ്രൊജക്ട് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഈ ഇമ്പാക്ട് അസസ്മെന്റ് എന്ത് ചെയ്യണം? ബോർഡിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ് ഇത് ചെയ്യേണ്ടത്. എത്രമാത്രം പൈസ ചെലവാക്കാം? ഇമ്പാക്ട് അസസ്മെന്റ് ചെലവ് എത്രയാകാം? 2% ഓഫ് ദ ടോട്ടൽ, എന്താണ്, ഷാൽ നോട്ട് എക്സീഡ് 2% ഓഫ് ദ ടോട്ടൽ CSR എക്സ്പെൻഡിച്ചർ ഓർ 50 lakhs വിച്ച് എവർ ഈസ് ഹയർ. 2% അല്ലെങ്കിൽ 50 ലക്ഷം എന്തിന്റെ? CSR എക്സ്പെൻഡിച്ചറിന്റെ അതിനേക്കാട്ടിലും കൂടുതലാകാൻ പാടില്ല ഇമ്പാക്ട് അസസ്മെന്റിന്റെ ചെലവ്. അപ്പൊ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു തേർഡ് പാർട്ടി ഏജൻസി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എന്താണ് CSR പ്രൊജക്റ്റുകളുടെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നു. ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് അല്ല. ഇമ്പാക്ട് അസസ്മെന്റ് മച്ച് ഡീപ്പർ ദാൻ ഫീഡ്ബാക്ക്. ആർക്കൊക്കെയാണ് ഈ ഇമ്പാക്ട് അസസ്മെന്റ് വേണ്ടത്? ഏതൊക്കെ കമ്പനികൾക്കാണ് വേണ്ടത്? കാരണം ഇത് വളരെ ചെലവേറിയ ഒരു സംഭവമാണ്, വളരെ എക്സ്പെർട്ടൈസ് വേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വർഷത്തിൽ ആവറേജ് 10 കോടിയിലും മേലെ എന്താണ് CSR എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു കമ്പനി, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് 10 കോടിയിലും മേലെ CSR എക്സ്പെൻഡിച്ചർ ഉള്ള കമ്പനി, ആ കമ്പനി ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ 1 കോടിയിലും മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമാണ് എന്ത് വേണ്ടത്? ഇമ്പാക്ട് അസസ്മെന്റ് വേണ്ടത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതിന് എത്രമാത്രം ചെലവാക്കാം? കഴിഞ്ഞ 3 എന്താണ് 2% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, 2% ഓഫ് ദ ടോട്ടൽ CSR എക്സ്പെൻഡിച്ചർ ഓർ 50 lakh rupees വിച്ച് എവർ ഇസ് ഹയർ ക്യാൻ ബി ദ അതിന്റെ എക്സ്പെൻഡിച്ചർ, എന്തിന്റെ? ഇമ്പാക്ട് അസസ്മെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി ആനുവൽ റിപ്പോർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് KMP ഉണ്ട് അല്ലേ? പിന്നെയും ഉണ്ടോ തോന്നുന്നു അല്ലേ KMP? ശരി, വിൽ ബ്രേക്ക് ഹിയർ ഫോർ 5 minutes then we'll start.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആനുവൽ റിപ്പോർട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയുള്ള ചാപ്റ്ററുകൾ. ഈ ആനുവൽ റിപ്പോർട്ടും KMPയും നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ അല്ലായിരുന്നു പഴയ സിലബസിൽ. ഇത് സെപ്പറേറ്റ് ചാപ്റ്റർ ആക്കിയിരിക്കുകയാണ്. അതിലർത്ഥം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തുതന്നെയാണെങ്കിലും 4 to 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ചോദിച്ചിരിക്കും. കാരണം ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനി സെക്രട്ടറിക്ക് വലിയ റോളാണ് പ്ലേ ചെയ്യാനുള്ളത്. ഇത് നഷ്ടപ്പെടുത്തിയത് ഇതിനൊരു 10 മാർക്ക് കിടപ്പുണ്ടായിരുന്നു. കമ്പനി സെക്രട്ടറിക്ക് വേണ്ടി മാത്രം ഒരു 10 മാർക്ക് കിടപ്പുണ്ടായിരുന്നു. അത് വേറൊരു ചാപ്റ്ററിൽ ചേർത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയാതെ കമ്പനി സെക്രട്ടറി എന്താണെന്നും അതിന് അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയിട്ടേ തന്നിട്ടുള്ളൂ. അപ്പോൾ 10 മാർക്കാണ് നമ്മൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. പുതിയ ചാപ്റ്റേഴ്സാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആനുവൽ റിപ്പോർട്ട് 18ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്, സെബിയുടെ ഗൈഡ് ലൈൻസ്, സെബിയുടെ നമ്മൾ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസും സെബിയുടെ റെഗുലേഷൻ രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. പ്രിയ ഒരു നോമിനി ഡയറക്ടറാണ് ഒരു കമ്പനിയുടെ, അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. informed the board of directors during a board meeting that the next annual report of the company shall contain management discussion and analysis report. You being a company secretary have been asked by the board to prepare. State the matters you would include in the report. ഇത്രേ ചോദിക്കുന്നത് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ ആണ്. മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിനോടൊപ്പം വേണം. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ടിൽ ഉണ്ടാകുക? ഇതാണ് ചോദ്യം. റെഗുലേഷൻ 34 സെബിയുടെ LODR റെഗുലേഷൻസ് ആണ്. The annual report shall contain management discussion and analysis report, either as a part of director report or addition thereto. ഒന്നുകിൽ എന്താകാം, ഒരു ഡയറക്ടർ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് MDAR ഉണ്ടായിരിക്കണം. ആസ് പെർ ഷെഡ്യൂൾ 5 ഓഫ് സെബി LODR റെഗുലേഷൻ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഇൻഡസ്ട്രി സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്സ്, മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ്. മാനേജ്മെന്റ് എന്താ ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് ഈ കമ്പനി മുമ്പിലേക്ക് പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടാവുള്ളൂ. എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ ഡെവലപ്മെന്റ്, നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ എന്നുള്ളത്. 2, നമ്മുടെ സെഗ്മെന്റ് വൈസ്, നമ്മുടെ കമ്പനിയുടെ സെഗ്മെന്റ് വൈസ് പ്രോഡക്റ്റ് വൈസ് പെർഫോമൻസുകൾ. ദെൻ കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക്, എന്തൊക്കെ റിസ്ക്കും കൺസേണുമാണ് കമ്പനിക്കുള്ളത്, കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അതിൻ്റെ അഡ്വക്കസിയെ കുറിച്ച്. ദെൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഓപ്പറേഷണൽ പെർഫോമൻസും കൊടുത്ത കമ്പാരിസൺ ഡിസ്കഷൻ. എന്താണ് ഫിനാൻഷ്യൽ പെർഫോമൻസും ഓപ്പറേഷണൽ പെർഫോമൻസും? കമ്പനി ഓപ്പറേഷൻ വൈസ് ഡെവലപ്പ് ആകുന്നുണ്ടോ, പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദെൻ മെറ്റീരിയൽ ഡെവലപ്മെന്റ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ, അതായത് നമ്മുടെ വ്യവസായത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിൽ എന്ത് മെറ്റീരിയൽ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ ഏതെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഏതെങ്കിലും കീ ഫിനാൻഷ്യൽ റേഷ്യോസിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് പറഞ്ഞാൽ 25%-നേക്കാട്ടിലും കൂടുതൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ റേഷ്യോയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഏതൊക്കെയാണ് അത് നോക്കുന്നത്? ഡെറ്റേഴ്സ് ടേൺ ഓവർ, ഇൻവെന്ററി ടേൺ ഓവർ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, കറന്റ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ദെൻ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഇതിൽ ഏതെങ്കിലും 25%-ലും കൂടുതൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് എനി ചേഞ്ച് ഇൻ റിട്ടേൺ ഓഫ് നെറ്റ്വർത്ത്, കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ഓഫ് നെറ്റ്വർത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് MDARൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ എന്തുണ്ടാവുക? കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് തുടങ്ങണം. നമ്മൾ ഇൻഡസ്ട്രിയിൽ തുടങ്ങി ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ്, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമ്മുടെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്, കീ ഫിനാൻഷ്യൽ റേഷ്യോസിലുള്ള 25% കൂടുതൽ വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത്, റിട്ടേൺ ഓൺ നെറ്റ്വർത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ വേണ്ടത്? കമ്പനിയുടെ മെറ്റീരിയൽ ഡെവലപ്മെന്റ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രി ഫ്രണ്ട്, കമ്പനിയുടെ ഔട്ട്ലുക്ക്, കമ്പനിയുടെ റിസ്ക് ആൻഡ് കൺസേൺസ്, കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് അഡ്വക്കസി, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് എന്തുണ്ടാവുക? MDARൽ ഉണ്ടാവുക. What are related party disclosures required to be made by listed entities as per SEBI regulation? എന്തൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് ആയിട്ട് ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ചെയ്യേണ്ടത്? റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് സെക്ഷൻ ഏതാ റിലേറ്റഡ് പാർട്ടി ആയിട്ട് പറയുന്നത്? 188 അല്ലേ? റിലേറ്റഡ് പാർട്ടി
എല്ലാ ആസ് പെർ റെഗുലേഷൻ 23 of SEBI LODR regulation, the listed entity shall submit to the stock exchange disclosures of related party transaction in the format as specified by the board from time to time. As per section 27(2)(b), the details of the material transaction with related party shall be disclosed in quarterly compliance report of corporate governance. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ആദ്യം പറഞ്ഞത് എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസ്ക്ലോഷേഴ്സിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, നമ്മുടെ ക്വാർട്ടർലി കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ടിലും റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടായിരിക്കണം. ഷാൾ ഐ റിപ്പീറ്റ് വൺസ് മോർ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് കംപ്ലയൻസസിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കംപ്ലയൻസസിൽ നമുക്ക് എന്താ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് വേണമെന്ന് റെഗുലേഷൻ 23 പറയുമ്പോൾ, റെഗുലേഷൻ 27 പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ടിലും എന്ത് വേണം, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് വേണം, LODR. ഓക്കെ, ദെൻ ആസ് പെർ റെഗുലേഷൻ 53 പാര എ ഷെഡ്യൂൾ 5 ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവേണ്ട റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനുമായിട്ട് എന്താണ്, ദ ലിസ്റ്റഡ് എൻറ്റിറ്റി വിച്ച് ഹാസ് ലിസ്റ്റഡ്, ഏത് കമ്പനിയാണോ അവരുടെ നോൺ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ആ ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഹോൾഡിംഗ് കമ്പനി ഒരു എന്തൊക്കെ എമൗണ്ട് ആണ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി, എന്തെങ്കിലും ലോൺസ് ആൻഡ് അഡ്വാൻസ് സബ്സിഡറി കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വേണം. ദെൻ അതുപോലെ തന്നെ അസോസിയേഷന് കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് വേണം. അല്ലെങ്കിൽ ഫേംസ് ആൻഡ് കമ്പനീസ് ഇൻ വിച്ച് ദ പ്രൊമോട്ടേഴ്സ് ആർ മെറ്റീരിയലി ഇൻട്രസ്റ്റഡ്, അതിലെന്തെങ്കിലും ലോൺസ് കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. സബ്സിഡറിയുമായി ബന്ധപ്പെട്ട് സബ്സിഡറി എന്താ ചെയ്യേണ്ടത്, സെയിം ഡിസ്ക്ലോഷേഴ്സ്, ഇപ്പൊ പാരന്റ് കമ്പനിയുടെ ഡിസ്ക്ലോഷേഴ്സ്, ഹോൾഡിംഗ് കമ്പനിക്ക് എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് പറഞ്ഞോ അതേ ഡിസ്ക്ലോഷർ സബ്സിഡറി കമ്പനി ചെയ്യണം. Holding company, investment by the loanee in the shares of parent company and the subsidiary company when the company has made loan to advanced nature of loan. ഇപ്പം ഞാൻ പ്രജീഷയ്ക്ക് ഒരു ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രജീഷ എത്രമാത്രം ഷെയർ ആണ് എൻ്റെ കമ്പനിയിലോ എന്നെ സബ്സിഡറി കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽസും കൂടെ ഹോൾഡിംഗ് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യണം. ഷാൾ ഐ റിപ്പീറ്റ് വൺസ് മോർ? എന്തൊക്കെയാണ്? ഹോൾഡിംഗ് കമ്പനി അവരുടെ സബ്സിഡറി കമ്പനിക്ക് എത്രമാത്രം ലോൺസിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അസോസിയേറ്റ്സ് എത്ര ലോൺസിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ കമ്പനികൾക്കാണോ നിങ്ങൾ ലോൺസിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത്, ഇതേ ഡിസ്ക്ലോഷർ തന്നെ ആർക്കും വേണം, സബ്സിഡറി കമ്പനിക്ക് വേണം. ഹോൾഡിംഗ് കമ്പനിയുടെ അഡീഷണൽ റിക്വയർമെന്റ് എന്താണ്, ഏതെങ്കിലും തരത്തിലെ പാരന്റ് കമ്പനിയുടെയോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെയോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ലോണും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും അവർ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ബാങ്കുകൾക്ക് ഈ ഡിസ്ക്ലോഷേഴ്സ് അപ്ലിക്കബിൾ അല്ല. എല്ലാ കമ്പനികൾക്കും ഒരു ആക്റ്റീവ് വെബ്സൈറ്റ് ഉണ്ടാകണം. കമന്റ്. ഇതൊന്നും സ്ട്രെയിറ്റ് വേ ക്വസ്റ്റ്യൻസ് അല്ല, അതായത് നേരിട്ട് ഒരു ആൻസറുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലായി പറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് എന്ത് വേണം, ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം, അത് ആക്റ്റീവ് ആയിരിക്കണം, അതിൽ ഇൻവെസ്റ്റർ റിലേഷൻസ് ഒരു സംഭവം ഉണ്ടായിരിക്കണം, അതിലായിരിക്കണം നോട്ടീസുകളും റെസൊല്യൂഷൻസ് ഒക്കെ, നിങ്ങൾ പബ്ലിക് നോട്ടീസുകളൊക്കെ ഇടുന്നത് അതിലായിരിക്കണം. അത് 5 കൊല്ലം നിങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം ആർക്കൈവൽ പോളിസി പ്രകാരം അത് മാറ്റിവെക്കാം. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ ഇൻസ്ട്രുമെൻറ്റും 5-ാമത്തെ വർഷമാകുമ്പോൾ അത് ആർക്കൈവൽ പോളിസിയിൽ മാറ്റിവെക്കാം. അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ട് 5 വർഷം വരെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ ഡിസ്ക്ലോഷേഴ്സ് എല്ലാം കമ്പനിയുടെ വെബ്സൈറ്റ്. അപ്പോൾ ആക്റ്റീവ് വെബ്സൈറ്റ് ലിസ്റ്റഡ് കമ്പനിക്ക് വേണമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ക്ലിയർ ആണ്? ഓക്കെ. പക്ഷേ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എവറി കമ്പനി ഈസ് റിക്വയർഡ് ടു ഹാവ് എൻ ആക്റ്റീവ് വെബ്സൈറ്റ് എന്നാണ്. ഓക്കെ, ദ കമ്പനീസ് ആക്ടിൽ എവിടെയും ഒരു വെബ്സൈറ്റിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ LODR റെഗുലേഷൻസിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്, ലിസ്റ്റഡ് കമ്പനിക്ക് നിർബന്ധമായിട്ട് വേണം, അതേസമയം ഒരു അൺലിസ്റ്റഡ് കമ്പനിക്ക് അത് നിർബന്ധമായിട്ട് വേണം എന്ന് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഫങ്ഷണൽ വെബ്സൈറ്റ് ആയിരിക്കണം. ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റിക്ക് എന്താ ഉണ്ടാവേണ്ടത്, ഒരു ഫങ്ഷണൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ ഉണ്ടാവേണ്ടത്, അവരുടെ ബിസിനസ്സിനെ കുറിച്ച്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെയും കുറിച്ച്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമ്മിറ്റികൾ ഏതൊക്കെയാണ് അതിൻ്റെ കോമ്പോസിഷനെ കുറിച്ച്, കോഡ് ഓഫ് കണ്ടക്റ്റുകളെ കുറിച്ച്, സീനിയർ മാനേജ്മെന്റ് ലെവലിൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച്, ദെൻ വിജിൽ മെക്കാനിസം, വിസിൽ ബ്ലോവർ പോളിസിയെ കുറിച്ച്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കൊടുക്കുന്ന പേയ്മെന്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ പോളിസികളെ കുറിച്ച്, മെറ്റീരിയൽ സബ്സിഡറി എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതിനെ കാര്യങ്ങളെ കുറിച്ച്, ദെൻ എന്താണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഫെമിലറൈസേഷൻ പ്രോഗ്രാംസും അതിൻ്റെ വീഡിയോ കൂടെ നമ്മൾ അതിലിട്ടിരിക്കണം.
അതുപോലെ തന്നെ ഈ എന്താണ് ഇൻവെസ്റ്റർ ഗ്രീവൻസ് സെല്ലിൻ്റെ ഇമെയിൽ ID, ടെലിഫോൺ നമ്പർ. ദെൻ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഓഫ് ഡിസിഗ്നേറ്റഡ് ഒഫീഷ്യൽസ് ഓഫ് ലിസ്റ്റഡ് എൻറ്റിറ്റി ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്, ഇൻവെസ്റ്റർ ഗ്രീവൻസസ്. അവർ പേര്, ഇപ്പോൾ കമ്പനി സെക്രട്ടറി ആണെങ്കിൽ കമ്പനി സെക്രട്ടറി പേര്, അഡ്രസ്സുകൾ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, കമ്പനിയുടെ നോട്ടീസ്, എപ്പോഴാണോ ഫിനാൻഷ്യൽ റിസൾട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന അതിൻ്റെ നോട്ടീസ് ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ റിസൾട്ടുകൾ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് കോപ്പി ഓഫ് ആനുവൽ റിപ്പോർട്ട് അതിലുണ്ടായിരിക്കണം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽസ് ഓഫ് എഗ്രിമെന്റ്, ഏതെങ്കിലും മീഡിയ കമ്പനിയുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ദെൻ അനലിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ അവരുടെ പ്രസന്റേഷൻസിന്റെ കോപ്പി കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഓഡിയോ വിഷ്വൽ റെക്കോർഡ്സ് ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻസ് ഓഫ് പോസ്റ്റ് ഏർണിംഗ് ക്വാർട്ടർലി കാൾസ്, നമ്മൾ ക്വാർട്ടർലി റിസൾട്ടും അതുപോലെ പോസ്റ്റ് ഏർണിംഗ് ക്വാർട്ടർലി റിസൾട്ടും അതിൻ്റെ കോൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ വീഡിയോ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. ദെൻ നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മളൊരു ക്വാർട്ടർലി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് അതിനെക്കുറിച്ച് നമ്മളൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തും. അതിനുശേഷം ഒരു ക്വാർട്ടർലി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ ഇത് 5 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. ആർക്കൈവൽ പോളിസി വഴി മാറ്റിവെക്കാം. ഇതിലെല്ലാം ഒന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? റെസൊല്യൂഷൻസിൻ്റെ കോപ്പി, നോട്ടീസുകളുടെ കോപ്പി, അജണ്ടകൾ, കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, കമ്പനിയുടെ പുതിയ ഡയറക്ടേഴ്സിന് അപ്പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള 5-6 കാര്യങ്ങൾ എഴുതി അവസാനിപ്പിച്ചേക്കാം. മുഴുവൻ ഒന്നും എഴുതാൻ ശ്രമിക്കരുത്. സച്ച് അതർ ഇൻഫർമേഷൻസ് ആസ് ഡിസ്ക്രൈബ്ഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ LODR റെഗുലേഷൻ. കമ്പനിക്ക് വെബ്സൈറ്റ് വേണമെന്ന് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ടോ? ഇല്ല. എവിടെയാണ് പറയുന്നത്? LODR, ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. ഈ LODRും ICDR തമ്മിൽ വ്യത്യാസം എന്താ? ICDR എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്. ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പ്രോസ്പെക്ടസ്, അങ്ങനത്തെ കാര്യങ്ങൾ. LODR എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ, ഒരിക്കലും ലിസ്റ്റ് ചെയ്ത കമ്പനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അടുത്ത മോഡ്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയകളാണ്. അതായത് ഒരു 30 മാർക്ക് കിട്ടാവുന്ന 2 ചാപ്റ്റേഴ്സാണിത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. മനസ്സിലായോ എന്താണെന്നുള്ളത്? അപ്പോൾ ഒരു കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് ആ ലിസ്റ്റിംഗ് കിട്ടണമെങ്കിൽ കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ടാകും. ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാകും? അത് നമ്മൾ തുടർച്ചയായി ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും. ദെൻ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. ദെൻ റെഗുലേഷൻ 47 പറഞ്ഞ കാര്യങ്ങൾ, ക്രെഡിറ്റ് റേറ്റിംഗ്, ഈ ഇതിന് ഏതെങ്കിലും ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ. ദെൻ ഓരോ സബ്സിഡറിയും സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതുപോലെ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും വേണം. ഇനി ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ഇന്ത്യക്ക് പുറത്ത് വിച്ച് ഹാസ് എ സബ്സിഡറി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് അവർക്കൊരു സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ ആ സബ്സിഡറി കമ്പനി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആ രാജ്യത്തിലെ നിയമപ്രകാരം ഉണ്ടാക്കേണ്ടോ നിയമം ഉണ്ടാവാം. ആ നിയമം കറക്റ്റായിട്ട് അവർക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യമുണ്ട് അവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന നിയമമില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിയമങ്ങൾ അവർക്ക് അപ്ലിക്കബിൾ ആവില്ല. കാരണം അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എവിടെയാണ്? പുറത്താണ്. ഉദാഹരണം, ഇപ്പം നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, അമേരിക്കയിലാണ് ആ കമ്പനി, അമേരിക്കയിലെ നിങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. അമേരിക്കയിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല, ആ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. Then where such subsidiary is not required to get financial statement audited. ഇനി ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ സബ്സിഡറി ഉണ്ട്, നിങ്ങളുടെ ആ രാജ്യത്ത് ഓഡിറ്റിംഗ് നിർബന്ധമല്ലെങ്കിൽ അതിന് ആ കമ്പനിക്ക് അൺഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അതിവിടെ കൊടുക്കുന്ന ഓഡിറ്റിൻ്റെ കാര്യം നിങ്ങളില്ല, അവിടെ ആ രാജ്യത്ത് ഓഡിറ്റിംഗ് നിർബന്ധമല്ലെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ദെൻ സെക്രട്ടേറിയൽ കംപ്ലയിൻസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ മെറ്റീരിയാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഇവൻസിൻ്റെ മെറ്റീരിയാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ബേസിസ്. ദെൻ കീ മാനേജറൽ പേഴ്സണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ്. ദെൻ റെഗുലേഷൻ 30 പ്രകാരം ഡിസ്ക്ലോഷേഴ്സ്. ഡീവിയേഷൻ, എന്താ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോസ്പെക്ടസിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസ് വെച്ചിട്ടായിരിക്കും. ആ പർപ്പസിനല്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡീവിയേഷൻ, മോണിറ്ററിങ് ഏജൻസി ഉണ്ടായിരിക്കും. ആ മോണിറ്ററിങ് ഏജൻസി നമുക്ക് തരുന്നതാണ് ഡീവിയേഷൻ റിപ്പോർട്ട്, അതിൻ്റെ കോപ്പി ഉണ്ടാവണം. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി, എത്ര കമ്പനികൾക്കാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി വേണ്ടത്? ടോപ്പ് 100 കമ്പനികൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി വേണം. ദെൻ ഒരു 6-7 പോയിന്റെങ്കിലും 7-8 പോയിന്റെങ്കിലും എഴുതണം കേട്ടോ. 7-8 പോയിന്റ് എഴുതാനൊക്കെ ധാരാളം നിങ്ങളുടെ കയ്യിലുണ്ട്, മരുന്നുണ്ട് കേട്ടോ. ഇത് 27 പോയിന്റ് അപ്പോൾ ഞാൻ പറയണേ. ആനുവൽ റിട്ടേൺ സെക്ഷൻ 92 പ്രകാരമുള്ള ആനുവൽ റിട്ടേണും അതിലുണ്ടായിരിക്കണം.
അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുകയെന്ന് ഒന്ന് 6-7 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. 6-7 പോയിന്റെങ്കിലും എഴുതിയിരിക്കണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് വെബ്സൈറ്റ് നോക്കുക, അതിൽ പറഞ്ഞ ഒരു കാര്യവും നുണയാകാൻ പാടില്ല, മെറ്റീരിയലി ഡിഫറൻ്റ് ആകാൻ പാടില്ല, സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു 7-8 പോയിന്റെങ്കിലും ഓർത്ത് വെച്ചേക്കണം. 7-8 പോയിന്റ്, 27 പോയിന്റ് ഞാൻ പറഞ്ഞു, അതിലുണ്ടല്ലോ 27 പോയിന്റ്. അപ്പോൾ ആ 7-8 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾക്കറിയാം എന്തൊക്കെ റെസൊല്യൂഷൻ്റെ കോപ്പി ഉണ്ടാകും, നോട്ടീസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും, ആനുവൽ റിപ്പോർട്ട് ഉണ്ടാകും, പിന്നെ സബ്സിഡറി ആനുവൽ റിപ്പോർട്ട് ഉണ്ടാകും, പിന്നെ നിങ്ങളുടെ സബ്സിഡറി എന്തൊക്കെ പുറത്തുണ്ടെങ്കിൽ ആ രാജ്യത്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മതി, അവിടെ ഓഡിറ്റ് നിർബന്ധമില്ലെങ്കിൽ അൺഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മതി. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറയണത് അല്ലേ? മെറ്റീരിയൽ ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ? പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ പേര് മാറ്റിയ ഡീറ്റെയിൽസ്, ഏതെങ്കിലും ദിവസം ഒരു 10 പോയിന്റ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം 27. ഡിവിഡൻഡ് ഈസ് എ പ്രൊറോഗേറ്റീവ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡിവിഡൻഡ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഹവർ ദർ ആർ സം പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി. പക്ഷേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസിയിൽ കുറച്ച് പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഓഫ് ടോപ്പ് 500 കമ്പനീസ് എന്താണ് ആസ് പെർ LODR റിക്വയർമെന്റ്സ്. ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് പ്രകാരം ടോപ്പ് 500 കമ്പനികൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി വേണമെന്ന് പറയുന്നു. എന്തെല്ലാം പാരാമീറ്റേഴ്സ് ആണ് അതിന് സെറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്താണെന്ന് അറിയണം, നമ്മളത് പഠിക്കുകയാണ് കേട്ടോ. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ആസ് പെർ റെഗുലേഷൻ 43A ഓഫ് LODR എന്താണ്? ടോപ്പ് 1000 എൻറ്റിറ്റീസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഷാൾ ഫോർമുലേറ്റ് എ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി. ടോപ്പ് 1000 ആണ് കേട്ടോ, ടോപ്പ് 1000. ഇറ്റ് ഷാൽ ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദ വെബ്സൈറ്റ്. ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നിരിക്കണം. ദെൻ പാരാമീറ്റേഴ്സ് എന്താണ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എന്തെല്ലാമാണ്? എന്തെല്ലാം ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്? ദെൻ പോളിസി ഹൗ ദ റിട്ടേൺ, എങ്ങനെയാണ് റിട്ടേൺഡ് ഏർണിങ്സ് ഉപയോഗിക്കേണ്ടത്? ദെൻ വേരിയസ് ക്ലാസ്സസ് ഓഫ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കൺസിഡറേഷൻസ് ആണ് ഓരോ ക്ലാസ്സിനും ഉണ്ടാകേണ്ടത്? എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഒന്നുകൂടി ഞാൻ പറയുന്നു. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളത്? എന്തൊക്കെ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് കമ്പനി കൺസിഡർ ചെയ്യേണ്ടത്? എന്തെല്ലാം ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നിങ്ങളുടെ ഡിവിഡൻഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ദെൻ എന്തൊക്കെയാണ് പോളിസി ആസ് ടു ഹൗ ദ, എങ്ങനെയാണ് റിട്ടേൺഡ് ഏർണിങ്സ് റിസർവ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള പോളിസി. അതുപോലെ തന്നെ വേരിയസ് ക്ലാസ്സസ് ഓഫ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ കൺസിഡറേഷൻസ്. Addition or changes dividend distribution policy. If the listed entity proposed to declare dividend on the basis of parameters in addition to clauses A to E, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കൺസിഡറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാഷണല് അവർ ആനുവൽ റിപ്പോർട്ടിൽ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റാഷണല് എവിടെ ഉണ്ടായിരിക്കണം? അവരുടെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ടോപ്പ് 1000 കമ്പനികൾ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? ഇപ്പം എങ്ങനെയാണ് മനസ്സിലാക്കിയേ? ടോപ്പ് 1000 കമ്പനികൾക്ക് ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഉണ്ടായിരിക്കണം. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസിയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിവിഡൻഡ് കൂടുക, അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിൽ കൊടുക്കില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്, എന്ത് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്താണ് ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കാതെ മാറ്റിവെച്ച പണം കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ കമ്പനി കൺസിഡർ ചെയ്യും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇതല്ലാതെ അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ടാകാം. അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് CGR, കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്? ആരാണ് ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നതും കമ്പനീസ് ആക്ടിലല്ല, LODRലാണ് പറയുന്നത്. ഷെഡ്യൂൾ 5 പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു CGR റിപ്പോർട്ടിൽ വേണ്ടത്. കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് സെക്ഷൻ ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് ആനുവൽ റിപ്പോർട്ട്. ആനുവൽ റിപ്പോർട്ടിന്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സെക്ഷനിൽ എന്തെല്ലാം ഡിസ്ക്ലോഷേഴ്സ് ആണ് വേണ്ടത്? ഒന്ന്, കമ്പനിയുടെ ഫിലോസഫി ഓൺ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കമ്പനി എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിലോസഫി എന്താണ്? ദെൻ വേരിയസ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റി, NRC, SRC, RMC,
Remuneration of directors, general body meetings, means of communication, general shareholder information, other prescribed details, whistleblower policy, ഇതൊക്കെ അതിൽ വരാം. ഓക്കെ, കംപ്ലൈൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ കംപ്ലൈൻസ് സർട്ടിഫിക്കറ്റ് ആരാ സൈൻ ചെയ്യേണ്ടത്? ഒന്നുകിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അല്ലെങ്കിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയാണ് സൈൻ ചെയ്യേണ്ടത്. ബോർഡിന്റെ റിപ്പോർട്ടും ഡിസ്ക്ലോഷേഴ്സും 2017 കാലഘട്ടത്തിൽ ഒരു കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ എന്ത് ചെയ്തു? പബ്ലിക് അവർ എംപ്ലോയീസിന് ഈ സോപ്പ് പ്രകാരം ഷെയർ ഇഷ്യൂ ചെയ്തു. മിസ്റ്റർ എക്സലന്റ്, ഒരു മിസ് എക്സലന്റ് എന്ന് പറയുന്ന ഒരു ലേഡി നിങ്ങളുടെ ഡയറക്ടറായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് ചോദിക്കുകയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇവിടെ ചോദിക്കുന്ന ഇസോപ്പുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമ്മളത് മുഴുവനായിട്ടും പഠിക്കുന്നു. ബോർഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ബോർഡ് റിപ്പോർട്ട് റൂൾ 9-12 ഓഫ് കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചർ റൂൾസ് 2014 പറയുന്നത്. എന്താണ്? ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്? എത്ര ഓപ്ഷൻ കൊടുത്തു, എത്ര ഓപ്ഷൻ വെസ്റ്റ് ചെയ്തു, എത്ര ഓപ്ഷൻ എക്സസൈസ് ചെയ്തു, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, ഈ എക്സസൈസ് പ്രകാരം എത്ര ഷെയർ ഉണ്ടായി, എത്ര ഓപ്ഷൻ ലാപ്സ് ആയി, എക്സസൈസ് പ്രൈസ് എത്രയാണ്, ഓപ്ഷൻസിന്റെ ടേംസ് എങ്ങാനും മാറ്റിയിട്ടുണ്ടോ, ദെൻ എത്രമാത്രം പണം നമുക്ക് ഓപ്ഷൻ വഴി കിട്ടിയിട്ടുണ്ട്, എത്ര ഓപ്ഷൻസ് ആണ് ഇനി ഫോഴ്സ്ഡ് ഉള്ളത്, എംപ്ലോയി വൈസ് ഡീറ്റെയിൽസ്, ആർക്കൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തത്, KMPക്ക് എത്ര കൊടുത്തു, സീനിയർ മാനേജർ എത്ര കൊടുത്തു, അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന് എത്ര കൊടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ ആർക്കാണോ 1% കൂടുതൽ ഓപ്ഷൻസ്, ആരൊക്കെയാണോ ഓപ്ഷൻ കൊടുത്തിട്ട് അയാളുടെ ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ ഇഷ്യൂ ക്യാപിറ്റലിൽ 1% കൂടുതലായിട്ടുള്ളത്, അവരുടെ ഡീറ്റെയിൽസ് സ്പെസിഫിക്കലി വേറെ ഉണ്ടായിരിക്കണം. Okay, then the director report of Ayush Limited for the financial year ended 31st March 2015 has been dated on 15th May 2015, whereas the auditor report of the same period is dated on 16th May 2015. ഇതിന് ആൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ ബോർഡ് റിപ്പോർട്ട് ഓഡിറ്റർ റിപ്പോർട്ട് സൈൻ ചെയ്തിരിക്കുന്നത് 16 മെയ്ക്കാണ്. അതുപോലെ തന്നെ അവരുടെ ബോർഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്തിരിക്കുന്നത് 15 മെയ്ക്കാണ്. അത് 15-ാം തീയതി സൈൻ ചെയ്തിട്ടുള്ള ബോർഡ് റിപ്പോർട്ടിന്റെ മുകളിൽ 16-ാം തീയതി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിൽ നിന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സെക്ഷൻ 134(3) പറയുന്നത് എന്താണ്? There shall be attached statements laid before the company general meeting. A report of the board of directors shall include explanations or comments by the board on the every qualification, reservation or adverse or disclaimer made by the auditor or secretarial auditor. Then ideally, date of the director's report should be on the same day or later than the auditor's report. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ ഡേറ്റിനെക്കാട്ടിലും ശേഷമായിരിക്കണം എന്ത് വരേണ്ടത്? ബോർഡ് റിപ്പോർട്ട് വരേണ്ടത്. അതിന്റെ മുമ്പ് വരാൻ പാടില്ല എന്നുള്ളതാണ്. If the auditor's report is subsequent to the date of director's report, it would not be possible for the board to comply with the requirement. കാരണം ഇവ 15-ാം തീയതി ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടി, 16-ാം തീയതി ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്താൽ, ബോർഡ് റിപ്പോർട്ട് കൊടുത്താൽ പ്രശ്നമില്ല. അതേ 15-ാം തീയതി ബോർഡ് റിപ്പോർട്ടും 16-ാം തീയതി ഓഡിറ്റ് റിപ്പോർട്ടും ആണെങ്കിൽ എന്തുണ്ടായിട്ടില്ല? ഓഡിറ്ററുടെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആര് കൺസിഡർ ചെയ്തിട്ടില്ല? ബോർഡ് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതെന്താണ്? അത് വയലേഷനാണ്. അത് ഇൻ ഓർഡറിലല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ബോർഡ് റിപ്പോർട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ബോർഡ് റിപ്പോർട്ട് എപ്പോഴും എന്തായിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം. ഐ റിപ്പീറ്റ്, ബോർഡ് റിപ്പോർട്ട് എപ്പോഴും എന്തായിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് ദാറ്റ്? സെക്ഷൻ 134 പറയണത് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. ഒരു ബോർഡ് റിപ്പോർട്ടിലാണ് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുക? ആനുവൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രോപ്പർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ഡിപ്പാർച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർച്ചർ എന്താണ്, എന്തുകൊണ്ടാണ് ആ ഡിപ്പാർച്ചർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ കമ്പനിക്ക് ഏതെങ്കിലും അക്കൗണ്ടിങ് പോളിസീസ് കമ്പനി സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെല്ലാം അക്കൗണ്ടിങ് പോളിസീസ് ആണ് റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച്. ദെൻ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോപ്പർ ആൻഡ് സഫീഷ്യന്റ് കെയർ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് അഡിക്വേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കമ്പനിയിലെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോപ്പർ ആൻഡ് സേഫർ ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച്. ആൻഡ് ഡയറക്ടർ ആർ പ്രിപ്പയർഡ് ആനുവൽ അക്കൗണ്ട്സ്, കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗോയിങ് കൺസേൺ ബേസിസിലാണ് എന്നതിനെ കുറിച്ച്.
Then directions in the case of listed company, directors in the case of listed company has laid down internal financial controls. കമ്പനിക്ക് പ്രോപ്പർ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഉണ്ടോ, അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ച്, പ്രോപ്പർ സിസ്റ്റം ഓഫ് കംപ്ലയൻസസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഐ റിപ്പീറ്റ്, ബോർഡ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. ബോർഡ് റിപ്പോർട്ട് സെക്ഷൻ 134 ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക? കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കറക്റ്റായി ഫോളോ ചെയ്തിട്ടുണ്ടോ, ദെൻ ഏതെങ്കിലും അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടിങ് പോളിസീസും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നു എന്ന് പറയുക. അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മെറ്റീരിയൽ ഡീവിയേഷൻ ഒരു അക്കൗണ്ടിങ് പോളിസിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡീവിയേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പറയുക. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് പ്രോപ്പർ ആൻഡ് സഫീഷ്യന്റ് കെയർ, കമ്പനിയുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതിൽ പ്രോപ്പർ ആൻഡ് സഫീഷ്യന്റ് കെയർ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് ഡിക്ലറേഷൻ ചേർക്കുക. അതുപോലെ ഗോയിങ് കൺസേൺ ബേസിസിലാണ് അവരുടെ കണക്കുകൾ എഴുതിയിട്ടുള്ളത് എന്ന് ഡിക്ലെയർ ചെയ്യുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനി, അവർക്ക് ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസും പ്രൊസീജിയേഴ്സും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഡയറക്ടേഴ്സ് ഡിവൈസ്ഡ് പ്രോപ്പർ സിസ്റ്റം, അവരുടെ കംപ്ലയൻസ് സിസ്റ്റം പ്രോപ്പർ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ടർ ഉത്തരവാദിത്ത റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഒരു സിറ്റുവേഷൻ പറയാട്ടോ, ഇത് ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫേറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു 100 കോടി രൂപ ലോസ് 2018 മെയ്യിലുണ്ടായി. ആൻഡ് ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ലൈക്ക് 2017-2018, അതായത് 2018 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻസിലാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ത് പറയുന്നു? 2017-2018 ബോർഡ് റിപ്പോർട്ടിൽ അവര് ഈ 100 കോടി രൂപ ലോസ് കാണിക്കണ്ട എന്ന് പറയുന്നു. കാരണം എന്താണ്? ഇത് 2017-2018 കാലഘട്ടത്തെ അല്ല, 2018 മെയ്യിൽ ഉണ്ടായത് 2018-2019 കാലഘട്ടത്തെയാണ്. അതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല എന്ന് CFO പറയുന്നു. ശരിയാണോ അയാൾ പറഞ്ഞത്? ശരിയാണോ? തെറ്റാണ്. Material changes happened after the close of financial year till the date of annual general meeting has to be disclosed as a separate report in the separate part in the board report as material changes after the accounting year end എന്ന് പറഞ്ഞ് കാണിക്കണം. അതുകൊണ്ട് CFO അങ്ങനെ പറയാൻ പറ്റില്ല. As per the provisions of LODR as well as per the provisions of Companies Act, you supposed to disclose it. No other way. ചെയ്തേ പറ്റിയാവും. അതായത് ഒരു കമ്പനി, എന്താ സുജല പറയണത്, ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ 2 ജനറൽ മീറ്റിങ്ങുകളുടെ ഗ്യാപ്പ് 15 മാസത്തിൽ കൂടാൻ പാടില്ല. ഒരു ROCക്ക് മാക്സിമം 3 മാസമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. ലിസ്റ്റഡ് കമ്പനികളാണെങ്കിൽ 5 മാസത്തിലേക്ക് കുറയ്ക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇതൊക്കെ. അപ്പോൾ ഈ കമ്പനിയുടെ മാർച്ച് 31 അക്കൗണ്ട് അവസാനിക്കുന്നത്. സെപ്റ്റംബർ 30 ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് എന്ന് കരുതുക. ആ ആനുവൽ ജനറൽ മീറ്റിംഗിലാണല്ലോ നമ്മൾ ബോർഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർച്ച് 31 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലഘട്ടത്തിൽ ഈ എന്തെങ്കിലും മാറ്റങ്ങൾ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ്. കാരണം അത് കാണിക്കേണ്ട എന്നിവിടെ CFO പറയാനുള്ള കാരണം, ഇത് കഴിഞ്ഞ വർഷത്തെ അല്ലേ നമ്മൾ കണക്ക് കാണിക്കുന്നത്, ഇത് ഈ വർഷത്തെ അടുത്ത വർഷം കാണിക്കാമല്ലോ, ഇതിപ്പോൾ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ കാണിക്കേണ്ട കാര്യമുണ്ട്. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആർ യു സപ്പോസ് ടു. ക്ലിയർ അല്ലേ? Every company is required to comply the disclosure requirements under Sexual Harassment of Women at Workplace, Prevention and Prohibition and Redressal Act in their board report. ഓരോ കമ്പനിക്കും എന്താണ് ഈ ഓരോ കമ്പനിക്കും എന്ത് വേണം? സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ ആക്ട് പ്രകാരമുള്ള ഒരു റിപ്പോർട്ട്, എന്താ ഒരു ഡിസ്ക്ലോഷർ അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ശരിയാണോ?
അല്ലേ ആണ്, നിർബന്ധമായിട്ടും വേണം. എത്രമാത്രം കംപ്ലയിൻസ് കിട്ടി കഴിഞ്ഞ ക്വാർട്ടറിൽ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ക്വാർട്ടർലി റിപ്പോർട്ട് തന്നെ. ആസ് പെർ റൂൾ 8(5)(x) ഓഫ് Companies Accounts Rule 2014, board report shall contain a statement that the company has complied with the provision relating to the constitution of Internal Complaints Committee or under the Sexual Harassment of Women at Workplace Prevention, Prohibition, Redressal Act. Disclosure requirements under this. The act is applicable to every workplace. Applicable every workplace where or establishment or company or organization employing 10 or more employees irrespective of the location or nature of industry. ഏതുതരം വ്യവസായമാവട്ടെ ഇൻഡസ്ട്രി ആവട്ടെ 10ലധികം ആൾക്കാർ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിത് അപ്ലിക്കബിൾ ആണ്. ഇവരെന്ത് ചെയ്യണം? അവർ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇല്ലെങ്കിൽ ഒരു വർക്ക്സ് കമ്മിറ്റി ഉണ്ടാവും ഡിസ്ട്രിക്ട് ലെവലിൽ. അവിടേക്കാണ് നമ്മൾ ഈ കംപ്ലയിന്റ് കൊടുക്കുന്നത്. സെക്ഷൻ 21 mandates that internal committee shall prepare an annual report. ഈ ഇന്റേണൽ കമ്മിറ്റി എന്താ ചെയ്യേണ്ടത്? ഒരു ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? അവർ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവേണ്ടത്? നമ്പർ ഓഫ് കംപ്ലയിൻസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് റിസീവ്ഡ് ഇൻ ദ ഇയർ, നമ്പർ ഓഫ് കംപ്ലയിൻസ് ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ, നമ്പർ ഓഫ് കേസസ് പെൻഡിംഗ് ഫോർ മോർ ദാൻ 90 days, number of workshops or awareness programs against sexual harassment carried out, and nature of action taken by the employer or district officer. അതായത് എത്ര കംപ്ലയിൻസ് ആണ് നമുക്ക് കിട്ടിയത്, എത്രയാണ് ഡിസ്പോസ് ചെയ്തത്, എത്ര എണ്ണമാണ് 90 ദിവസത്തിൽ കൂടുതൽ ലേറ്റായിട്ട് നിൽക്കുന്നത്, എത്രമാത്രം വർക്ക്ഷോപ്പുകൾ പ്രോഗ്രാംസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, ദെൻ എംപ്ലോയർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസർ എന്തെല്ലാം ആക്ഷനാണ് ഈ ആക്ടിൻ്റെ ഈ പ്രൊവിഷൻ്റെ മുകളിൽ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം, അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ബോർഡ് റിപ്പോർട്ട് ആരാണ് സൈൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് സൈൻ ചെയ്യേണ്ടത്? Signing of the board report can be done by any one of the directors and to be filed within 60 days of AGM. Comment. Review. Board report can be signed by any one of the board of directors, and it has to be registered within 60 days from the date of AGM. Section 124. Board report and any annexure thereto shall be signed by chairperson of the company if he is authorized by the board, and where this is not authorized shall be signed by at least 2 directors. One of them should be managing director and or by the director where there is 1 director. അതായത് മിനിമം എങ്ങനെ സൈൻ ചെയ്യേണ്ടത്? ഇഫ് ദർ ഇസ് എ ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി, ഇഫ് ഈസ് ഓതറൈസ് ഹി ക്യാൻ സൈൻ. ഇഫ് ഈസ് നോട്ട് ഓതറൈസ് ഷുഡ് ബി സൈൻ ബൈ 2 directors. One of them should be managing director if there is 1 managing director. അപ്പോൾ ഒരു ഡയറക്ടർ സൈൻ ചെയ്താൽ പോരാ. ശരിയല്ലേ? ദെൻ ഫയലിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് അത് ഫയൽ ചെയ്യേണ്ടത്? അഡോപ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് അഡോപ്ഷൻ സെക്ഷൻ 137. എ കോപ്പി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് with all the documents which are required to be or attached to such financial statement duly adopted at AGM shall be filed with the registrar within 30 days of the AGM in the prescribed manner along with prescribed fee. 30 ഡേയ്സിൽ ആർക്ക് വേണം? ROCക്ക് ഫയൽ ചെയ്തിരിക്കണം. ദെൻ ഇവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഡോപ്റ്റഡ് ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ് വിതിൻ 30 days. എന്നാണോ AGM നടക്കേണ്ടിയിരുന്നത് അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക് ഫയൽ ചെയ്തിരിക്കണം. രജിസ്ട്രാർ അത് ചെയ്തതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പ്രൊവിഷണൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്നാണോ AGM നടക്കുന്നത് അപ്പോൾ അത് ഫയൽ ചെയ്യും. ദെൻ ഫയലിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കേസ് ഓഫ് OPC. എത്ര ദിവസങ്ങളാണ് ഫയൽ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ അവസാനിച്ചിട്ട് 180 ഡേയ്സിനുള്ളിൽ. ശരിയല്ലേ? ദെൻ ഒരു AGM നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? ആ AGM നടക്കേണ്ടുന്ന ദിവസം മുതൽ 30 ഡേയ്സിനുള്ളിൽ. സോ ഇവിടെ ഒരാൾ സൈൻ ചെയ്ത്, ഒരു ഡയറക്ടർ സൈൻ ചെയ്താൽ മതി. പിന്നെ AGM നടന്നിട്ട് കഴിഞ്ഞിട്ട് 60 ദിവസം കഴിഞ്ഞിട്ടാണ് 60 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം എന്ന് പറയുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി ഫയൽഡ് വിതിൻ 30 days and should be signed by minimum by the chairperson if he is authorized, and if he is not authorized 2 directors, and one of them should be the managing director if there is 1 managing director. Who will sign and certify annual return? Annual return ഫോർമാറ്റ് ഏതാ?
MGT7A. ഏതാ 7A? ആർക്കുള്ളതാ? OPC. MGT7 സാധാരണ എല്ലാ കമ്പനികളും. ഗുഡ്. സെക്ഷൻ 92ലാണ് ആനുവൽ റിട്ടേണിനെ കുറിച്ച് പറയുന്നത്. ഓരോ കമ്പനിയും എന്ത് ചെയ്യണം? അവരുടെ ആനുവൽ റിട്ടേൺ അതിന്റെ ലാസ്റ്റ് ഡേ വരെയുള്ളത്, അതായത് അതിന്റെ കഴിഞ്ഞ ഫിനാൻഷ്യൽ അവസാന ദിവസം വരെയുള്ള ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യണം. MGT7ലാണ് ഫോം ഫയൽ ചെയ്യേണ്ടത്. MGT7A എന്നുള്ള ഫോമാണ് ഉപയോഗിക്കേണ്ടത് 1% കമ്പനിക്ക്. ആരാ സൈൻ ചെയ്യേണ്ടത്? ഇൻ ദ കേസ് ഓഫ് 1% കമ്പനി ആൻഡ് സ്മോൾ കമ്പനി, OPC അല്ലെങ്കിൽ സ്മോൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആരാ സൈൻ ചെയ്യേണ്ടത്? The annual return shall be signed by the company secretary, or where there is no company secretary, by the director of the company. Then, in the case of other companies, it should be signed by the director and the company secretary, and where there is no company secretary, by a practicing company secretary. Annual return of bigger companies, വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ എന്താണ്? Annual return filed by listed company or by a company having prescribed by the capital turnover be certified by PCS in prescribed form, stating that the annual return disclose facts directly. ഇനി വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഇഷ്യൂ ചെയ്യണം ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി. എന്താ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്? ഈ കമ്പനിയുടെ ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും കറക്റ്റായി കംപ്ലൈ ചെയ്തിരുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ ഏതൊക്കെ കമ്പനികൾക്കാണ്? ആസ് പെർ റൂൾ 11(2), annual return filed by a listed company or a company having a paid up share capital of 10 crore or more, turnover of 50 crore or more, shall be certified by a practicing company secretary, and certificates shall be in MGT 8. ഇനി 10 കോടിയിലും മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനി, അല്ലെങ്കിൽ 50 കോടിയിലും മേലെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് എന്ന് വിചാരിക്കുക. അതൊരു ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ MGT 8 എന്നുള്ളൊരു ഫോർമാറ്റിൽ ഒരു സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. Then it is given in given case paid up share capital turnover ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ എന്താണ്? ആ പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് അത് കംപ്ലൈ ചെയ്യില്ല. വിട്ടേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ആനുവൽ റിപ്പോർട്ട് സെക്ഷൻ ഏതാ? 92. ഏതാ ഫോർമാറ്റ്? 7A. 7A ആർക്കുള്ളതാണ്? 1% കമ്പനി. 1% കമ്പനി ആരാ സൈൻ ചെയ്യാം? company secretary, and if there is no company secretary, then a director. Then the case of other companies, ആരാ വേണ്ടേ? ഒരു ഡയറക്ടറും ഒരു കമ്പനി സെക്രട്ടറിയും. If there is no company secretary, by a practicing company secretary. ഇനി ലാർജർ കമ്പനികളാണെങ്കിൽ അനോട്ടിനൊപ്പം ഒരു അനക്ഷർ ഉണ്ടായിരിക്കണം. എന്ത്? ഒരു സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് പോലെ ഒരു അനക്ഷർ ഉണ്ടായിരിക്കണം. MGT 8 എന്നുള്ള ഫോർമാറ്റിൽ. 10 കോടിയിലും മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, 50 കോടിയിലും മേലെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് MGT 8 ഒരു സർട്ടിഫിക്കറ്റ് ഒരു പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താ ചെയ്യാം? ആനുവൽ റിട്ടേൺ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡോക്യുമെന്റ് ഇൻ റിലേഷൻ ടു ദ കമ്പനി. കമന്റ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? എന്താണ് ആനുവൽ റിട്ടേൺ? എന്തൊക്കെ കാര്യങ്ങളാണ് ആനുവൽ റിട്ടേൺ ഉണ്ടാവുക? കൺക്ലൂഷൻ എന്താണെന്നുള്ളത് ഇതുകൊണ്ടാണ് ഇത് ആനുവൽ റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നത്. So what is annual return? What are the contents of annual return? Why you call annual return is a important document? ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഓക്കെ, ആനുവൽ റിട്ടേൺ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 92ലാണ് പറയുന്നത്. MGT 7ഉം MGT 7യും നമ്മളിവിടെ പറയണം. ആര് സൈൻ ചെയ്യണമെന്ന് നമുക്കിവിടെ പറയാം. ഇതൊക്കെ നമുക്ക് തുടക്കത്തിലേ പറഞ്ഞു പോവാം, കാരണം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആനുവൽ റിട്ടേൺ ഉണ്ടാവുക? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ്, പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റി, പർട്ടിക്കുലേഴ്സ് ഓഫ് ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് കമ്പനീസ്, അവരുടെ ഷെയർ, ഡിബഞ്ചർ, അതർ സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അവരുടെ മെമ്പേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അലോങ് വിത്ത് ചേഞ്ചസ് ദെയർ ഇൻ സിൻസ് ദ ക്ലോസ് ഓഫ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, അവരുടെ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, KMP, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ എന്ത് വേണം, അവരുടെ എന്താണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉണ്ടെങ്കിൽ, ദെൻ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓർ ക്ലാസ് ദെയർ ഓഫ്, നമ്മൾ എത്രമാത്രം മീറ്റിംഗ് ആണ് മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗ് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും അറ്റൻഡൻസും വേണം. ഡയറക്ടേഴ്സിൻ്റെ KMPയുടെ റെമ്യൂണറേഷൻ വേണം. പെനാൽറ്റി ഓർ പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ഓൺ ദ കമ്പനി, ഏതെങ്കിലും തരത്തിൽ കമ്പനി വയലേഷൻ, സെക്യൂരിറ്റി ലോയുടെയോ അല്ലെങ്കിൽ കമ്പനി ലോയുടെയോ കോർപ്പറേറ്റ് ലോയുടെയോ വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടോ, പണിഷ്മെന്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. ദെൻ കംപ്ലയൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് വേണം. ഡീറ്റെയിൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഓൺ ബിഹാഫ് ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഈ കമ്പനിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് ഒരു ധാരണ കിട്ടാൻ നമുക്കെന്ത് സഹായിക്കും? ഈ വിരാട്
person of 21 years is pursuing MBA finance course at a reputed business school. He is not a shareholder of Growth Private Limited. അയാളൊരു ഷെയർ ഹോൾഡർ അല്ല. അയാൾ ആ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ ഇൻസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പികൾ എടുക്കാനും ആഗ്രഹിക്കുന്നു. 21 വയസ്സുള്ള MBA പഠിക്കുന്ന മെമ്പർ അല്ലാത്തൊരു മഹാൻ നിങ്ങളുടെ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈസ് ഇറ്റ് പോസിബിൾ? ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. ചിന്തിക്കുക. ഈസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ഷുഡ് ബി പോസിബിൾ. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സെക്ഷൻ 180, 170, 180 അറിയില്ല എനിക്ക്. 179 186 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്റർ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻസ്പെക്ഷൻ ആൻഡ് കോപ്പീസ് ഓഫ് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഹെൽഡ് ഇൻ കമ്പനീസ് നെയിം. സെക്ഷൻ 187 ഇതിനെക്കുറിച്ച് പറയുന്നത്. എവറി കമ്പനി ഷാൽ മെയിൻറ്റെയിൻ ദ രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് ഇസ് നോട്ട് ഹെൽഡ് ഇൻ കമ്പനീസ് നെയിം. ഫോം MBP3. As per section 187, it shall be open to any member or debenture holder without any charge during of business hours, subject to such reasonable restrictions as the company may, by its articles or general meeting, impose. Thus, in the given case, Virat, who is not a member, cannot inspect register of investment. ഇനി രജിസ്റ്റർ ഓഫ് ചാർജസ് ആയിരുന്നെങ്കിലോ പറ്റും. അവിടെയാണ് നമ്മൾ മാറ്റം. എന്താണ് രജിസ്റ്റർ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അസറ്റിന് മുകളിൽ ചാർജറാണ്. ഇഫ് യു ആർ എ ലെൻഡർ, യു വാണ്ട് ടു ലെൻഡ് ദ കമ്പനി, യു വാണ്ട് ടു സീ വെദർ ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇസ് ചാർജ് വിത്ത് ഫോർ എനി അതർ ലോൺ, ഡെഫിനറ്റ്ലി യു ക്യാൻ. ഇത് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻ കമ്പനീസ് നെയിം. ഇറ്റ് ക്യാൻ ബി ചെക്ക്ഡ് ഓൺലി ബൈ ഇൻസ്പെക്ടഡ് ഓൺലി ബൈ മെമ്പേഴ്സ്. ഇനി ആനുവൽ റിട്ടേൺ ഒരു ഔട്ട്സൈഡർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ 94 നോക്കി അറിയാൻ പറ്റും. എന്താണ്? ദ സച്ച് രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡൈസസ് എക്സെപ്റ്റ് വെൻ ദേ ആർ ക്ലോസ്ഡ് ആൻഡ് ദ കോപ്പീസ് ഓഫ് ദ റിട്ടേൺ ഷാൽ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ ദ മെമ്പർ, ഡിബഞ്ചർ ഹോൾഡർ, സെക്യൂരിറ്റി ഹോൾഡർ ഓർ ബെനിഫിഷ്യൽ ഓണർ ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ്. അവർക്കേ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓൺലി ആനുവൽ റിട്ടേണും അതിന്റെ റിലവന്റ് ഡോക്യുമെന്റ്സ് ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞാൽ മെമ്പർ, ഡിബഞ്ചർ ഹോൾഡർ ഓർ എനി അതർ സെക്യൂരിറ്റി ഹോൾഡർ. അല്ലെ? അത്രല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ആളുകൂടി ഉണ്ടോ? 4ാമത്തെ ആളുകൂടി ഉണ്ടോ? ബെനിഫിഷ്യൽ ഓണർ. അത് ഡെപ്പോസിറ്ററി സിസ്റ്റത്തില്. വാട്ട് ഈസ് ആക്റ്റീവ് കമ്പനി ടാഗിങ്? ഏത് കമ്പനിയാണ് ആക്റ്റീവ് കമ്പനി എന്ന് പറയാ? എന്താണ് ആക്റ്റീവ് കമ്പനി ടാഗിങ്? ആസ് പെർ റൂൾ 25A ഓഫ് കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ്, എവറി കമ്പനി, ഏത് കമ്പനിയാണോ 2017 ഡിസംബർ 31 മുമ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി, അവരെന്ത് ചെയ്യണം? അവര് ഒരു ഫോം ആക്റ്റീവ് ഫയൽ ചെയ്യണം. എന്താണ് ആക്റ്റീവ് കമ്പനി ടാഗിങ് ഐഡന്റിറ്റീസ് ആൻഡ് വെരിഫിക്കേഷൻ. ടൈം ലിമിറ്റ് കൊടുത്തത് 2019 വരെയാണ്. ഇതിന് ഏതൊക്കെ കമ്പനികൾക്കാണ് ആക്റ്റീവ് വേണ്ടാത്തത്? സ്ട്രക്ക് ഓഫ് ചെയ്ത കമ്പനി, അല്ലെങ്കിൽ ഓൺ ദ പ്രോസസ് ഓഫ് സ്ട്രൈക്കിംഗ് ഓഫ്, ലിക്വിഡേഷൻ, അമാൽഗമേറ്റഡ്, ഡിസോൾവ്ഡ് കമ്പനികൾക്ക് ഇതൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ച് ഇതാണ് 2019 മുമ്പുള്ള സംഭവമാണിത്. ആക്റ്റീവ് ടാഗിങ്. ആ കമ്പനിയുടെ അറ്റത്ത് ആക്റ്റീവ് എന്നൊരു അക്ഷരം എഴുതി വരും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇനി KMP ആണ്, കീ മാനേജീരിയൽ പേഴ്സണൽ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ? മാനേജർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ഇതൊക്കെ ചോദിച്ചേക്കാം. മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? Who is entrusted is a director. Managing director is a director
What is the difference between managing director and manager, by the way? What is the significant difference between managing director and manager? What? Managing director is always a director. But manager may or may not be a director. Managing director, as per the resolution approved by the board of directors or the shareholders, entrusted with substantial powers of management. But manager, in terms of a contract with the company, entrusted with majority of the powers. Managing director ആരാ സെലക്ട് ചെയ്യുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മാനേജറെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 253, സെക്ഷൻ 2 സബ്സെക്ഷൻ 53, സെക്ഷൻ 2 സബ്സെക്ഷൻ 54, ഇതിലാണ് ഇത് രണ്ടും പറയുന്നത്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? he was vested with substantial powers of management by virtue of articles, agreement with the company, ജനറൽ മീറ്റിംഗിൽ പാസ്സായ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗിൽ പാസ്സായ റെസൊല്യൂഷൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ 54 ഇയാളെ കുറിച്ച് പറയുന്നത്. ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ ഒരു ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ഉള്ള ഡയറക്ടർ, അത്രേ ഉള്ളൂ. അത് മാനേജിംഗ് ഡയറക്ടർ ആവണമെന്നില്ല. ഒരാൾക്ക് ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ ആകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹോൾ ടൈം ഡയറക്ടർക്കും ഒരു കമ്പനിയുടെ ഹോൾ ടൈം ഡയറക്ടറെ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് വേറൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആകാം. അത് എന്താണ്? യുനാനിമസ് അപ്രൂവൽ ഉണ്ടെങ്കിൽ ആകാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ പഠിച്ചല്ലേ അത്. അപ്പോയിന്റ്മെന്റ് വിത്ത് മാനേജർ. ഒരു മാനേജിംഗ് ഡയറക്ടറും മാനേജറും ഒരേ സമയം ഒരു കമ്പനിയിൽ ഉണ്ടാവില്ല. എന്നാൽ ഒരു മാനേജറും അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടറും മാനേജറും, ഒരു ഹോൾ ടൈം ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറും ഒരേ സമയം കമ്പനിയിൽ ഉണ്ടാകാം. What is the difference between whole time chairman and part time chairman? ഇന്ത്യയിൽ സാധാരണ ഉള്ളത് എന്താണ്? നമ്മൾ മാനേജിംഗ് ഡയറക്ടർ ഡ്രിവൺ കമ്പനീസ് ആണ്. അപ്പോൾ അത് വളരെ മാറ്റങ്ങൾ വന്നപ്പോൾ എന്താണ്? നമ്മൾ ചെയർമാൻ എന്നൊരാളെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ അയാൾ എന്തായി? ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള പൊസിഷനാണ്, CMD എന്നുള്ള പൊസിഷനാണ് പലരും ഹോൾഡ് ചെയ്തിരുന്നത്. ഒരു ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ, സംടൈംസ് എ ഹോൾ ടൈം ചെയർമാൻ, വേറാസ് എ ഡയറക്ടർ who is not whole time director of the company is called part time chairman. അതായത് ഒരു ഹോൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് എന്താണ്? ഹോൾ ടൈം ഡയറക്ടർ ആളാണെങ്കിൽ അയാൾ ഹോൾ ടൈം ചെയർമാൻ എന്നും, ഹോൾ ടൈം ഡയറക്ടർ അല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ പാർട്ട് ടൈം ചെയർമാൻ എന്നും പറയുന്നു. ഒന്നും റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമൊന്നുമല്ല. KMPയും മാനേജിംഗ് ഡയറക്ടറും തമ്മിലെ വ്യത്യാസം എന്താണ്? KMPയുടെ സെക്ഷൻ ഏതാ? ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഏതാ സെക്ഷൻ ഓർമ്മ വരിക? 2 സബ്സെക്ഷൻ 51. 54 ആരാ? ഇപ്പം നമ്മൾ പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ. 52 ആരാ? സെക്ഷൻ 2 സബ്സെക്ഷൻ 52. 62, 72, 68 പ്രൈവറ്റ് കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 നിങ്ങൾ സ്ഥിരമായിട്ട് ആലോചിച്ചോ കേട്ടോ. KMP സെക്ഷൻ 2 സബ്സെക്ഷൻ 51 ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, CFO, such an officer not below one level below the directors who is in whole time employment designated as KMP. അതായത് ഈ 1 time below the director, not more than 1 level below the director, ഡയറക്ടറുടെ ഒരു ലെവലിന് കൂടുതൽ താഴേക്കല്ലാത്ത ആൾക്കാരെ അവരെ KMP ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരാണ്? KMP ആണ്. ദെൻ അതർ പ്രിസ്ക്രൈബ്ഡ് ഓഫീസർ. മാനേജിംഗ് ഡയറക്ടർ ഏതാ സെക്ഷൻ? സെക്ഷൻ 2 സബ്സെക്ഷൻ 54. എന്താണ്? ആർട്ടിക്കിൾസ് പ്രകാരമോ കമ്പനിയുടെ റെസൊല്യൂഷൻ പ്രകാരമോ കമ്പനിയുടെ എഗ്രിമെന്റ് പ്രകാരമോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ റെസൊല്യൂഷൻ പ്രകാരമോ കമ്പനിയുടെ മാനേജ്മെന്റ് ഒരാൾക്ക് എന്താണ്? ഹൂ ഈസ് ഓക്യുപ്പൈങ് ദ പൊസിഷൻ ഓഫ് മാനേജിംഗ് ഡയറക്ടർ, ഹി ഈസ് കോൾഡ് മാനേജിംഗ് ഡയറക്ടർ. KMPക്ക് എന്താണ്? പവേഴ്സ് ആസ് ഡെലിഗേറ്റഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ബി എക്സൈസ്ഡ് ബൈ ദ KMP. ദെൻ മാനേജിംഗ് ഡയറക്ടർക്ക് സബ്സ്റ്റാൻഷ്യൽ പവർ ഉണ്ടായിരിക്കും. Director, every KMP may not be a director, but every managing director must be a director. KMP is not every KMP is not a managing director. Every managing director is KMP. അല്ലേ? എല്ലാ KMP മാനേജിംഗ് ഡയറക്ടർ ആണോ? അല്ല. പക്ഷേ എല്ലാ മാനേജിംഗ് ഡയറക്ടറും എന്താണ്? KMP ആണ്. അപ്പോയിൻമെന്റ് KMP അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക?
മാനേജിംഗ് ഡയറക്ടർ അല്ലാത്ത എല്ലാവരെയും 5 വർഷത്തെങ്കിലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ദെൻ എ കമ്പനി ഷാൽ നോട്ട് അപ്പോയിന്റ് ഓർ റീഅപ്പോയിന്റ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഫോർ എ ടൈം എക്സീഡിംഗ് 5 years അറ്റ് എ ടൈം. അപ്പോൾ ഒരു മാനേജിംഗ് ഡയറക്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 54 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 5 വർഷത്തിനാണ് ഒരു മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ 5 വർഷത്തിൽ കൂടുതലുള്ള സമയത്തിനും അപ്പോയിന്റ് ചെയ്യാം. എങ്ങനെയാണ് KMP അപ്പോയിന്റ് ചെയ്യുന്നത്? KMP അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ബോർഡ് റെസൊല്യൂഷൻ വഴിയാണ്. മാനേജിംഗ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്തത് ബോർഡ് റെസൊല്യൂഷൻ വഴിയോ അല്ലെങ്കിൽ എന്താകാം ജനറൽ മീറ്റിംഗ് വഴിയോ ആയിരിക്കാം. എന്താണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടർ വ്യത്യാസം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഏത് ഓഫീസറെയാണോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വിളിക്കുന്നത് അയാളെ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയാം. മാനേജിംഗ് ഡയറക്ടറെ സെക്ഷൻ 2 സബ്സെക്ഷൻ 54 കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം, കമ്പനിയുമായി എഗ്രിമെന്റ് പ്രകാരം, ബോർഡ് മീറ്റിംഗിൽ പാസ്സാക്കിയ റെസൊല്യൂഷൻ പ്രകാരം, ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ പ്രകാരം ആരെയാണോ മാനേജിംഗ് ഡയറക്ടറെ ഡിസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് അയാളെയാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു CEO അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ടാണ്. ദെൻ മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ ബോർഡ് മീറ്റിംഗിലും ആകാം, ജനറൽ മീറ്റിംഗിലും ആകാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് എന്തൊക്കെ പവറാണോ ബോർഡ് കൊടുത്തിട്ടുള്ളത് ആ പവറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മാനേജിംഗ് ഡയറക്ടർക്ക് സബ്സ്റ്റാൻഷ്യൽ പവർ ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. CEO എപ്പോഴും ഡയറക്ടർ ആകണമെന്നില്ല, മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറായേ മതിയാവത്തുള്ളൂ. ഇനി ഒരു മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഒരു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് അവരുമായിട്ട് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ടും വേണം. അതായത് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയാനാണ് ഹീസ് എ ഡയറക്ടർ ഹു ഇസ് ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി. ഇഫ് ഇറ്റ് ഹാസ് ടു ബി എംപ്ലോയ്മെന്റ് ദർ ഷുഡ് ബി എ കോൺട്രാക്ട് ആൻഡ് ദർ ഷുഡ് ബി എൻ എഗ്രിമെന്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് സെക്ഷൻ 190 പറയുന്നത് എവറി കമ്പനി ഷാൽ കീപ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് എ കോപ്പി ഓഫ് ദ കോൺട്രാക്ട് where a contract of service with the managing director or a whole-time director is in writing. Where such a contract is not in writing, written memorandum setting out its terms should be kept at registered office. അതായത് സാധാരണ കേസിൽ എല്ലാ കമ്പനിയും എന്ത് വെച്ചാൽ അവർ രജിസ്റ്റർ ഓഫീസിൽ ഒരു റിട്ടൺ കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ഇനി ആ റിട്ടൺ മെമ്മോറാണ്ടം ഇല്ല, ഈ കോൺട്രാക്ട് റൈറ്റിംഗിലല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എവിടെ സൂക്ഷിക്കണം? മെമ്മോറാണ്ടം എവിടെ സൂക്ഷിക്കണം? രജിസ്റ്റർ ഓഫീസിൽ സൂക്ഷിക്കണം. ഇത് എന്താണ്, ഏത് മെമ്പർക്കും എന്താണ് ഒരു ഫീസും കൊടുക്കാതെ തന്നെ അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെനാൽറ്റി 25,000 രൂപയാണ് ഓഫീസിൻ്റെ ഡിഫോൾട്ട് പെനാൽറ്റി, 5,000 rupees സബ്സിക്വന്റ് ഒഫൻസിന് പെർ ഡേ. Sand Limited wants to appoint River as managing director of the company for a period of 3 years. For a period of 3 years with effect from 1st August 2018. സാൻഡ് എന്ന് പറയുന്ന കമ്പനി, റിവർ എന്ന് പറയുന്ന കമ്പനി ആളെ നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുന്നു 3 വർഷത്തിന്. റിവർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എന്താണ്? ഹി ഹാസ് പെയ്ഡ് 1,000 rupees to the prescribed authority for a conviction of an offence under the Conservation of Foreign Exchange and Prevention of Smuggling Activities Act 1974. അയാൾ പറഞ്ഞു 30th ജൂൺ 30 1,000 രൂപ കൊഫപ്പോസ പ്രകാരം പെനാൽറ്റി അയാൾ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇയാളെ നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കമ്പനിക്ക് ഒരാളെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. അയാളെ കമ്പനിക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാൾ കൊഫപ്പോസ, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974 പ്രകാരം പണിഷ് ചെയ്തതാണെന്ന് സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തു. അയാളെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ക്ലിയർ? ചോദ്യം ക്ലിയർ അല്ലേ? ഉത്തരം നമുക്ക് ക്ലിയർ ആക്കാം. 1,000 രൂപയാണ് പെനാൽറ്റി അടിച്ചത്. ഒന്ന് എന്താണ്, ഈ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഷെഡ്യൂൾ 5 വായിച്ചാൽ പറ്റും. നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അപ്പോയിന്റ് ആസ് managing director, whole-time director, manager of a company if had been detained for any period under the CAFE-POSA. അയാളെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും എന്താകാൻ പാടില്ല? മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ ആകാൻ പാടില്ല. In the given case, River has paid only fine of 1,000 rupees for conviction under the foreign exchange. He has not detained for a period under the said act and thus he is not disqualified. ഇയാളെ ഡീറ്റെയിൻ ചെയ്തിട്ടില്ല, അയാൾ 1,000 രൂപ പെനാൽറ്റി മാത്രമാണ് കൊടുത്തത്. പെനാൽറ്റിയെ കുറിച്ച് പറയുന്നില്ല, ഡീറ്റെയിലിനെ കുറിച്ചാണ് പറയുന്നത്. അയാൾ 1,000 രൂപ പെനാൽറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അയാളെ അപ്പോയിന്റ് ചെയ്ത് ബുദ്ധിമുട്ടില്ല എന്ന് ആര് പറയുന്നു? ഈ ആൻസർ പറയുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു വ്യൂ ഉണ്ടാകാൻ പറ്റും, ഇതിൽ ഉണ്ടാകാൻ പറ്റും.
കാരണം അയാളെ ഡീറ്റെയിൻ ചെയ്തിട്ടാണ് ഈ 1000 രൂപ അടപ്പിച്ചതെങ്കിൽ അയാൾക്ക് ഡയറക്ടർ ആകാൻ, അയാൾക്ക് മാനേജിംഗ് ഡയറക്ടറോ ഫുൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ ആകാൻ പറ്റില്ല. അതേസമയം ഡീറ്റെയിൻ ചെയ്യാതെയാണ് അയാളെ ഫൈൻ അടപ്പിച്ചതെങ്കിൽ അയാൾക്കാകാം. കാരണം കമ്പനീസ് ആക്ട് ഡീറ്റെയിനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടാകാം, നിങ്ങൾക്ക് വ്യത്യസ്തമായ പെർഫെക്റ്റ് വ്യൂ എന്നൊരു വ്യൂ ഒന്നും ഇല്ല ഇതില്. ഇവിടെ ഡീറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുന്നു. പക്ഷേ റോട്ടില് ആൾക്കാരെ പിടിച്ച് കൊഫെ പ്രകാരം എന്ത് ചെയ്യാറില്ല, പെനാൽറ്റി അടപ്പിക്കാറില്ല. ആദ്യം ഡീറ്റെയിൻ ചെയ്യും, എന്നിട്ട് എവിഡൻസ് എടുത്തിട്ട് പെനാൽറ്റി അടപ്പിക്കാറുള്ളൂ. അവിടെ ഒരു അസംഷൻ ഉണ്ട്, അങ്ങനെ ഒരു ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയില്ല, അത് പറയാത്തോളം കാലം നമ്മൾ 2 ആംഗിളും പറയണം. ഡീറ്റെയിൻ ചെയ്യാതെയാണ് ഫൈൻ അടപ്പിച്ചതെങ്കിൽ അയാൾക്ക് എന്താകാം, മാനേജിംഗ് ഡയറക്ടറോ ഫുൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ ആകാം. ഡീറ്റെയിൻ ചെയ്തിട്ടാണ് ഫൈൻ അടപ്പിച്ചതെങ്കിൽ അയാൾക്ക് ആകാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കമ്പനിയിൽ മിസ്റ്റർ വരുണിനെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പക്ഷേ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇതിനെ അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? ജനറൽ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 10th മീറ്റിംഗ് ജനറൽ മീറ്റിംഗിൽ സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ജനറൽ മീറ്റിംഗ് വരുണിനെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു. സെപ്റ്റംബർ 4 അപ്പോയിന്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 10 മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ വരുൺ എന്ത് ചെയ്തു? ഒരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. 3 ഒക്ടോബറിന് ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് ഇയാളുടെ അപ്പോയിന്റ്മെന്റിനെ അപ്രൂവ് ചെയ്തില്ല. ഈ മാനേജിംഗ് ഡയറക്ടർ എൻറ്റർ ചെയ്ത എഗ്രിമെന്റ് കമ്പനിയുടെ മുകളിൽ ബൈൻഡിങ് ആണ്. പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു 1 ജനുവരിക്ക്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു, രാജു സാർ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തു, നിങ്ങൾ മാനേജിംഗ് ഡയറക്ടറാണ്, പക്ഷേ ഡെഫിനറ്റ്ലി അടുത്ത മാസം 1 തീയതി ഞങ്ങളുടെ ജനറൽ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, അതിൽ നിങ്ങളുടെ അപ്പോയിൻമെന്റ് അപ്രൂവൽ ആകണം എന്ന് പറഞ്ഞു. ഞാൻ ജനുവരി 1 തീയതി ജോയിൻ ചെയ്തു. ജനുവരി 10 തീയതി ഞാൻ അക്ഷയ നിർമ്മലുമായിട്ട് കമ്പനിക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഞാനൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ഒരു എഗ്രിമെന്റ് ചെയ്തു, സാധനങ്ങൾ വാങ്ങാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഫെബ്രുവരി 1 തീയതി ജനറൽ മീറ്റിംഗ് വിളിച്ചു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അവരെന്നെ റിജക്ട് ചെയ്തു. ഞാൻ അക്ഷയ നിർമ്മലുമായി എൻ്റർ ചെയ്ത കോൺട്രാക്ട് കമ്പനിക്ക് ബൈൻഡിങ് ആണ്. ആണ് സെക്ഷൻ 196. Even if appointment is not approved in general meeting, where an appointment of managing director, whole-time director or manager is not approved by the company in general meeting, any act done by him before such approval shall not be deemed to be invalid. Shall not be deemed to be invalid. I repeat, shall not be deemed to be invalid. അത് ഇൻവാലിഡ് ആകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഇൻ അതർ വേർഡ്സ്, then such a disapprovalന് മുമ്പ് നടക്കുന്ന ട്രാൻസാക്ഷനെ വാലിഡ് ആയിട്ട് കാണിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. However, this is subject to other provision of Companies Act. Thus, acts done by Varun between the date of appointment as managing director and to the date of disapproval of general meeting are valid and binding on the company. Hence, എന്താണ് ഈ പർട്ടിക്കുലർ എഗ്രിമെന്റ് വാലിഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത് ഗവൺമെന്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. വയസ്സുള്ള ഒരാളെ നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം പറ്റുമോ? പറ്റുമോ? 72 വയസ്സുള്ള ഒരാളെ നിങ്ങളുടെ കമ്പനിയുടെ നമ്മുടെ ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. പറ്റുമോ? പറ്റില്ല. 72 വയസ്സുള്ള ആളെ പറ്റുമോ? Section 114, there should be a special resolution passed. 70 വയസ്സിലും മേലെ 21 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. 70 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റാണ് നിങ്ങൾ വിചാരിച്ച്? അല്ലല്ല, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് ആയിരുന്നു. ഇത് 72 കേട്ടപ്പോൾ അത് 75 ആണോ ആ ലിമിറ്റ് എന്നൊരു സംശയം വന്നുകൊണ്ടാണ് ഉത്തരം പറയാൻ ഞാൻ വിശ്വസിക്കുന്നു. 70 വയസ്സിലും മേലെ ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. 15-ൽ കൂടുതൽ ഡയറക്ടേഴ്സിന് അപ്പോയിന്റ് എന്ത് വേണം? ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നോക്കാം.
അക്ഷയ് നിർമ്മലിനെ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. പക്ഷേ ഷെഡ്യൂൾ 5 എന്താണ് പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തിട്ട് ആൾക്ക് എന്ത് അപ്പോയിൻമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അയാളെ അപ്പോയിന്റ് ചെയ്യാൻ വേറെ വല്ല വഴിയുമുണ്ടോ? ഷെഡ്യൂൾ 5 പറയണത് ഏജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഇനി ഷെഡ്യൂൾ 5 പ്രകാരം ഒരു മാനേജിംഗ് ഡയറക്ടറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാണ്. സെക്ഷൻ 196 അല്ലേ 4. അപ്പോൾ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്താ വേണ്ടത്? ഒരു ബോർഡ് മീറ്റിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കണം, ജനറൽ മീറ്റിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, ദെൻ റീജിയണൽ ഡയറക്ടറുടെ അപ്രൂവലോടെ വേണം. റീജിയണൽ ഡയറക്ടർ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീജിയണൽ ഡയറക്ടർ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ആ കമ്പനി സെൻട്രൽ ഗവൺമെന്റിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കമ്പനിയുടെ പേരിൽ ഒരു ജനറൽ നോട്ടീസ്, പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആ നോട്ടീസ് എന്തായിരിക്കണം? ഒരു ന്യൂസ് പേപ്പറിലെങ്കിലും അത് പബ്ലിഷ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, ഡിജിറ്റൽ കമ്പനി ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, വെർണാക്കുലർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, വെർണാക്കുലർ. ആ കോപ്പിയുടെ നോട്ടീസിന്റെ കോപ്പിയും കൂടെ എന്നോടൊപ്പം ഈ ആപ്ലിക്കേഷനോടൊപ്പം രജിസ്ട്രാർക്ക് വെക്കണം. ഞാൻ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോർമാറ്റ് MR2 ആണ്. ആ ആപ്ലിക്കേഷൻ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് അയാൾ അപ്പോയിന്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യണം. ദെൻ അതെന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യും. എന്നാൽ അയാളുടെ അപ്പോയിന്റ്മെന്റ് വാലിഡ് ആവത്തുള്ളൂ. ഷെഡ്യൂൾ 5 എന്താ പറയുന്നത്? ഒരു മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യമാണ് ഷെഡ്യൂൾ 5 പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 5 വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 21 വയസ്സ് കഴിഞ്ഞിട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരെ മാത്രമേ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് മേലെയാണെങ്കിൽ കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനോടൊപ്പം തന്നെ അതിന് മേലുള്ള ആൾക്കാരാണെങ്കിൽ യു നീഡ് ടു ഹാവ് എൻ അപ്രൂവൽ ഫ്രം ദ റീജിയണൽ ഡയറക്ടർ. MR2 ആണ് റീജിയണൽ ഡയറക്ടർ ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ്. ആ പബ്ലിക് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ MR2 ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് ദ റീജിയണൽ ഡയറക്ടർ വിൽ അപ്രൂവ്. ദെൻ യു ക്യാൻ അപ്പോയിന്റ്. Owing to the resignation of Prashant, managing director, the company appointed one of senior deputy general manager Krishna Kelly, aged 26 years, and a Canadian citizen as its managing director with effect from 1st November 2024. നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രശാന്ത് 15th October 2024 റിസൈൻ ചെയ്തു. നിങ്ങൾ 1st November നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജറെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ദിസ് എന്താ പേര് പറഞ്ഞ? കൃഷ്ണ എന്നാ പറഞ്ഞ കൃഷ്ണ എന്നാ പറഞ്ഞേ. കൃഷ്ണ കെല്ലി ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സ്ത്രീ വരുന്നത് 1st January 2023 അപ്പോൾ 2023 1st January 2024 ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഷി ഗോട്ട് അപ്പോയിന്റഡ് ഇൻ ദ കമ്പനി ഓൺ 1st April 2023. ഫ്രം 1st December 2023 ഷി വാസ് സെന്റ് ഫോർ എ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ 6 months ആൻഡ് ഷി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1st June 2024. അഡ്വൈസ് ദ മാനേജ്മെന്റ്. എന്താ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 2023 ജനുവരിയിലാണ് ആദ്യമായിട്ട് ലേഡി ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്ക് ഫുൾ ഒരു ഓർഡറിൽ പഠിക്കാം. ആ ലേഡിയെ എന്ത് ചെയ്തു? 1st April നമ്മൾ ഡയറക്ടറായിട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു? 1st December 2023 അവരെന്ത് ചെയ്തു? ഇന്ത്യക്ക് പുറത്ത് 6 മാസത്തെ ട്രെയിനിങ്ങിന് പറഞ്ഞയച്ചു. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ എന്താ ചെയ്തത്? അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്? 1st November നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. എന്തെങ്കിലും വയലേഷൻ ഇതിലുണ്ടോ? 1st January 2023 അക്ഷയ് നിർമ്മൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നു. അക്ഷയ് നിർമ്മലിനെ നമ്മുടെ കമ്പനിയുടെ DGM ആയി 1st April അപ്പോയിന്റ് ചെയ്തു. അതിനുശേഷം നിങ്ങളെ 31st December നമ്മൾ എന്ത് വെച്ചു? 1st December നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ട്രെയിനിങ്ങിന് പറഞ്ഞയച്ചു. നിങ്ങൾ 1st June ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 1st June ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന്
വന്ന സമയത്താണ് നമ്മുടെ പ്രശാന്ത് റിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാളുടെ സ്ഥാനത്ത് നമ്മൾ 1 നവംബറിൽ ആ സ്ത്രീയെ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഈ സ്ത്രീ ഇന്ത്യൻ സിറ്റിസൺ അല്ല, കനഡിയൻ സിറ്റിസൺ ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്ന് ഏജ് ആണ്, 26 വയസ്സെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല. 21 എന്താണ്, റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അയാൾ എന്താ ചെയ്യേണ്ടത്, നോട്ട് ലെസ് ദാൻ 12 months. എന്താണ്, ഇൻക്ലൂഡ്സ് എ പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ഷെഡ്യൂൾ 5. Resident in India includes a person who has been staying in India for a continuous period of not less than 12 months immediately preceding the date of appointment as a managing director, who has come to stay in India for taking up employment, for carrying on business or vacation in India. As per section 196(4), manager person shall be appointed and the terms and conditions of such appointment, remuneration payable approved by the board of directors at a meeting which shall be subject to the approval of the resolution at the next general meeting. As per Rule 7, then you need to file an application to regional director for getting approval. In the instant case, the Krishna Kelly, who is a Canadian citizen, appointed as managing director of the company with effect from 1st November, and she has not stayed in India for a continuous period of 12 months immediately preceding the date of appointment. So the appointment has to be, is not improper. So the company MR to file the approval. I repeat once more. ഷെഡ്യൂൾ 5 പ്രകാരം ഒരാളെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അയാൾ കഴിഞ്ഞ അപ്പോയിന്റ്മെന്റ് തുടർച്ച മുമ്പുള്ള 12 മാസം അയാൾ ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ചിരിക്കണം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ മാനേജിംഗ് ഡയറക്ടർ അപ്രൂവൽ. അപ്പോൾ ഈ കേസിൽ ഈ കൃഷ്ണ കെല്ലി എന്ന് പറയുന്ന ലേഡി, ഷി വാസ് നോട്ട് ഇൻ ഇന്ത്യ ഫോർ ദ ലാസ്റ്റ് 12 months. ബിക്കോസ് എന്താണ്, ഡിസംബർ 1 തീയതി മുതൽ ജൂൺ 2024 വരെയുള്ള സമയം അവർ ഇന്ത്യക്ക് പുറത്ത് ട്രെയിനിങ്ങിലായിരുന്നു. ഈ കമ്പനിക്ക് വേണ്ടി തന്നെ ട്രെയിനിങ്ങിലായിരുന്നു. പക്ഷെ അവർ ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുകയല്ലായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് നേരിട്ട് ബോർഡിന് അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കാൻ പറ്റത്തില്ല. അവർ അപ്രൂവൽ അപ്രൂവ് ചെയ്യണം, റീജിയണൽ ഡയറക്ടർ അപ്രൂവ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് ഏതാണ്, MR2. എത്ര ദിവസമുള്ള ഫയൽ ചെയ്യേണ്ടത്, 90 days on the date of appointment. It has to be filed with regional director. Can Ram, who is also already a director of Clean Limited, be appointed as CEO or CFO of a company? നിങ്ങളെ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്, നിങ്ങളെ ആ കമ്പനിയുടെ CEO ആയിട്ടോ അല്ലെങ്കിൽ CFO ആയിട്ടോ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? എന്താ ആലോചിക്കണേ, ആലോചിക്കാൻ ഒന്നും എത്തണ്ട, അത് ആലോചിക്കല്ലേ. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഒരു ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഹു ഇസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ? ഹു ഇസ് ഹോൾഡിംഗ് എ പൊസിഷൻ ഓഫ് റെമ്യൂണറേഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. CFO ആൻഡ് CEO ഹോൾഡിംഗ് എ പോസ്റ്റ് ഓഫ് റെമ്യൂണറേഷൻ ആണ്. ഇനി ഏതെങ്കിലും പ്രൊവിഷനല്ലേ, ഒരു കമ്പനീസ് ആക്ടിന്റെ ഏതെങ്കിലും പ്രൊവിഷൻ CFO ഡയറക്ടർ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. സോ എ CEO ആൻഡ് CFO ക്യാൻ ബി ഡയറക്ടർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് CEO ആൻഡ് CFO. വേറെ ഒരു പ്രശ്നമില്ല. ആർട്ടിക്കിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇനി, is it possible to appoint Mr. Ram as a managing director when Shyam is already manager of the same company? നിങ്ങളുടെ കമ്പനിയിൽ ശ്യാം എന്ന് പറഞ്ഞൊരു മാനേജർ ഓൾറെഡി ഉണ്ട്. ആ സ്ഥലത്ത് അയാളെ നിലനിർത്തിക്കൊണ്ട് രാമിനെ നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യണം പറ്റുമോ? നിങ്ങളുടെ കമ്പനിയിൽ ശ്യാം എന്ന് പറഞ്ഞൊരു മാനേജറുണ്ട്, അയാൾ വിട്ടുപോയിട്ടില്ല. അയാളെ നിലനിർത്തിക്കൊണ്ട് തന്നെ രാമിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം പറ്റുമോ? Can a company have manager and managing director together? No. So cannot be appointed. It is a violation. You can have only either manager or managing director. Clear le? ശരിയല്ലേ? ഒരു പയ്യൻ 20 വയസ്സുള്ള പയ്യനാണ്, IIM-ന്റെ ഗ്രാജുവേറ്റ് ആണ്. നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു പറ്റുമോ? 20 വയസ്സുള്ള ഒരു പയ്യനാണ്, അയാളെ നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. കാരണം ഇയാൾ IIM എന്ന് ഗ്രാജുവേഷൻ എടുത്താൽ ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. എന്തേ കാര്യം? 21 വയസ്സിന് താഴെയോ 70 വയസ്സിന് മേലെയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം.
എത്രയാണ് മാക്സിമം മാനേജർ റെമ്യൂണറേഷൻ? മാക്സിമം മാനേജർ റെമ്യൂണറേഷൻ്റെ ലിമിറ്റ് എത്രയാണ്? 11% അല്ലേ? അത്രേ ഉള്ളൂ. 11% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്, അതാണ് മാക്സിമം മാനേജർ റെമ്യൂണറേഷൻ. കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ 11% വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ റെസൊല്യൂഷൻ ഇല്ലാതെ ഷെഡ്യൂൾ 5 പ്രകാരം കൊടുക്കാവുന്ന മാനേജർ റെമ്യൂണറേഷൻ എത്രയാണ്? 11% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിലോ ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ എടുത്തിരിക്കണം. ഇനി ഇത് ഏത് കമ്പനിക്കാണ്? പബ്ലിക് കമ്പനിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിക്കും അതുപോലെ 1% കമ്പനിക്കും ഏത് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനും പ്രശ്നമില്ല. ഷെഡ്യൂൾ 5 പ്രൈവറ്റ് കമ്പനിക്കും 1% കമ്പനിക്കും അപ്ലിക്കബിൾ അല്ല. ഷെഡ്യൂൾ 5 പ്രൈവറ്റ് കമ്പനിക്കും അത് 1% കമ്പനിക്കും അപ്ലിക്കബിൾ അല്ല. ഇനി ആ ബോക്സ് ഓർമ്മയുണ്ടോ? ആ റെമ്യൂണറേഷൻ ബോക്സ് അതിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് എന്താണ്? ഒരൊറ്റ കമ്പനിയിലെ എന്താണ്, എനി വൺ ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ, ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഇഫ് യു ഹാവ് മോർ ദാൻ വൺ സച്ച് ഡയറക്ടർ ടുഗദർ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. ക്ലിയർ? നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടറോ ഒരു മാനേജറോ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ബോക്സ് ആണത്. അതിൽ എത്ര കൂടാൻ പാടില്ല? നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 5% കൂടാൻ പാടില്ല. അതേസമയം ഒന്നിലധികം പേര്, നിങ്ങൾക്കൊരു മാനേജറും ഹോൾ ടൈം ഡയറക്ടറും ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനേജറും മാനേജിംഗ് ഡയറക്ടറും ഹോൾ ടൈം ഡയറക്ടറും ഉണ്ട് എങ്കിൽ അത് ടുഗദർ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 10%. പാർട്ട് ടൈം ഡയറക്ടേഴ്സിന് എത്രയാണ് കൊടുക്കാൻ പറ്റുക? ഒരു മാനേജിംഗ് ഡയറക്ടറും ഹോൾ ടൈം ഡയറക്ടറും മാനേജറും ഉള്ള കമ്പനിയാണെങ്കിൽ 1%, ദെൻ മറ്റുള്ള കേസിൽ 3%. കിട്ടിയില്ലേ പേജ്? പേജ് നമ്പർ പറയാമോ? 883. ദെൻ സിറ്റിംഗ് ഫീ നോട്ട് ടു ബി ഇൻക്ലൂഡ് റെമ്യൂണറേഷൻ. സിറ്റിംഗ് ഫീ റെമ്യൂണറേഷന്റെ ഭാഗമല്ല. ശ്രദ്ധിച്ച് മനസ്സിലായിക്കോട്ടെ. അതെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ക്രക്സ് പോയിന്റ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് 1 ലക്ഷം രൂപ ഒരു മീറ്റിങ്ങിന് കിട്ടുന്നു, ഒരു വർഷം അയാൾക്ക് 4 ലക്ഷം രൂപ മീറ്റിങ്ങിന് കിട്ടി, പ്ലസ് അയാൾക്ക് ഇത്ര റെമ്യൂണറേഷൻ കിട്ടി. ആൻഡ് സെക്ഷൻ 197, 198 പ്രകാരം ഷെഡ്യൂൾ 5 പ്രകാരമുള്ള മാനേജർ റെമ്യൂണറേഷൻ്റെ പൊസിഷൻ ഇയാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിറ്റിംഗ് ഫീസ് റെമ്യൂണറേഷൻ്റെ ഭാഗമല്ല, അത് അഡീഷണൽ ആണ്. സിറ്റിംഗ് മാനേജർ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ 11%, നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% വരെ കമ്പനിക്ക് അപ്രൂവ് ചെയ്യാം. അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ പ്രകാരം സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്രകാരം ജനറൽ മീറ്റിംഗിൽ അപ്രൂവ് ചെയ്തേ മതിയാവത്തുള്ളൂ. എത്രയാണ് കൊടുക്കാൻ പറ്റുക? നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ, ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടറെ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 5% നെറ്റ് പ്രോഫിറ്റ്. ഇഫ് യു ഹാവ് മോർ ദാൻ വൺ സച്ച് പേഴ്സൺ, ദാറ്റ് ഈസ് ഒരു മാനേജറും ഒരു ഹോൾ ടൈം ഡയറക്ടറും ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടറും ഒരു ഹോൾ ടൈം ഡയറക്ടറും ഉണ്ടെങ്കിൽ യു ക്യാൻ പേ മാക്സിമം 10%. ഇനി പാർട്ട് ടൈം ഡയറക്ടേഴ്സ് ആണ്. നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ മാനേജറോ ഉള്ള കമ്പനിയാണെങ്കിൽ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 1% നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം അത് നിങ്ങളുടെ കമ്പനിയിൽ മാനേജറോ മാനേജിംഗ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ പാർട്ട് ടൈം ഡയറക്ടേഴ്സിന് 3% കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന സിറ്റിംഗ് ഫീസ് റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കില്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു ലോണിൻ്റെ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നു. അതിന് കമ്പനി അയാൾക്ക് ഒരു കമ്മീഷൻ കൊടുക്കുന്നു. ആ കമ്മീഷൻ അയാളുടെ മാനേജറിയൽ റെമ്യൂണറേഷനിൽ ഉൾപ്പെടുന്നു. ഇപ്പം ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ കമ്പനിക്ക് വേണ്ടി ഒരു ഗ്യാരണ്ടി നിൽക്കുന്നു. ഒരു ഗ്യാരണ്ടി, കമ്പനി എടുക്കുന്ന ലോണിന് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നു. അതിന് എനിക്ക് നിങ്ങളൊരു കമ്മീഷൻ തരുന്നു. ആ കമ്മീഷൻ എൻ്റെ മാനേജറിയൽ റെമ്യൂണറേഷനിൽ പെടുമോ? In Susan Textile Bearing Limited versus Union of India, it was held that guarantee commission received by the director is for personal liability which the director undertakes. Therefore, guarantee commission is not a remuneration. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള റിസ്ക് ആണ് അയാൾ എടുക്കുന്നത്. ഇപ്പോൾ കമ്പനി കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കമ്പനിയുടെ റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഹീൽ ലിമിറ്റഡ് ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് ഉള്ള ഒരു കമ്പനിയാണ്.
ഡോക്ടർ അമർ ഒരു പ്രാക്ടീസിങ് സർജനാണ് ഈ കമ്പനിയുടെ ഓർഡിനറി ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ഇയാൾ ധാരാളം സർജറികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർജറികളുടെ മുകളിൽ ഓരോ സർജറികളുടെ മുകളിലും അയാൾക്കൊരു ഫീസ് കൊടുക്കാൻ ഹോസ്പിറ്റൽ താല്പര്യപ്പെടുന്നു. വെദർ അങ്ങനെ കൊടുക്കുന്ന ഫീസ് മാനേജ് റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കുമോ? ഇല്ല, ഇല്ല. The remuneration payable to the directors of the company in any other capacity shall also be included in the remuneration payable to directors. However, any remuneration for services rendered by a director in other capacity shall not be included if the service is rendered of a professional nature, if the company is required to form NRC for the appointment of such person. In view of the above, he can pay fees to Dr. Amar for his professional service for surgeries performed by him on patients as hospital if no NRC is of the opinion that the director possesses a requisite qualification. So for that particular amount is not considered as remuneration. He is a non-executive director, so it is not remuneration. It has found that Ms. Sweta, director of a company, have drawn remuneration in excess of prescribed limit. സാധാരണ എത്രയാണോ അവരുടെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് അതിനേക്കാട്ടിലും റെമ്യൂണറേഷൻ സ്വേത വാങ്ങി എന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് ദ കമ്പനി ഹാസ് സോട്ട് യുവർ അഡ്വൈസ് ഇൻ ദ മാറ്റർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നിങ്ങളുടെ ഉപദേശം ചോദിക്കുന്നു. ഇതിൽ നിങ്ങളുടെ ഉപദേശം ചോദിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യുക? തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ കമ്പനിക്ക്? ഒരു റെസൊല്യൂഷൻ പാസ്സായിട്ട് കമ്പനി പറയുകയാണ് ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? എത്ര വർഷത്തും തിരിച്ചു കൊടുക്കണം? ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. തിരിച്ചു പിടിക്കണം. എത്ര വർഷത്തിനുള്ള? 2 വർഷം. അത് വേണ്ടെന്ന് വെക്കാൻ കമ്പനിക്ക് തീരുമാനമുണ്ടോ? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് കമ്പനിക്ക് അത് വേണ്ടെന്ന് വെക്കാം. Company cannot waive the recovery of excess remuneration. Company shall not waive the recovery of any sum refundable by managing director unless it is approved by a special resolution general meeting. അപ്പോൾ ഒരു ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എക്സസ് കൊടുത്ത സാലറി വേണ്ടെന്ന് വെക്കാൻ കമ്പനിക്ക് അധികാരമുണ്ട്. അതല്ലാതെ വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. പെനാൽറ്റി 5 ലക്ഷം രൂപ, 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയാണ് പെനാൽറ്റി വയലേഷന്. എത്ര സമയം? 2 വർഷം വരെ. Mrs. Beautiful, aged 40 years, is the managing director of Beauty Care Products Limited. She has received a contribution of superannuation fund and leave encashment during her tenure with the company during the financial year 31st March 2017. The manager accounts of the company is not very confident if these perquisites are to be included in the computation of ceiling of remuneration as per the provisions of Companies Act. മിസ്സിസ് ബ്യൂട്ടിഫുൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അവർ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു? അവരുടെ ടെന്യൂർ അവസാനിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടി? അവർക്ക് ഒരു സൂപ്പറാന്വേഷൻ ഫണ്ടും അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെൻറ്റും കിട്ടി. നിങ്ങളുടെ മാനേജർ ചോദിക്കുന്നു, സാർ ഇത് അവരുടെ സാലറിയുടെ ഭാഗമായിട്ട് കണക്കാക്കുമോ? ഏതൊക്കെ കാര്യങ്ങളാണ് ഷെഡ്യൂൾ 4 പ്രകാരം അല്ലെങ്കിൽ ഷെഡ്യൂൾ 4 പാർട്ട് 2 അല്ലെങ്കിൽ സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3 പ്രകാരം എന്ത് കണക്കാക്കില്ല? റെമ്യൂണറേഷൻ സീലിംഗിൽ വരാത്തത്. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പറാന്വേഷൻ ഫണ്ട് ഓർ എൻഎറ്റി ഫണ്ട് ഇൻ എക്സസ് ഓഫ് ദെയർ സിംഗ്ലി ഓർ പുട്ട് ടുഗദർ ആർ നോട്ട് ടാക്സബിൾ. ഗ്രാറ്റുറ്റി പേയബിൾ ആൻഡ് എൻകാഷ്മെന്റ് ഓഫ് ലീവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെന്യൂർ. അതായത് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സൂപ്പറാന്വേഷൻ ഫണ്ടിലെ കോൺട്രിബ്യൂഷൻ, ആനുറ്റി ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അത് ഉൾപ്പെടില്ല. അതുപോലെ തന്നെ ഗ്രാറ്റുറ്റി എന്താണ്? ഹാഫ് മന്ത് സാലറി, അരമാസ ശമ്പളം മുതൽ അരമാസ ശമ്പളം വെച്ചിട്ട് എത്രമാത്രം വർഷമാണോ കംപ്ലീറ്റ് ചെയ്ത് അത്രമാത്രം വർഷത്തിന് കൊടുക്കുന്ന ഗ്രാറ്റുറ്റി ഇസ് എക്സംപ്റ്റഡ്. അതിന് റെമ്യൂണറേഷൻ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കും. ദെൻ എൻകാഷ്മെന്റ് ഓഫ് ലീവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെന്യൂർ ഇറ്റ് ആൾസോ വിൽ നോട്ട് ബി കാൽക്കുലേറ്റഡ് ആസ് റെമ്യൂണറേഷൻ. So contribution to superannuation fund received by Mrs. Beautiful, managing director, shall not be included. അത് റെമ്യൂണറേഷൻ ആയി കണക്കാക്കില്ല. അതുപോലെ തന്നെ എന്താണ്? ലീവ് എൻകാഷ്മെന്റും റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കില്ല. ക്ലിയർ ആണോ? അടുത്തത്, SRM Limited paid 15 lakh as insurance premium on behalf of its company secretary and managing director for indemnifying any of them against the liability in respect of negligence, default ആൻഡ് മിസ്ഫീസൻസ്, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. അതായത് എന്താണ്? എന്ത് ഇൻഷുറൻസ്? അത് ഓഫീസേഴ്സ് ഡിഫോൾട്ട്. എന്ത് ഇൻഷുറൻസ്? അത്
നിങ്ങളുടെ കമ്പനിയുടെ ഓഫീസർ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ്, കമ്പനി ചെയ്തു കൊടുക്കുന്ന ഇൻഷുറൻസ് എന്താ? ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് പ്രകാരം 15 ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു കമ്പനിയുടെ കമ്പനി സെക്രട്ടറിക്കും മാനേജിംഗ് ഡയറക്ടർക്കും വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരാണ് ഓഫീസർ ഡിഫോൾട്ട് വരാൻ സാധ്യത. അപ്പോൾ അവർക്ക് അതിന് ഡിഫോൾട്ട് വരികയാണെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഇൻഷുറൻസ് അടയ്ക്കുന്നു 15 ലക്ഷം രൂപ പ്രീമിയം. ഇത് അവരുടെ റെമ്യൂണറേഷനായിട്ട് കണക്കാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇൻഷുറൻസ് പ്രീമിയം നോട്ട് ബി പാർട്ട് ഓഫ് മാനേജർ റെമ്യൂണറേഷൻ. അത് ഒരിക്കലുമല്ല. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചോദിക്കാതിരിക്കട്ടെ. ലോസ് മേക്കിംഗ് കമ്പനിയുടെ മാനേജർ റെമ്യൂണറേഷൻ എത്രയാണ്? ലോസ് മേക്കിംഗ് കമ്പനി എത്രമാത്രം മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കാം? വേറൊരു ബോക്സിലുണ്ട്. അതിന് തൊട്ടപ്പുറത്തെ പേജിലുണ്ട്, അല്ലെങ്കിൽ ആ പേജിലുണ്ടായിരിക്കും. നെഗറ്റീവ് ഒരു 5 കോടി എഫക്റ്റീവ് ക്യാപിറ്റൽ ആണെങ്കിൽ, എഫക്റ്റീവ് ക്യാപിറ്റൽ 5 കോടി വരെയാണെങ്കിൽ മാനേജറൽ പേഴ്സണ് 60 ലക്ഷം, അതർ ഡയറക്ടേഴ്സിന് 12 ലക്ഷം ഒരു വർഷം. അതേസമയം 5 കോടി മുതൽ 100 കോടി വരെയാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എങ്കിൽ 84 ലക്ഷം 17 ലക്ഷം. 100 കോടി മുതൽ 250 കോടി വരെയാണെങ്കിൽ 120 ലക്ഷം 24 ലക്ഷം. 250 കോടിയിൽ മേലെയാണെങ്കിൽ 120 ലക്ഷം പ്ലസ് 0.01% ഓഫ് ദ ക്യാപിറ്റൽ, effective capital in excess of 250 crores, then 24 lakhs plus 0.01 of the effective capital of exceeding 250 crore. എക്സ് ഒരു ഫിനാൻസ് എക്സ്പേർട്ട് ആണ്. അയാൾക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇയാളെ ഒരു കമ്പനിയുടെ CFO ആയിട്ട് അവർ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു ഡയറക്ടർക്ക് എത്ര ശമ്പളമാണ് കൊടുക്കുന്നത് അതിനേക്കാളും ശമ്പളം കൊടുത്തിട്ടാണ് എക്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഡയറക്ടറെ ബാലൻസ് കൂടുതൽ ശമ്പളം ആർക്കും കൊടുക്കാൻ പാടില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും അദാനിയുടെ ശമ്പളത്തിൽ ഗൗതം അദാനിക്ക് കിട്ടുന്നതിനേക്കാളും ശമ്പളം ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കിട്ടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് വായിച്ചാൽ പറയാൻ പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ. സോ അങ്ങനെ ഒരു കണ്ടീഷൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊരു വെറുതെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എനി സാലറി വിച്ച് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ദ വർത്ത് ടു ദ കമ്പനി ക്യാൻ ഡിസൈഡ് എനി റിമ്യൂണറേഷൻ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമൻ ഈസ് എ മാനേജിംഗ് ഡയറക്ടർ, മനൻ ഈസ് എ ഹോൾ ടൈം ഡയറക്ടർ, ഓജസ് ഈസ് എ ഡയറക്ടർ. നമൻ, മനൻ, ഓജസ്. നമൻ ആണ് മാനേജിംഗ് ഡയറക്ടർ, മനൻ ഒരു ഹോൾ ടൈം ഡയറക്ടറാണ്, ഓജസ് ഒരു ഡയറക്ടറാണ് അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയിൽ. നമൻ ഹാസ് റിസൈൻഡ്, ദ മാനേജിംഗ് ഡയറക്ടർ has resigned from his position with effect from 31st March 2022 due to ill health. Doctors advised him to take complete bed rest. Manan and Ojas also tendered resignation with effect from 1st April 2022 pursuant to a slump sale of one of the undertaking of Apollo Limited to Nimbo Limited. കമ്പനി എന്ത് ചെയ്തു? ഇയാൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്ലം സെയിൽ ഉണ്ടായി. അത് നിംബോ ലിമിറ്റഡ് ആണ് കൊടുത്തത്. അതുകൊണ്ട് കൊടുത്തോടുകൂടി മറ്റുള്ള ഡയറക്ടേഴ്സും റിസൈൻ ചെയ്തു. Consequently, Manan and Ojas were appointed as whole-time director and director respectively of Nimbo Limited. ഈ നിംബോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ 3 പേരും എന്ത് ചെയ്തു? ഈ നിംബോ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ട് ജോയിൻ ചെയ്തു. മനൻ ആൻഡ് ഓജസ് ഇൻഡിവിജ്വലി മേഡ് ആൻ ആപ്ലിക്കേഷൻ ടു ദ ബോർഡ് ഓഫ് അപ്പോളോ ലിമിറ്റഡ് ഫോർ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ്. ഇവർ എന്ത് ചെയ്തു? ഇവർക്ക് നഷ്ടം വന്നില്ലേ, ഈ കമ്പനി റിസൈൻ ചെയ്ത് പോവല്ലേ ചെയ്തത്. ദേ ഹാവ് ആസ്ക്ഡ് ഫ്രം അപ്പോളോ ഫോർ എ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ്. When Naman came to know about the said application by Manan and Ojas demanding compensation, അയാളും കോമ്പൻസേഷൻ ചോദിച്ചു. ഞാനും അസ്നയും ഷഫ്നയും ഒരു കമ്പനിയുടെ ബോർഡിലുണ്ട്. ഞാൻ ഡയറക്ടറാണ്, ഇവർ 2 പേരും അവരുടെ അതിൽ ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്, അവർ ഡയറക്ടേഴ്സാണ്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനി മറ്റുള്ള കമ്പനി എന്ത് ചെയ്തു? കമ്പനിയുടെ ഒരു ഭാഗം തന്നെ അവരുടെ ഒരു സബ്സിഡറി കമ്പനിക്ക് വിറ്റു. അത് വിറ്റതോടുകൂടി അസ്നയും ഷഫ്നയും റിസൈൻ ചെയ്തു.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആളും ഏത് കമ്പനി ജോയിൻ ചെയ്തു? ആ സബ്സിഡറി കമ്പനിയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 3 ആളും കൂടി ചേർന്നിട്ട് ഈ കമ്പനിയോട് ലോസ് ഓഫ് കോമ്പൻസേഷൻ ഓഫ് ഓഫീസ് തരാൻ പറയുന്നു. ഞങ്ങളുടെ ഓഫീസ് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തരാൻ പറയുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. ലോസ് ഓഫ് ഓഫീസ് അപ്ലൈ വരുള്ളൂ നിങ്ങളെ ആരെങ്കിലും ടെർമിനേറ്റ് ചെയ്യണം. നിങ്ങൾ റിസൈൻ ചെയ്താൽ കിട്ടില്ല ലോസ് ഓഫ് ഓഫീസ്. Loss of office of managing director is whole-time director or manager only. Compensation for loss of office cannot be paid to a part-time director. എപ്പോഴൊക്കെയാണ് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റാത്തത്? അയാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റീകൺസ്ട്രക്ഷൻ ഓർ അമാൽഗമേഷൻ വിത്ത് എനി അതർ ബോഡി കോർപ്പറേറ്റ് ആൻഡ് അവർ അങ്ങനത്തെ കമ്പനിയിൽ തന്നെ അവർ MD ആയിട്ടോ ഹോൾ ടൈം ഡയറക്ടറായിട്ടോ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അയാളെ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. ആ ഡയറക്ടർ അയാൾ ഓഫീസ് റിസൈൻ ചെയ്യുന്നു, അത് എന്താണ് റീകൺസ്ട്രക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനായി റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിലും അയാൾക്ക് ലോസ് ഓഫ് കോമ്പൻസേഷൻ ഓഫ് ഓഫീസ് കിട്ടില്ല. ദെൻ അത് വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല. ദെൻ അത് ട്രിബ്യൂണലിന്റെ ഓർഡർ പ്രകാരം അല്ലെങ്കിൽ വളണ്ടറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല. അതുപോലെ വേർ ദ കമ്പനി ഇസ് വൗണ്ട് അപ്പ് വെദർ ബൈ പറഞ്ഞ് വേർ ദ ഡയറക്ടർ ഹാസ് ബീൻ ഗിൽറ്റി ഓഫ് ഫ്രോഡ് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് അയാൾ പുറത്താക്കുകയാണെങ്കിലും അയാൾക്ക് കിട്ടില്ല. വേർ ദ ഡയറക്ടർ ഇസ് ഇൻസ്റ്റിഗേറ്റഡ് എന്താണ് അയാളെ ടെർമിനേഷനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത അയാളാണെങ്കിലും അയാൾക്ക് എന്ത് കിട്ടില്ല, അയാൾക്ക് റെമ്യൂണറേഷൻ കിട്ടില്ല. ക്ലിയർ ആണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഇവർ 3 പേരെന്താണ് റിസൈൻ ചെയ്തതാണ്. ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. എത്രമാത്രമാണ് കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയുള്ളത്? അയാൾ എത്ര വർഷം ഇനി ബാക്കിയുണ്ടോ, അയാൾക്ക് എത്ര ദിവസം ബാക്കിയുണ്ടോ അതിൻ്റെ ശമ്പളം അല്ലെങ്കിൽ 3 വർഷത്തെ റെമ്യൂണറേഷൻ ഏതാണോ കുറവ് അതാണ് അയാൾക്ക് കിട്ടുക. എത്രയാണ് കിട്ടുക? റിമൈനിങ് ടേം ഓർ 3 years salary whichever is less will be available to him. So, Naman cannot claim any compensation for loss of office as he has resigned voluntarily. Manan has taken directorship in Nimbo pursuant to a reconstruction within the group. See, he cannot ask. And Ojas also cannot ask because he is not to എന്താണ് ഇത് അയാൾ ഒരു പാർട്ട് ടൈം ഡയറക്ടർ ആയിരുന്നു, അയാൾക്ക് കിട്ടില്ല. ഇത് സ്ട്രേറ്റ് അവേ കേസ് ഡയറക്ടർ ആണെങ്കിലും അയാൾക്ക് കിട്ടില്ല. കാരണം എന്താണ്? ഹി റിസൈൻഡ് ഫ്രം ഹിസ് ഓഫീസ്. ഏതൊക്കെ കമ്പനികൾ ആരൊക്കെയാണ് KMP എന്ന് നിങ്ങൾക്ക് അറിയാം. KMP എങ്ങനെ അപ്പോയിന്റ് ചെയ്യുക? വാട്ട് ഇസ് ദ പ്രൊസീജിയർ ടു അപ്പോയിന്റ് എ കീ മാനേജറൽ പേഴ്സൺ? എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത്? എന്ത് റെസൊല്യൂഷനാണ് വേണ്ടേ KMP അപ്പോയിന്റ് ചെയ്യാൻ? ബോർഡ് റെസൊല്യൂഷൻ. ബോർഡാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് പറയുന്ന ആള് ഒരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. സർക്കുലർ റെസൊല്യൂഷൻ വഴിയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അയാളോട് ഗ്രൂപ്പിന്റെ കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നു. പേരന്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാനും പറയുന്നു. അതായത് എന്നെ നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ വഴിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, എന്നോട് തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിട്ട് ഇരിക്കണം, അതുപോലെ പാരന്റ് കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിരിക്കണം, ഞങ്ങളുടെ സബ്സിഡറി കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിരിക്കണം. എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ? ഒരു KMP അപ്പോയിന്റ് ചെയ്യുന്ന ബോർഡ് മീറ്റിംഗിലാണ്. അതുകൊണ്ട് റൂൾ 8 പറയുന്നു എന്താണ് ഈ അധികാരം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സർക്കുലർ റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. The company secretary being KMP can be appointed removed by the board of directors by passing resolution at the board meeting. ബോർഡ് മീറ്റിംഗിൽ എന്താണ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മാത്രമേ അയാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കുലർ റെസൊല്യൂഷൻ പോരാ. Then a KMP shall not hold office in more than one company except in its subsidiary at the same time. ഒരു KMPക്ക് ഏത് കമ്പനിയിലാണോ അയാൾ പൊസിഷൻ ഉള്ളത് ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയിൽ മാത്രമാണ് ഒരു KMP പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഗ്രൂപ്പ് കമ്പനി, പാരന്റ് കമ്പനി, സബ്സിഡറി കമ്പനിയാണ് പറഞ്ഞത്. അതുകൊണ്ട് അയാൾക്ക് പറ്റത്തില്ല. എന്തൊക്കെയാണ് ഞാൻ പ്രൊവിഷൻ പറഞ്ഞത്? ഇപ്പോൾ ഇവിടെ ഒന്ന്, സർക്കുലർ റെസൊല്യൂഷൻ വഴി KMP അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു KMP അതേ കമ്പനിയുടെ തന്നെ ഗ്രൂപ്പ് കമ്പനിയിൽ KMP ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയിൽ പറ്റില്ല, സബ്സിഡറി കമ്പനിയിലാകാം, വിത്ത് അപ്രൂവൽ ആകാം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതാണ് ഇതിലിപ്പോൾ പറഞ്ഞ പോയിന്റ്. അപ്പോയിൻമെന്റ് ഓഫ് KMP പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 203 അല്ലേ? എന്തൊക്കെയാണ്?
Every company belonging to such classes or classes of companies as may be prescribed shall have the following whole-time KMPs. ആരൊക്കെ whole time ആണ് വേണ്ടത്? Managing Director, CEO or Manager, and in their absence a whole-time Director, Managing Director or CEO or Manager. So it is clearly mentioned no chance that there should be a Managing Director and CEO or Managing Director and a Manager. If there is a Managing Director, then a separate person shall be എന്താണ് CEO. ആരായിരിക്കണം? സെപ്പറേറ്റ് പേഴ്സൺ ആയിരിക്കണം എന്ത് CEO ആയിട്ട് വരേണ്ടത് കേട്ടോ. ദെൻ അല്ലെങ്കിൽ എന്താണ് കമ്പനി സെക്രട്ടറി ആൻഡ് CFO. ഇവരും നിർബന്ധമായിട്ടും ഫുൾ ടൈം കമ്പനി സെക്രട്ടറി, ഫുൾ ടൈം CFO ആൻഡ് ഫുൾ ടൈം മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ മാനേജർ ഉണ്ടായിരിക്കണം. ഇതാരും ഇല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഒരു കമ്പനി സെക്ഷൻ 203 നിർബന്ധമായിട്ടും പറയുന്നത്. ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി ആൻഡ് MD or CEO should be different person. An individual shall not be appointed or reappointed as chairperson of the company in pursuance of the article of the company as well as managing director or CEO of the company at the same time. ഒരേ സമയത്ത് തന്നെ അയാൾ ഒരു ചെയർപേഴ്സൺ എന്താകാൻ പാടില്ല, മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അതായത് 2 പേരായിരിക്കണം എന്നാണ് പറയണത്. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും വേറെ ആയിരിക്കണം, ചെയർമാനും CEOയും വേറെ വേറെ ആയിരിക്കണം. പക്ഷേ അവർ രണ്ടുപേരും ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ 2 പൊസിഷൻ ഹോൾഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതെവിടെയാണ് പറയേണ്ടത്? ഒന്ന് ആർട്ടിക്കിൾസിൽ പറയണം, അല്ലെങ്കിൽ കമ്പനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉള്ള കമ്പനി ആയിരിക്കണം. ആൻഡ് എബോവ് പ്രൊവിഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു സച്ച് ക്ലാസ് ഓഫ് കമ്പനീസ് എൻഗേജ്ഡ് ഇൻ മൾട്ടിപ്പിൾ ബിസിനസ്. ദെൻ MCA 2014 വേരിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് 100 കോടിയിലെ മേലെ ആനുവൽ ടേൺ ഓവർ ഉള്ള കമ്പനി, 100 കോടിയിലെ മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനി, 1000 കോടിയിലെ മേലെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ മൾട്ടിപ്പിൾ ബിസിനസ്സിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ ഈച്ച് സച്ച് ബിസിനസ്, ഓരോ ബിസിനസ്സിനും ഓരോ സെപ്പറേറ്റ് CEO ആവശ്യമാണ് എന്ന് പറയുന്നു. ആൻഡ് കാൻ അപ്പോയിന്റ് CEO of each business and can appoint an individual as chairperson and managing director. Hence, A can be appointed in CKC International as CMD as the company's turnover is 1,000 crore. Retaining directorship in other companies, അവർക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ് അക്ഷയ നിർമ്മാൻ? MCAയുടെ 2014 ഒരു സർക്കുലറാണ്. അത് പറയുന്നത് 100 കോടിയിലും മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ 1000 കോടിയിലും മേലെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരേ ആളെ തന്നെ എന്തായിട്ട് അമർത്താൻ ചെയർമാനായിട്ടും മാനേജിംഗ് ഡയറക്ടറായിട്ടും അപ്പോയിന്റ് ചെയ്യാം എന്ന് MCAയുടെ ഇതിൽ പറയുന്നുണ്ട്. വളരെ ലാർജ് കമ്പനി ആണെങ്കിൽ അതുകൊണ്ട് ഇയാളെ അവിടെ CMD ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഒരു കമ്പനി സെക്രട്ടറിയെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ യു വാണ്ട് ടു പാസ് ടു അപ്പോയിന്റ് യു ആസ് എ കമ്പനി സെക്രട്ടറി? ബോർഡ് റെസൊല്യൂഷൻ മതിയോ? ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ വേണോ? പറ്റില്ലേ? ഇനി വേറെ റെസൊല്യൂഷനും ഇല്ല പറയാൻ, ആകെ 2 ഉള്ളതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞേനെ, ബോർഡ് റെസൊല്യൂഷൻ അല്ലേ? ബോർഡ് റെസൊല്യൂഷൻ വഴി അപ്പോയിന്റ് ചെയ്യാം. ആർക്കൊക്കെ കമ്പനി സെക്രട്ടറി വേണ്ടത്? എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും, അല്ലെങ്കിൽ വേറെ ഏത് കമ്പനിയാണോ 10 കോടിയിൽ മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനി. സെക്ഷൻ 8 കമ്പനിക്ക് എന്ത് വേണ്ട? കമ്പനി സെക്രട്ടറി നിർബന്ധമില്ല. ദെൻ ഈ ബോർഡ് റെസൊല്യൂഷൻ സർക്കുലർ റെസൊല്യൂഷൻ ആയിട്ട് പാസ്സാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെന്താ പറഞ്ഞത്? KMP അപ്പോയിന്റ് ചെയ്യുന്ന എല്ലാ റെസൊല്യൂഷനും മീറ്റിംഗിൽ മാത്രമേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്? ബോർഡ് മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് റിമൂവ് ചെയ്യാം. അയാൾ എന്താണ് ഒരു KMP അപ്പോയിന്റ് കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റാണ് ROCക്ക് ഫയൽ ചെയ്യേണ്ടത്? DIR. ഡയറക്ടർ ആണെങ്കിൽ എന്താ ഫയൽ ചെയ്യേണ്ടത്? 12 അല്ലേ? ആണോ? DIR 12 അപ്പോയിന്റ് ചെയ്യണം. എന്താണ് അത്? ഡയറക്ടർ അപ്പോയിന്റ്മെന്റ് റിസിഗ്നേഷൻ ഇൻഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമാണ് DIR 12. സെയിം ഫോമാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഇൻ അഡീഷൻ MR1 അപ്പോയിന്റ് ചെയ്യണം, കൊടുക്കണം. എന്താണ് MR1 എന്ന് പറഞ്ഞാൽ? KMP അപ്പോയിന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫോർമാറ്റ്. ഇപ്പോൾ DIR 12 MR1 വേണം. എന്തൊക്കെ രജിസ്റ്റർ KMPയുടെ രജിസ്റ്ററിൽ സെക്ഷൻ 170 പ്രകാരം നമ്മൾ സൂക്ഷിക്കുന്ന KMP കീ മാനേജർ പേഴ്സൺസിന്റെ രജിസ്റ്ററിൽ ഇയാളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിരിക്കണം. ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ക്യാൻ ബി കമ്പനി സെക്രട്ടറി ഓഫ് സബ്സിഡിയറി കമ്പനി ആൻഡ് ഹോൾഡിംഗ് കമ്പനി. ആണോ? ഞാനൊരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആണ്, ഫുൾ ടൈം കമ്പനി സെക്രട്ടറി ആണ്. എൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആവാൻ എനിക്ക് പറ്റുമോ? എൻ്റെ കമ്പനി സംബന്ധിച്ചാൽ. എൻ്റെ സബ്സിഡിയറി കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആവാൻ പറ്റുമോ? എൻ്റെ കമ്പനി സംബന്ധിച്ചാൽ. കുറച്ചും ചോദിച്ച ചോദ്യം ഉത്തരം പറഞ്ഞ ഉത്തരമാണത്. ഹോൾഡിംഗ് കമ്പനിയുടെ പറ്റില്ല, ഓൺലി സബ്സിഡിയറി കമ്പനിയുടെ പറ്റുള്ളൂ. കമ്പനി സെക്രട്ടറി ക്യാൻ ബി എ ഡയറക്ടർ ഓഫ് എ കമ്പനി.
With the permission of the board, you can be director of your company or any other company. That is not a problem. With the permission of your board. ഒരു കമ്പനി സെക്രട്ടറി റിസൈൻ ചെയ്ത് പോയാൽ വേക്കൻസി എത്ര മാസം ഫില്ല് ചെയ്യണം? 6 months ഫില്ല് ചെയ്യണം. കമ്പനി സെക്രട്ടറിയെ കംപ്ലയൻസ് ഓഫീസറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? LODR പറയുന്നത് എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും എന്ത് വേണം? നിർബന്ധമായിട്ടും ഒരു കംപ്ലയൻസ് ഓഫീസർ വേണം. ആ കംപ്ലയൻസ് ഓഫീസർ ആരായിരിക്കണം? ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി ആയിരിക്കണം. ഇയാളെ ഓഫീസർ ഇൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കുമോ? ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസ് കംപ്ലയൻസ് പ്രൊവിഷനിലും ഇയാൾ ഓഫീസർ ഇൻ ഡിഫോൾട്ട് ആണ്. എന്താണ് ഒരു കമ്പനി സെക്രട്ടറി ജോലി? ബോർഡിനോട് കമ്പനിയുടെ കംപ്ലയൻസസിനെ കുറിച്ച് പറയുക, എല്ലാ സെക്രട്ടറി സ്റ്റാൻഡേർഡും കമ്പനി കംപ്ലൈ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, ദെൻ അതുപോലെയുള്ള മറ്റുള്ള ജോലികൾ എന്തൊക്കെയാണ് അസൈൻ ചെയ്ത് അത് മുഴുവൻ ചെയ്യുക. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം എന്തെല്ലാം ജോലികളാണ് ഒരു കമ്പനി സെക്രട്ടറിക്കുള്ളത്? ഒന്ന്, നമുക്ക് കമ്പനിക്ക് ആവശ്യമായ ഗൈഡൻസ്, ഡയറക്ടേഴ്സിന് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുക, മീറ്റിങ്ങുകൾ നടത്താൻ കമ്പനിയെ സഹായിക്കുക, ആവശ്യമായ അപ്രൂവൽസ് ബോർഡിൽ നിന്ന്, ജനറൽ മീറ്റിംഗ് എന്ന ഗവൺമെന്റിൽ നിന്ന്, അതോറിറ്റികളിൽ നിന്ന് വാങ്ങുന്നതിന് സഹായിക്കുക. ദെൻ ധാരാളം റെഗുലേറ്റേഴ്സുമായി നമ്മൾ അസോസിയേറ്റ് എടുക്കുന്നതും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കലും അവരുടെ ഡോക്യുമെന്റ്സ് വാങ്ങലും അപ്രൂവൽസ് വാങ്ങലും നമ്മുടെ ജോലിയാണ്. കമ്പനിയുടെ കാര്യങ്ങൾ നടത്താൻ ബോർഡിനെ സഹായിക്കുക, കമ്പനി നന്നായി നടത്താൻ. അതുപോലെ തന്നെ ബോർഡിനെ കോർപ്പറേറ്റ് ഗവേണൻസിലും ബെസ്റ്റ് പ്രാക്ടീസസിലും ബോർഡിനെ സഹായിക്കുക. ദെൻ അതുപോലത്തെ മറ്റുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയാണോ അതെല്ലാം ഫുൾഫിൽ ചെയ്യുക. ദെൻ ബോർഡ് സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരുന്ന ജോലികളും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കമ്പനി the Logic Limited wants to remove Radhika, company secretary of the company. What is the procedure? എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയെ? ആദ്യം നമ്മൾ ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കണം, സെക്ഷൻ 170 പ്രകാരം അതിന് നോട്ടീസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദെൻ അതിനുശേഷം കമ്പനി സെക്രട്ടറിക്ക് ഒരു നോട്ടീസ്, ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കണം. അയാളുടെ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് ഷുഡ് ബി ഗിവൻ. ദെൻ കമ്പനി സെക്രട്ടറി എന്നാണോ ആ നോട്ടീസ് അവസാനിക്കുക അന്ന് മുതൽ അയാൾ ഓഫീസിൽ ഉണ്ടാവില്ല, അയാൾ ഓഫീസിലില്ല എന്ന് കണക്കാക്കും. കമ്പനി എന്താ ചെയ്യേണ്ടത്? DIR 12 ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക് ഫയൽ. എത്ര ദിവസത്തിനുള്ളിൽ? 30 ഡേയ്സിനുള്ളിൽ. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്യണം. ദെൻ രജിസ്റ്റർ സെക്ഷൻ 170 പ്രകാരമുള്ള രജിസ്റ്റർ ഓഫ് KMPയിൽ അയാളുടെ പേര്, ഈ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം. പബ്ലിക്കിന് ജനറൽ നോട്ടീസ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇനി ഇയാൾ ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി അല്ലെന്നും ഇയാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങളുടെ പേഴ്സണൽ കപ്പാസിറ്റി ആണെന്ന ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് കൊടുക്കണം. ഒരു CFOയെ കമ്പനിയുടെ കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യാമോ? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനെ കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യാമോ? വളരെ ക്ലിയർ ആയിട്ട് LODR പറയുന്നുണ്ട്, ഒരു കമ്പനി സെക്രട്ടറിയെ മാത്രമേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CFO ഒരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അയാളെ എന്താക്കാൻ പറ്റില്ല, കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ എന്താകാൻ പറ്റുള്ളൂ, കംപ്ലയൻസ് ഓഫീസർ. ഏത് പരീക്ഷ വെച്ചെന്നറിയോ? കഴിഞ്ഞ പരീക്ഷയിൽ എത്ര മാർക്കാണെന്നറിയോ? 4 മാർക്ക്. എത്ര വരിയ ഉത്തരം എന്നറിയോ? 5 വരി ഉത്തരം ഉള്ളൂ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലേ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. MCQ ഉള്ളത് കൊണ്ട് ഞാൻ MCQ നിങ്ങൾക്ക് ആൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ഓടിച്ചോടിച്ച് വായിച്ചേ പോകാൻ പാടൂ. അതൊന്നും പഠിക്കാൻ നിൽക്കരുത്. പോയതൊക്കെ പോട്ടെ, കിട്ടുന്നത് കിട്ടും. 20 നമുക്ക് ഉറപ്പിക്കാം, കിട്ടും നമുക്ക് 20 മാർക്ക്. ബാക്കി 20 മാർക്കേ നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടതുള്ളൂ. സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇനി ഒരു ചാപ്റ്റർ കൂടി ഉണ്ടോ? ഞാൻ ഈ ഒരു 10 മിനിറ്റ് എടുത്തോട്ടെ. ഞാൻ 10 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യാം ലഞ്ചിന്. അതിൻ്റെ മുമ്പ് എനിക്ക് MCA കുറിച്ചിട്ട് നിങ്ങളോട് പറയാം. ഈ ഗവേണൻസ് ആൻഡ് MCA ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടായില്ലോന്നുണ്ടാണ്. വാട്ട് ഡു യു മീൻ ബൈ സ്മാർട്ട് ഗവേണൻസ് ചോദിച്ചു വെച്ചാൽ MCA 21 ആണ് സ്മാർട്ട് ഗവേണൻസ്. MCA പറഞ്ഞാൽ അതൊരു പ്രൊജക്റ്റാണ്. MCA പ്രൊജക്റ്റാണ്. 21 എന്ന് പറഞ്ഞാൽ 21st സെഞ്ച്വറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 21st സെഞ്ച്വറി. ഇതൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ കമ്പനികളെ മുഴുവനും ഇലക്ട്രോണിക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനെ ഈ ഗവേണൻസ് പ്രൊജക്റ്റിനെ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് എന്താണ്? സ്മാർട്ട് ഗവേണൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ് സ്മാർട്ട് ഗവേണൻസ്? സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഗവേണൻസ്. സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗവേണൻസിനാണ് സ്മാർട്ട് എന്ന് പറയുന്നത്.
പ്രൊജക്ട് MCA 21 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പേപ്പർ ബേസ്ഡ് സിസ്റ്റത്തിൽ നിന്നും പേപ്പർലെസ് എൻവയറമെന്റിലേക്ക് മാറുക എന്നുള്ളതാണ്. ROC ഓഫീസിലേക്ക് പോകാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കലാണ് ഒരു ഉദ്ദേശം. എന്തൊക്കെ സർവീസുകളാണ് MCA ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും MCAയിലാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? MCAയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ഫ്രണ്ട് ഓഫീസ് ആയിരിക്കും. അതൊരു വെർച്വൽ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാകാം. ഈ വെർച്വൽ ഫ്രണ്ട് ഓഫീസ് ആണ് MCA വെബ്സൈറ്റിന്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് വെർച്വൽ ഫ്രണ്ട് ഓഫീസ്. ബാക്ക് ഓഫീസ്, അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോഗിൻ ചെയ്ത് ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ബാക്ക് ഓഫീസ് കാണാൻ സാധിക്കും. ദെൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഫോം നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ചില ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ അറ്റാച്ച്മെന്റിനൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് സൈസും പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റും ഉണ്ടായിരിക്കും. ആ ഫോർമാറ്റിൽ ആ സൈസിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ചെക്ക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യൂസർ എന്താണ്? By clicking check form, the user will be positioned to find out whether the mandatory fields of form are duly filled in. ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ അടിക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു റെഡ് ബോക്സ് വന്നിട്ട് പറയും ദിസ് പർട്ടിക്കുലർ കോളം ഈസ് നോട്ട് ഫിൽ, ദിസ് പർട്ടിക്കുലർ കോളം ഈസ് നോട്ട് ഫിൽ. ഇതിനെയാണ് ചെക്ക് ഫോം എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ MCAയുടെ വെബ്സൈറ്റിൽ ചെക്ക് ഫോം എന്നൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്യാത്തത് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരും. ദെൻ വാട്ട് ഈസ് പ്രീ സ്ക്രൂട്ടിനി? പ്രീ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇതിനെന്ത് വേണം? നമ്മൾ പ്രീ സ്ക്രൂട്ടിനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് MCAയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. അതിൽ എല്ലാ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും എല്ലാ അറ്റാച്ച്മെന്റ്സും കറക്റ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം പ്രീ സ്ക്രൂട്ടിനിക്ക് പോയി കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇത് പ്രകാരം പ്രീ സ്ക്രൂട്ടിനി നടന്നിട്ടുണ്ടോ, എല്ലാ പ്രോപ്പർ ഫോംസും ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നതിൽ പറയും. അതായത് MCAയുടെ വെബ്സൈറ്റിൽ ചില ടെർമിനോളജീസ് അപരാജ് സാർ പറഞ്ഞത്. എന്താണ്, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് നമ്മൾ ഓതറൈസ് ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ്. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? ഒരു സർട്ടിഫയിങ് അതോറിറ്റി നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സിഗ്നേച്ചറിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ സിഗ്നേച്ചർ അല്ല. ഇതിനൊരു പബ്ലിക് കീയും ഒരു പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും. ഒരു പ്രൈവറ്റ് കീയെ ഒരു പബ്ലിക് കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. അത് മാച്ച് ചെയ്താൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ട് മാറും. എന്താ സാർ ഈ പബ്ലിക് കീ പ്രൈവറ്റ് കീ എന്ന് ചോദിക്കരുത് കേട്ടോ എന്നോട്. നിങ്ങളിപ്പം ഒരു ആധാർ നമ്പർ ഉണ്ട് അല്ലേ? ആധാറിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 OTP വരും. ഒന്ന് നിങ്ങൾക്ക് SMS OTPയും ഇമെയിൽ OTPയും വരും. ഈ 2 കീസ്, ഇതിനെ 2 കീ എന്നാണ് പറയുക. ഈ 2 കീയും പബ്ലിക് കീ ആണ്. എന്നാൽ നിങ്ങളുടെ ആധാറിൽ ഈ പബ്ലിക് കീ OTP അടിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പ്രൈവറ്റ് കീ. ആ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും മാച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ഉദാഹരണം 5000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രജിസ്റ്റർഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ രാജ്യ സർവീസസ് പ്ലാൻ ചെയ്യുന്നു. ഞാൻ HDFC ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തിട്ട് ട്രാൻസ്ഫർ അടിച്ചാൽ പോലും പൈസ പോവില്ല. ടിൽ ദ മൊമെന്റ് ഐ എം എൻറ്ററിങ് ദ OTP എൻ്റർ ചെയ്താൽ മാത്രമേ പോകുള്ളൂ. അപ്പോൾ OTP എന്താ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസാക്ഷൻ്റെ പ്രൈവറ്റ് കീയുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അക്ഷയ നിർമ്മലാണ് സൈൻ ചെയ്തത്, എങ്ങനെ അറിയാൻ പറ്റാം? അക്ഷയ നിർമ്മലാണ് സൈൻ ചെയ്തതെങ്കിൽ ആ പ്രൈവറ്റ് ക്യൂ ആയിട്ട് ഇത് മാച്ച് ചെയ്ത് നിങ്ങളൊരു OTP ചോദിക്കും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്യും. മൾട്ടിപ്പിൾ OTP ചോദിക്കാൻ 2 ലെവൽ 3 ലെവൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ഇതിൽ ലോഗിൻ ആവും. ഉദാഹരണം ഇപ്പോൾ ഈ സാംസങ്ങിനൊക്കെ ഗൂഗിളിനൊക്കെ ചില പ്രോസസ്സ് ഉണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല, ഡബിൾ വെരിഫിക്കേഷൻ വേണ്ടി വന്നേക്കാം. ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വരിക. ആരൊക്കെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്? സാധാരണ MCA എംപ്ലോയീസ് ഉപയോഗിക്കും. ദെൻ പ്രൊഫഷണൽസ്, നമ്മളെ പോലത്തെ പ്രൊഫഷണൽ ഉപയോഗിക്കും. ഓതറൈസ്ഡ് സിഗ്നേറ്ററീസ്, മാനേജിംഗ് ഡയറക്ടർ, അങ്ങനത്തെ ആൾക്കാർ, ഡയറക്ടേഴ്സ്, മാനേജർ, ഇവരൊക്കെ ഉപയോഗിക്കും. ദെൻ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉപയോഗിക്കും. ആരൊക്കെ ഉപയോഗിക്കും? MCAയുടെ എംപ്ലോയീസ്, പ്രൊഫഷണലുകൾ, ഓതറൈസ് സിഗ്നേറ്ററീസ് ഓഫ് ദ കോർപ്പറേറ്റ് വേൾഡ്, ദെൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഉപയോഗിക്കുന്നു. സാധാരണ എങ്ങനെയാണ് ഈ ഫയലിംഗ് ചെയ്യുന്നത്? ഈ ഫോം ആണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ഈ ഫയലിംഗ് ചെയ്യാൻ. നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയലിംഗ് ചെയ്യുന്നു. എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ഒരു കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ നമുക്ക് വളരെ വലിയ റോളാണ് ഇതിൽ പ്ലേ ചെയ്യാനുള്ളത്. നമുക്ക് ഏത് ഫോം ആണോ ആ ഫോമിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വായിച്ചു നോക്കുന്നു. അതിനുശേഷം അത് ഫില്ല് ചെയ്യുന്നു. ആവശ്യമായിട്ടുള്ള നെസസറി ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം പ്രീഫിൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു.
പ്രീഫിൽ ബട്ടൺ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ആ ഡോക്യുമെന്റിനെ ഇന്റർനെറ്റുമായി കണക്ട് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്താണല്ലോ, ഡൗൺലോഡ് ചെയ്തതാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീഫിൽ ബട്ടൺ അമർത്തുന്നു. പ്രീഫിൽ ബട്ടൺ അമർത്തിയാൽ ഉടനെ നെറ്റ് കൂടെ പോയിട്ട് MCAയിൽ പോയിട്ട് എല്ലാ ബോക്സസും കൺഫേം ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്തതിന് ശേഷം ചെക്ക് ഫോം നമ്മൾ സൈൻ വീണ്ടും പ്രസ് ചെയ്യുന്നു. ചെക്ക് ഫോം എന്താ ചെയ്യണത്, എല്ലാ മാൻഡേറ്ററി ഫീൽഡുകളും മാൻഡേറ്ററി അറ്റാച്ച്മെന്റ്സും ഡിജിറ്റൽ സിഗ്നേച്ചറും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അപ്ലോഡ് ചെയ്യുന്നു. ആ ഡോക്യുമെന്റിനെ അപ്ലോഡ് ചെയ്യുന്നു. എന്ത് വേണ്ടിയിട്ട്, പ്രീ സ്ക്രൂട്ടനിക്ക് വേണ്ടിയിട്ട്. ഈ പ്രീ സ്ക്രൂട്ടനി സർവീസസ് നമുക്ക് സർവീസസ് ടാബിൽ ഫോംസിൽ അപ്ലോഡ് ഫോം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രീ സ്ക്രൂട്ടനി വരിക. ഈ സിസ്റ്റം വിൽ വെരിഫൈ ദ ഡോക്യുമെന്റ്. സിസ്റ്റം ആ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. PDF തുറക്കാൻ പറ്റുന്നുണ്ടോ, ഫോട്ടോ കറക്റ്റ് സൈസ് ആണോ, എല്ലാ കോളവും ഫില്ല് ചെയ്തിട്ടുണ്ടോ, ആൽഫബറ്റിന്റെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടോ, നമ്പറിൽ ആൽഫബറ്റ്, ഇതൊക്കെ നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷം എന്താണ്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും. ആ മിസ്റ്റേക്ക് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സമയം കിട്ടും. ഇനി അതിനുശേഷം അവരെന്ത് ചെയ്യും, ഫീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഫീസ് അടയ്ക്കാൻ പറയും. നമ്മൾ ആ ഫീസ് അടയ്ക്കും. ദെൻ ആ ഫീസ് നമുക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ചലാൻ വഴിയൊക്കെ നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റും. പേയ്മെന്റ് ആ പെർട്ടിക്കുലർ ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് അത് അപ്രൂവ് ചെയ്യുക. ദെൻ അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ തീരുമാനിക്കും. റിജക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. MCA 21 ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു യുണീക് സർവീസ് നമ്പർ അല്ലെങ്കിൽ സർവീസ് റിക്വസ്റ്റ് നമ്പർ SRN നമ്പർ ജനറേറ്റ് ചെയ്യും. ദെൻ എല്ലാ പേയ്മെന്റും അടച്ചാൽ മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഫുൾ ആവുന്നുള്ളൂ. റിജക്ഷൻ ആണെങ്കിൽ റെമഡിയൽ സ്റ്റെപ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നീട് നമുക്ക് ഈ സീരിയൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്രസന്റ് പൊസിഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. MCA കൊടുക്കുന്ന ഇൻഫർമേഷൻ സർവീസുകളും അപ്രൂവൽ സർവീസുകളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്താണ് ഇൻഫർമേഷൻ സർവീസ്? ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഫോംസ് അങ്ങനെയാണ് വിച്ച് ആർ ടു ബി ഫയൽഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്രൂവൽ സർവീസ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ ഓർ ടു ഗിവ് ഇൻ ഡയറക്ഷൻ റിലേറ്റഡ് സർട്ടൺ മാറ്റേഴ്സ്, ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അപ്രൂവൽ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുന്ന സർവീസുകളെയാണ് നമ്മൾ അപ്രൂവൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷൻ സർവീസ് ആണ് ഇൻഫർമേഷൻ സർവീസ് എങ്കിൽ, ഡാറ്റ ഗിവിംഗ് സർവീസ് ആണ് എന്ത്, അപ്രൂവൽ സർവീസ്. ദേ ഗിവ് അപ്രൂവൽസ് ആൻഡ് സാങ്ഷൻസ്. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സർവീസ് ഉദാഹരണമായിട്ട് പറയുന്നത് കൺസെന്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദ കൺസെന്റ്. ഓഫീസർ ഡിഫോൾട്ടിൽ ഒരാളെ ഈ ഓഫീസർ ഡിഫോൾട്ടായി കണക്കാക്കുക അല്ലെങ്കിൽ ഓഫീസ് ഡിഫോൾട്ടായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയാം. വളണ്ടറി റിപ്പോർട്ടിംഗ് ഓഫ് CSR, റെസൊല്യൂഷൻ ആൻഡ് എഗ്രിമെന്റ്സ്, നോട്ടീസ് ഓഫ് അഡ്രസ് ഓഫ് പ്ലേസ് വെയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ സർവീസ് ആണെന്ന് പറയാമെങ്കിൽ, നമുക്ക് എന്താണ് അപ്രൂവൽ സർവീസ് എന്ന് പറയുന്നതാണ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം പീരീഡ്. നമ്മൾ ടൈം പീരീഡ് എക്സ്റ്റൻഷൻ ചോദിക്കുന്നു, അവർ അപ്രൂവ് ചെയ്യുന്നു. ഹോൾഡിംഗ് AGM, നമ്മൾ AGM നമ്മുടെ രജിസ്റ്റർഡ് ഓഫീസറിൽ വേറൊരു സ്ഥലത്ത് നടത്തണം, അപ്പോൾ അപ്രൂവലിന് കൊടുക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഡിക്ലെയറിംഗ് കമ്പനി ആസ് ഡിഫങ്ക്ട്, ഒരു കമ്പനി ഡിക്ലെയർ ഡിഫങ്ക്ട് കമ്പനിയാണ്, ഇനാക്റ്റീവ് കമ്പനിയാണെന്ന് എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, അതൊരു അപ്രൂവൽ സർവീസ് ആണ്. ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റസ് നമുക്ക് തരുന്നതാണ് എന്ത്, അപ്രൂവൽ സർവീസ്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻഫർമേഷൻസ് ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നതാണ് എന്ത്, ഇൻഫർമേഷൻ സർവീസുകൾ. എന്താണ് XBRL ടാഗുകളും XBRL ടാക്സോണമിയും? XBRL എന്താണ്, എക്സ്റ്റെൻസീവ് ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. XBRL ഒരു ഡാറ്റയെയും എന്തായിട്ട് കണക്കാക്കുന്നില്ല, നമ്പറായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾ ഓരോ ഡാറ്റ കൊടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേരുണ്ടായിരിക്കും. ആ പേരനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ആ ഡാറ്റയെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു, നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കണക്കാക്കുന്നു. മറ്റേ രാജ്യത്തിൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കണക്കാക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് അസറ്റ് കൂടുതലും അവരുടെ അടുത്ത് അസറ്റ് കുറവുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ പാടില്ല ഈ ഗ്ലോബലൈസ്ഡ് ഇക്കണോമിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗുഡ്വിൽ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ടായിരിക്കും. 60 എന്ന് പറഞ്ഞാൽ ഗുഡ്വില്ലാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ 60 ഉണ്ടോ അത് നിങ്ങൾ എങ്ങനെ കണക്കാക്കിയാലും അത് ഗുഡ്വില്ലായിട്ട് കണക്കാക്കും.
അപ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി ഒരേപോലത്തെ എല്ലാ ഡാറ്റകളും ഒരേപോലെ സോർട്ട് ചെയ്യപ്പെടുകയും അത് അക്യൂമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് കമ്പാരബിലിറ്റി വർദ്ധിക്കും. ഒരു സ്റ്റേറ്റ്മെന്റിനെ വേറൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഇന്റർനാഷണൽ സിനാറിയോയിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റൻസീവ് ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ XBRL റിപ്പോർട്ടിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. XBRL റിപ്പോർട്ടിംഗിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് XBRL ടാഗും ഒന്ന് XBRL ടാക്സോണമി. ടാക്സോണമി എന്ന് പറഞ്ഞാൽ പേരെന്നാണ് അർത്ഥം. XBRL ടാഗുകൾ എങ്ങനെയാണ്, നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്യും, ഓരോ ഇൻഫർമേഷനെയും ടാഗ് ചെയ്യും, അതിനെ പ്രോപ്പറായിട്ട് ടാഗ് ചെയ്യും. ആ ടാഗ് അനുസരിച്ചിട്ട് അതിനെന്ത് ചെയ്യും, അതിനെ സോർട്ട് ചെയ്യും. ഓക്കെ, XBRL ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഡിഫറെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ടിംഗ് അണ്ടർ ഈ സ്റ്റാൻഡേർഡ് റിഫ്ലക്ട് ഡിഫറെന്റ് ഡെഫിനേഷൻ. സോ ഡിഫറെന്റ് രാജ്യങ്ങളിലെ വ്യത്യസ്തമായ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അക്കൗണ്ടിംഗ് പോളിസീസ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. XBRL യൂസ് എന്താണ് ചെയ്യുന്നത്, ടാക്സോണമി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലാത്ത ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഓരോ സ്പെസിഫൈഡ് ടാഗും മനസ്സിലാക്കിയിട്ട് അതിനെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് കാണിക്കണം. അതനുസരിച്ച് അതിനൊരു പ്രത്യേക രീതിയിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടാക്സ് അക്കൗണ്ടിംഗ് പോളിസി വ്യത്യസ്തമായി ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ പോലും XBRL ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക് അതെല്ലാം ഒരേ സ്ഥലത്ത് കാണിക്കുകയും അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ടാക്സോണമി എന്താണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന് എന്താണ് ഒരു ടാഗ്, ഇതൊരു മോണിറ്ററി ഐറ്റം ആണോ, പെർസെൻറ്റേജ് ആണോ, ടെക്സ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ടാഗിനുള്ളത് മനസ്സിലാക്കാനും, അത് മറ്റുള്ള ഐറ്റംസുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും ടാക്സോണമി സഹായിക്കുന്നു. ഓരോ കമ്പനിയും അവരുടെ എന്തൊക്കെ ഫോംസ് ആണോ ROCക്ക് ഫയൽ ചെയ്യുന്നത് അത് പ്രീ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ പ്രീ സർട്ടിഫിക്കേഷൻ ചെയ്തിരിക്കണം ഒരു പ്രൊഫഷണലെ കൊണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? പ്രീ സ്ക്രൂട്ടിനി is a functionality that is used checking whether certain core aspects are filled in the e-form. It can be done by the company itself. No professional is needed. So a pre-scrutiny is not a professional work. It is a wrong statement. Pre-certification. Apart from authentication of e-forms and authorized signatories using digital signatures, some e-forms are also required to be pre-certified by the practicing professional. മോസ്റ്റ് ഓഫ് ദ ഫേംസ് കമ്പനിയുടെ ഏതെങ്കിലും എംപ്ലോയി ആണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. പക്ഷെ ചില ഡോക്യുമെന്റുകൾ ഒരു പ്രൊഫഷണലിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യണം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ഡോക്യുമെന്റുകൾക്ക് എന്ത് വേണം, പ്രീ സർട്ടിഫിക്കേഷൻ ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണൽ വേണം. അപ്പോൾ പ്രീ സ്ക്രൂട്ടിനിക്ക് എന്ത് വേണ്ട, പ്രാക്ടീസിങ് പ്രൊഫഷണൽ വേണമെന്നില്ല. സർട്ടിഫിക്കേഷൻ ഇൻ സം കേസസ് യു മേ നീഡ് എ പ്രാക്ടീസിങ് പ്രൊഫഷണൽ. നിങ്ങളൊരു കമ്പനിയുടെ അസിസ്റ്റന്റ് കമ്പനി സെക്രട്ടറി ആണ്. 1,00,000 രൂപയായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അറിയാതെ നിങ്ങൾ 1,00,1000 രൂപ MCAക്ക് കൊടുത്തു. ഈ 1,00,000 രൂപ അധികം കൊടുത്ത 1,00,000 രൂപ എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് തിരിച്ചു കിട്ടുക? MCA 21 വെബ്സൈറ്റിനുള്ളിൽ ഒരു റീഫണ്ട് ഫോം ഉണ്ട്. ആ റീഫണ്ട് ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. The refund MCA fees available in following cases. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് അത് റീഫണ്ട് കിട്ടുക? ഒന്ന്, നിങ്ങൾ മൾട്ടിപ്പിൾ പേയ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്താണ് മൾട്ടിപ്പിൾ പേയ്മെന്റ്സ്? ഒരേ പേയ്മെന്റ് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. 2, ഇൻകറക്റ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് അല്ലാത്ത പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. 3, എക്സസ് പേയ്മെന്റ്, മൾട്ടിപ്പിൾ പേയ്മെന്റ്, ഇൻകറക്റ്റ് പേയ്മെന്റ്, എക്സസ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും, നമുക്കത് തിരിച്ചു കിട്ടും. ദെൻ അത് സ്റ്റിപ്പുലേറ്റഡ് പീരിയഡിനുള്ളിലായിരിക്കണം നിങ്ങൾ ആ ഫോം ഫയൽ ചെയ്യേണ്ടത്. അതിനാവശ്യമായ ചോദ്യങ്ങൾ അവർ ചോദിച്ചേക്കാം, അത് പ്രകാരം നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റീഫണ്ട് കിട്ടാതിരിക്കുക? ഒന്ന്, പബ്ലിക് ഇൻസ്പെക്ഷന് വേണ്ടിയാണ് ഫീ അടച്ചതെങ്കിൽ റീഫണ്ട് കിട്ടില്ല. സർട്ടിഫൈഡ് കോപ്പീസിന് കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല. ട്രാൻസ്ഫർ ഡീഡിൻ്റെ മുകളിൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി തിരിച്ചു കിട്ടില്ല. ദെൻ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിന് കൊടുത്ത പൈസ കമ്പനിക്ക് തിരിച്ചു കിട്ടില്ല. സ്ട്രേറ്റ് ത്രൂ പ്രോസസ്. എന്താ സ്ട്രേറ്റ് ത്രൂ പ്രോസസ്? നമ്മൾ ടക്ക് 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 എന്ന് കംപ്ലീറ്റ് ചെയ്യുക. സ്ട്രേറ്റ് ത്രൂ, വേറെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്നും ഇല്ലാത്ത സമ്മറി ഫോം എന്ന് പറയുന്ന പോലെ സ്ട്രേറ്റ് ത്രൂ STP വഴിയാണ് നിങ്ങൾ പേയ്മെന്റ് അടച്ചതും കിട്ടില്ല. എന്താ സ്ട്രേറ്റ് ത്രൂ പ്രോസസ്? ഓരോന്നും ചോദിക്കും, കറക്റ്റ് അല്ലേ, അടയ്ക്കട്ടെ, അടച്ചോളൂ, കഴിഞ്ഞു, പൈസ പോയി. ഓക്കെ, ദെൻ ഫോം DIR 3 ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടില്ല. ഇത്രയേ ഉള്ളൂ
ഈ ബുക്കിൽ ഞാൻ ഏതൊക്കെ ഏരിയ ഞാൻ വിടാൻ സാധ്യത ഉണ്ടായിരുന്നോ ആ ഏരിയ മുഴുവനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കമ്പനിയിലോ അവസാനിപ്പിച്ചു, കമ്പനിയിലോ കഴിഞ്ഞു. കമ്പനിയിലോ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, ആ ചാർട്ട് നോക്കുക, ഈ MCQs നിങ്ങളൊന്ന് ഓടിച്ച് വായിക്കുക. ഇനി MCQ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ MCQ അയച്ചുതരാം. പക്ഷെ അതിനി വായിക്കുന്നത് അബദ്ധമാണ്, കൂടുതൽ ടെൻഷൻ എടുക്കണ്ട. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെസൊല്യൂഷൻസ് എഴുതാം. വിൽ ലേൺ ഹൗ ടു റൈറ്റ് റെസൊല്യൂഷൻസ് ആൻഡ് ഹൗ ടു റൈറ്റ് ആൻസേഴ്സ്. ഈ 2 ടോപ്പിക്ക് നമ്മൾ അടുത്ത സെഷനിൽ ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.